സൗരസ്വരന്മാരെ ക്രിസ്തുവിൽ സ്നേഹവന്ദനം. ഞാൻ വീണ്ടും നിങ്ങളെ റെഗുലറായിട്ട് ഈ ബൈബിൾ സ്റ്റഡി അറ്റൻഡ് ചെയ്യുന്ന എല്ലാവരെയും ദൈവമാത്തിൽ സ്വാഗതം ചെയ്യുന്നത് പോലെ തന്നെ നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ഞാൻ പറഞ്ഞതുപോലെ ദൈവനം പഠിക്കാനായിട്ട് നിങ്ങൾക്കുള്ള താല്പര്യത്തെ ദൈവം മാനിക്കട്ടെ. ദൈവന പഠനം നമുക്കെല്ലാവർക്കും കുറെ തിയോളജിക്കൽ തിയറി ആവാതെ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമായിട്ട് അനുസരിക്കാനായിട്ടും ദൈവവചനം വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് ദൈവം നമ്മളെ സഹായിക്കട്ടെ. നമ്മൾ റോമാലേഖനം 8 വരെയുള്ള അധ്യായങ്ങൾ കഴിഞ്ഞ ആഴ്ച കൊണ്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. റോമാലേഖനം 9-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ഈ അധ്യായം ഞാനിതിന് തുടക്കം മുതൽ പറഞ്ഞിരുന്നു. പൗലോസിന്റെ ഈ റോമാലേഖനം എഴുതുന്നതിന്റെ ഏറ്റവും പ്രധാന ഉദ്ദേശങ്ങൾ വരുന്ന 3 അധ്യായങ്ങൾ റോമർ 9, 10, 11 അധ്യായങ്ങളാണ്. എന്നാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ തെറ്റിദ്ധരിക്കുന്നതും ചിലർ ഇഗ്നോർ ചെയ്യുന്നതുമായിട്ടുള്ള 3 അധ്യായങ്ങളാണ് ഈ 9 മുതൽ 11 വരെ അധ്യായങ്ങൾ. റോമാലേഖനം 8 വരെയുള്ള അധ്യായങ്ങളിൽ പൗലോസ് വ്യക്തിപരമായിട്ടുള്ള സാൽവേഷൻ, അത് നീതീകരണം തൊട്ട് വിശുദ്ധീകരണം വരെയുള്ള കാര്യങ്ങൾ വളരെ വിശദമായിട്ട് യഹൂദന്മാരെയും ജാതികൾക്കും എങ്ങനെയാണ് ആപ്ലിക്കബിൾ ആവുന്നത് എന്നുള്ളത് 1 തൊട്ട് 8 വരെയുള്ള അധ്യായങ്ങൾ പൗലോസ് വിശദീകരിച്ചു. ഞാനത് മുമ്പ് വിശദീകരിച്ചാണ്, അതുകൊണ്ട് പെട്ടെന്ന് ഓടിച്ച് അതിൽ കൂടി ഒന്ന് പോവാണ്. 1-ാമത്തെ അധ്യായത്തിലും 2-ാമത്തെ അധ്യായത്തിലും പൗലോസ് യഹൂദന്മാരും ജാതികളും രണ്ടുപേരും ദൈവത്തിന്റെ ക്രോധത്തിന്റെ പാത്രങ്ങളാണ്, ദൈവിക ന്യായവിധിക്ക് യോഗ്യരാണ് എന്നുള്ളത് തെളിയിക്കുന്നു. 3-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോഴേക്കും യഹൂദന്മാരും ജാതികളും രണ്ടുപേർക്കും നീതീകരണത്തിന് ഒറ്റ മാർഗമേ ഉള്ളൂ, അത് വിശ്വാസ മാർഗമാണ് എന്നുള്ളത് പൗലോസ് വിശദീകരിക്കുകയാണ്. തുടർന്ന് മുമ്പോട്ട് പോകുമ്പോൾ പൗലോസ് നീതീകരണത്തിന്റെ ഫലങ്ങൾ പറഞ്ഞതിന് ശേഷം യഹൂദന്മാരും ജാതികളും രണ്ടുപേർക്കും ഒറ്റ പിതാവാണുള്ളത്, അത് ആദമാണ്. ആദത്തിൽ നിന്ന് എല്ലാവരിലേക്കും പാപം പകരിപ്പെട്ടിരിക്കുന്നുവെങ്കിൽ അവരുടെ പാപമോചനം യേശുക്രിസ്തു എന്ന ഏക മനുഷ്യനിൽ കൂടിയാണ് എന്നുള്ളത് വിശദീകരിക്കുകയാണ്. 6-ാമത്തെ അധ്യായത്തിൽ 7-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോഴേക്കും യഹൂദന്മാരും ജാതികളും പാപത്തിന്റെ അടിയിൽ നിന്നും ന്യായപ്രമാണത്തിന്റെ അടിയിൽ നിന്നും സ്വതന്ത്രരാണ്, ക്രിസ്തുയേശുവിന്റെ ആത്മാവിന്റെ പ്രമാണത്തിന്റെ കീഴിലാണ് എന്നുള്ളത് വിശദീകരിക്കും. 8-ാമത്തെ അധ്യായത്തിൽ ആത്മാവിനെ അനുസരിച്ചിട്ട് എങ്ങനെയാണ് യഹൂദന്മാരും യവന്മാരും ആരാണെങ്കിലും എങ്ങനെയാണ് ആത്മാവിനെ അനുസരിച്ച് നടക്കുക എന്നുള്ളത് വിശദീകരിക്കണം. റോമാലേഖനം 8-ാമത്തെ അധ്യായം പൗലോസ് ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ ആർക്ക് വേർപിരിക്കാൻ കഴിയും എന്നുള്ള ആ ഒരു പ്രഖ്യാപനത്തോടു കൂടി അവസാനിപ്പിക്കാം. റോമാലേഖനത്തിന് 9-ാമത്തെ അധ്യായത്തിലേക്ക് കയറുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് മുതൽ പൗലോസിന്റെ ആ റോമാലേഖനം എഴുതുന്നതിന്റെ അടിസ്ഥാന ഉദ്ദേശത്തിലേക്ക് കയറുകയാണ്. ഇത് കുറച്ച് അതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് മനസ്സിലാക്കിയില്ലെങ്കിൽ, വ്യക്തമായിട്ട് മനസ്സിലാക്കിയില്ലെങ്കിൽ പലപ്പോഴും നമുക്ക് ഈ റോമാലേഖനം 9-ാമത്തെ അധ്യായവും 10-ാമത്തെ അധ്യായം 11-ാമത്തെ അധ്യായം, അതിൽ പ്രത്യേകിച്ച് 9-ാമത്തെ അധ്യായം തെറ്റിദ്ധരിക്കപ്പെടാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഞാനിത് വളരെ വിശദമായിട്ട് ഞാനും എൻ്റെ ഒരു സുഹൃത്തായിട്ടുള്ള സഹോദരൻ ചേർന്നൊരു പുസ്തകമായിട്ട് തന്നെ ഇത് എഴുതിയിട്ടുണ്ട്. അതൊരു 100 പേജ് വരുന്നൊരു പുസ്തകമാണ്. അതിൽ വളരെ വിശദമായിട്ട് ഇത് എഴുതിയിട്ടുണ്ട്. അതിലൊരു 9 തൊട്ട് 11 വരെയുള്ള അധ്യായങ്ങളാണ് അതിൽ വിശദീകരിച്ചിരിക്കുന്നത്. അതിലൊരു 80% അല്ലെങ്കിൽ 80 പേജോളം തന്നെ 9-ാമത്തെ അധ്യായമാണ് വിശദീകരിക്കുന്നത്. നിങ്ങൾക്കത് ഇപ്പോൾ അത് ബുക്ക് സ്റ്റോളുകളിൽ അവൈലബിൾ ആണോ എന്നറിയില്ല, അത് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണ്. പക്ഷെ OM ബുക്സിൽ അത് അവൈലബിൾ ആണെന്നാണ് അറിയുന്നത്. അവിടെ നിന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് അത് കിട്ടാവുന്നതാണ്. ഇല്ലെങ്കിൽ വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാവുന്ന PDF വെർഷനുണ്ട്. അതിൽ ഇതാണ് ആ പുസ്തകം. അതിൽ ഈ കാര്യങ്ങൾ വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് അത്രയും വിശദമായിട്ട് എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ 1 മണിക്കൂർ കൊണ്ട് ചുരുക്കി പറയാനായിട്ടാണ് ഞാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാകാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ ചോദ്യങ്ങൾ കൂടി നിങ്ങൾക്ക് അത് കൂടുതലായിട്ട് ക്ലാരിഫൈ ചെയ്യാനായിട്ട് ഞാൻ ശ്രമിക്കാം. ഞാൻ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് മനസ്സിലാക്കണം എന്ന് പറയാനായിട്ടുള്ള കാരണം, ഈ 9-ാമത്തെ അധ്യായം മനസ്സിലാക്കണമെങ്കിൽ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് അറിഞ്ഞെങ്കിലും ഇപ്പോഴും ഞാൻ ആദ്യത്തെ അധ്യായത്തിൽ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് വിശദീകരിച്ച ആദ്യത്തെ ക്ലാസ്സിൽ ഞാൻ വിശദീകരിച്ചിരുന്നു. റോമയിലെ സഭ ഒരു 4 സ്റ്റേജുകളിൽ കൂടി കടന്നുപോയി എന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അതിൽ പറഞ്ഞിരുന്നു. അതിൽ 1-ാമത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ പെന്തക്കോസ്ത് നാളിൽ നിന്ന് പോയ യഹൂദന്മാർ മാത്രം ഉണ്ടായിരുന്ന സഭയായിരുന്നു റോമയിലെ സഭ. പിന്നീട് അവിടേക്ക് ജാതികളൂടെ ചേർന്ന് വരികയും 2-ാമത്തെ സ്റ്റേജിൽ യഹൂദന്മാരും ജാതികളുമുള്ള ഒരു സമ്മിശ്ര സഭയായിത്തീർന്നു. 3-ാമത്തെ സ്റ്റേജിൽ യഹൂദന്മാർ പീഡനം കാരണം ആ സഭയിൽ നിന്ന് പുറത്താക്കപ്പെടുകയും ഇല്ലെങ്കിൽ റോമിൽ നിന്ന് തന്നെ പുറത്താക്കപ്പെടുകയും ജാതികൾ മാത്രമുള്ള സഭയായിട്ട് ആ സഭ മാറുകയും ചെയ്തു. 4-ാമത്തെ സ്റ്റേജിൽ നീറോയുടെ സമയമാകുമ്പോഴേക്കും യഹൂദന്മാരെ തിരിച്ചു വരുത്തുകയും യഹൂദന്മാരും ജാതികളും ഒരുമിച്ച് ചേർന്ന് സഭയായിട്ട് അത് വീണ്ടും തീരുകയും ചെയ്തു. നീറോയുടെ ഭരണത്തിന്റെ കീഴിൽ യഹൂദന്മാരും ജാതികളും വീണ്ടും ഒരുമിച്ച് ചേർന്ന ഒരു സഭയെടുത്താണ് പൗലോസ് ഈ റോമാലേഖനം എഴുതുന്നത്. അതാണ് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട്. ആ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുകൊണ്ട് മാത്രമേ നമുക്ക് മൊത്തം മനസ്സിലാവുകയുള്ളൂ. പ്രത്യേകിച്ച് 9-ാമത്തെ അധ്യായം നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാവുള്ളൂ. അന്നേരം അവിടെ ഒരു ഇഷ്യൂ വരുന്നുണ്ട്. പൗലോസ് ഇവർക്ക് എഴുതുമ്പോൾ യഹൂദന്മാർക്ക് പീഡനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണിത്. അന്നേരം ജാതികളുടെ ഒരു ചിന്ത എന്ന് പറയുന്നത്
ഇല്ലെങ്കിൽ യഹൂദന്മാരുടെ ചിന്ത എന്ന് പറയുന്ന ആദ്യമേ ദൈവം അവരെയാണ് എലക്ട് ചെയ്തിരിക്കുന്നത്, അവരെയാണ് ദൈവത്തിന്റെ പദ്ധതിക്ക് വേണ്ടിയിട്ട് എലക്ട് ചെയ്ത ജനത, അവർ മാത്രമാണ്. അവരോടുകൂടെ ജാതികളെ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളത് യഹൂദന്മാർക്ക് ഒരിക്കലും യോജിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. യഹൂദന്മാർക്ക് അവരെ മാത്രമാണ് ദൈവം തെരഞ്ഞെടുത്ത ജാതി എന്നുള്ളത് അവരുടെ മനസ്സിലൊരു ബോധ്യമുണ്ട്. എന്നാൽ ജാതികളുടെ ചിന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഹൂദന്മാരെ യേശുക്രിസ്തുവിനെ തള്ളിക്കളഞ്ഞതോടുകൂടി യഹൂദന്മാരെ ദൈവം പൂർണ്ണമായിട്ടും തള്ളിക്കളഞ്ഞിട്ട് അതിന് പകരമായിട്ട് റീപ്ലേസ് ചെയ്തതാണ് ജാതികൾ, ഇല്ലെങ്കിൽ ദൈവസഭ എന്നുള്ളതാണ് ഇവരുടെ ചിന്ത. ഈ രണ്ട് ചിന്തയും ഇപ്പോഴും നിലനിൽക്കുന്നതാണ്. ഞാൻ എന്റെ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. ഞാൻ ആദ്യത്തെ ക്ലാസ്സിൽ ഞാനത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് വിശദീകരിച്ചു. നിങ്ങൾക്ക് കേട്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ അതിലേക്ക് വീണ്ടും പോയിട്ട് അത് കേൾക്കാവുന്നതാണ്. അങ്ങനെ ഇവർ തമ്മിൽ ആ ഒരു പ്രശ്നം നിൽക്കുമ്പോൾ പൗലോസ് ഇവരുടെ അടുത്ത് വിശദീകരിക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരു കാര്യമാണ് ഈ 8 അധ്യായത്തിന് ശേഷം ദൈവം തെരഞ്ഞെടുത്തത് യഹൂദന്മാരെ തന്നെയാണ്. ദൈവത്തിന്റെ ആ പദ്ധതി ഒരിക്കലും തെറ്റിയിട്ടില്ല. ദൈവത്തിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട ജാതി അവർ തന്നെയാണ്. എന്നാൽ ദൈവത്തിന്റെ ആ പദ്ധതിയിലേക്ക് ദൈവം ജാതികളെയും കൂട്ടിച്ചേർത്തു എന്നുള്ളതാണ് പൗലോസ് 9 അധ്യായത്തിൽ കൂടി വിശദീകരിക്കുന്നത്. അല്ലെങ്കിൽ എങ്ങനെയാണ് ദൈവം ദൈവിക പദ്ധതിയിൽ കൂടി യഹൂദന്മാരെ തെരഞ്ഞെടുത്ത ആ ദൈവിക പദ്ധതിയിലേക്ക് ജാതികളെയും തെരഞ്ഞെടുത്തു എന്നുള്ളത് വിശദീകരിക്കും. അന്നേരം ആദ്യമായിട്ട് നമ്മൾ ഇത് വായിക്കുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. റോമാലേഖനം 9 അധ്യായത്തിൽ പൗലോസ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു കാര്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ളതാണ്. ഈ തെരഞ്ഞെടുപ്പ് എന്ന് കേൾക്കുമ്പോൾ ഉടനെ നമ്മൾ ചിന്തിക്കുന്നത് രക്ഷയ്ക്കായിട്ടുള്ള തെരഞ്ഞെടുപ്പാണെന്ന്. അങ്ങനെയല്ല. ബൈബിളിലെ തെരഞ്ഞെടുപ്പുകൾക്ക് പല അർത്ഥങ്ങളുണ്ട്. അതിൽ ഒന്ന് മാത്രമാണ് രക്ഷയിലേക്കുള്ള തെരഞ്ഞെടുപ്പ്. അല്ലാത്തത് ബാക്കി അനേക തെരഞ്ഞെടുപ്പുകളെ പറ്റി ബൈബിൾ പറയുന്നുണ്ട്. ഇവിടെ പറഞ്ഞിരിക്കുന്ന തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് രക്ഷയ്ക്കായിട്ടുള്ള തെരഞ്ഞെടുപ്പോ രക്ഷയിലേക്ക് വരുന്നതിനെ പറ്റി ഒന്നുമല്ല. അത് 1 മുതൽ 8 വരെയുള്ള അധ്യായങ്ങൾ പൗലോസ് വളരെ വിശദമായിട്ട് അത് വിശദീകരിച്ചു കഴിഞ്ഞു. എങ്ങനെയാണ് രക്ഷിക്കപ്പെടുന്നത്, എങ്ങനെയാണ് ഒരു വ്യക്തി നീതീകരിക്കപ്പെടുന്നത്, എങ്ങനെയാണ് ദൈവസഭയുടെ ഭാഗമാകുന്നത്, എല്ലാം വിശദീകരിച്ചു കഴിഞ്ഞു. 9 അധ്യായത്തിലേക്ക് വരുമ്പോൾ ഒരു കോർപ്പറേറ്റ് ഇലക്ഷനെ പറ്റിയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഇലക്ഷനെ പറ്റിയല്ല, വ്യക്തിപരമായിട്ടുള്ള തെരഞ്ഞെടുപ്പിനെ പറ്റിയല്ല. യഹൂദന്മാരും ജാതികളും എന്ന് പറയുന്ന ഒരു കോർപ്പറേറ്റ് ആയിട്ടുള്ള ആ ജനതയെ, ഇല്ലെങ്കിൽ ആദ്യമേ യഹൂദൻ എന്നുള്ള ജനതയെ, ഇല്ലെങ്കിൽ ആ എത്നിക് ഗ്രൂപ്പിനെ ദൈവം തെരഞ്ഞെടുത്തതിനെ പറ്റിയാണ് വിശദീകരിക്കുന്നത്. ഇത് നിങ്ങളുടെ മനസ്സിൽ ഇല്ല എങ്കിൽ റോമാലേഖനം 9 അധ്യായം വായിച്ചാൽ നിങ്ങൾക്ക് പരിപൂർണമായിട്ടൊരു തെറ്റായിട്ടുള്ള ധാരണയിലേക്ക് ഇത് പോകാനായിട്ടുള്ള സാധ്യത. ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞു, ഇതൊരു കോർപ്പറേറ്റ് ഇലക്ഷനാണ്, ഇൻഡിവിജ്വൽ ഇലക്ഷൻ. ഇൻഡിവിജ്വൽ വ്യക്തികൾ കൂടിയാണ് ആ ജാതികളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നത്. ഞാനത് മുമ്പോട്ട് പോകുമ്പോൾ വിശദീകരിക്കാം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പ് ഇറ്റ്സ് നോട്ട് എലക്ഷൻ ഫോർ സാൽവേഷൻ, ബട്ട് ഇറ്റ് ഈസ് എലക്ഷൻ ഫോർ സർവീസ്. ദൈവത്തിന്റെ ഒരു പദ്ധതിക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു സർവീസിന് വേണ്ടിയിട്ട് ദൈവം വെളിപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു പദ്ധതിക്ക് വേണ്ടിയിട്ട് തെരഞ്ഞെടുക്കുന്നതാണ്, അല്ലാതെ രക്ഷയിലേക്ക് തെരഞ്ഞെടുക്കുന്നതല്ല. രണ്ടാമത്തെ വിഷയം ഇതിൽ. നേരം തെരഞ്ഞെടുപ്പ് വ്യക്തിപരമല്ല. ഇവിടെ വ്യക്തികളിൽ കൂടി ജാതികളെ തെരഞ്ഞെടുക്കുന്നു. രണ്ടാമത് തെരഞ്ഞെടുപ്പ് രക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള തെരഞ്ഞെടുപ്പല്ല, ദൈവത്തിന്റെ പദ്ധതിക്ക് വേണ്ടിയിട്ടുള്ള തെരഞ്ഞെടുപ്പ്. ഇതാണ് ആ ഒരു പദ്ധതിയിലേക്ക് ജാതികളെ, യഹൂദന്മാരെ ആദ്യം തെരഞ്ഞെടുക്കുന്നു. രണ്ടാമത് അതിലേക്ക് ജാതികളെ ദൈവം കൂട്ടിച്ചേർക്കുന്നു എന്നുള്ളതാണ് പൗലോസ് വിശദീകരിക്കുന്നത്. മൂന്നാമത് ഈ 9 അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം, 9 അധ്യായത്തിൽ പൗലോസ് ഒരു ആർഗ്യുമെന്റ്സിന് കൗണ്ടറായിട്ടുള്ള മറുപടി പോലെ പറയുക. പൗലോസ് റോമാലേഖനം ഉടനീളം അങ്ങനെയുള്ള ഒരു രീതിയാണ് ഉപയോഗിക്കുന്നതെങ്കിലും ഏറ്റവും പ്രധാനമായിട്ട് 9 അധ്യായത്തിലേക്ക് വരുമ്പോഴേക്കും സ്പെസിഫിക്കലി ഒരു ചോദ്യകർത്താവിന്റെ മറുപടി പോലെയാണ്, ചോദ്യത്തിനുള്ള മറുപടി പോലെയാണ് ഇത് എഴുതുന്നത്. ആ ചോദ്യം എന്താണ് എന്ന് നമ്മൾ പൗലോസിന്റെ മറുപടിയിൽ നിന്ന് തന്നെ മനസ്സിലാക്കിയില്ലെങ്കിൽ നമ്മൾ വീണ്ടും തെറ്റിപ്പോകാനായിട്ട് സാധ്യതയുണ്ട്. നമ്മളൊരു ടെലിഫോൺ കോൺവെർസേഷൻ പോലെ നമ്മൾ ഒരു സൈഡിൽ പറയുന്ന ആളുടെ കാര്യം മാത്രം കേൾക്കുകയാണെങ്കിൽ നമുക്ക് എന്താണ് പറയുന്നതെന്ന് നമുക്ക് മനസ്സിലാകും, സബ്ജക്ട് എന്താണ് മനസ്സിലാക്കുക. മറ്റേ സൈഡിൽ നിന്ന് എന്താണ് ചോദിക്കുന്നത് മനസ്സിലായെങ്കിൽ മാത്രമേ മനസ്സിലാക്കാൻ കഴിയത്തുള്ളൂ. അതേസമയം മറ്റേ ആളെ നമുക്ക് അറിയാനായിട്ട് കഴിയത്തില്ലെങ്കിൽ ഇയാളുടെ മറുപടിയിൽ നിന്ന് നമുക്ക് ആ ചോദ്യം റീഡ് ചെയ്തെടുക്കേണ്ടി വരും. അല്ലാതെ ആ ചോദ്യം എന്താണ് നമ്മൾ മനസ്സിലായില്ല എങ്കിൽ നമുക്ക് ഇതിന്റെ പൗലോസിന്റെ ഉത്തരം എന്താണെന്നുള്ളത് പിടികിട്ടത്തില്ല. അടുത്തായിട്ട് പൗലോസ് ഇത് വിശദീകരിക്കുമ്പോൾ റോമാലേഖനത്തിൽ ഏറ്റവും കൂടുതൽ പഴയ നിയമ ഉദ്ധരണികൾ കോട്ട് ചെയ്യുന്ന ഒരു അധ്യായമാണ് റോമാലേഖനം 9 അധ്യായം. 9, 10, 11 അധ്യായങ്ങളിൽ ഏറ്റവും കൂടുതൽ 9 തന്നെയാണ് ഏറ്റവും കൂടുതൽ പഴയ നിയമ ഉദ്ധരണികൾ കോട്ട് ചെയ്യുന്നത്. അന്നേരം പലപ്പോഴും നമ്മൾ ആ പഴയ നിയമ ഉദ്ധരണികളുടെ സാഹചര്യവും പഴയ നിയമ ഉദ്ധരണികൾ എന്തിനു വേണ്ടിയിട്ട് എവിടെ വെച്ച് പറഞ്ഞു എന്ന് നമ്മൾ പരിശോധിക്കുന്നില്ലെങ്കിലും നമ്മൾ ഈ 9 അധ്യായം വായിക്കുമ്പോൾ തെറ്റിപ്പോകാനുള്ള സാധ്യതയുണ്ട്. പലരും ദൈവവചനം പഠിക്കാനായിട്ട് വളരെ സീരിയസ് ആയിട്ട് പഠിക്കാനുള്ള ആഗ്രഹമുള്ളവരല്ല. അവർ വളരെ കാഷ്വലായിട്ട് ഇതൊക്കെ വായിച്ചു പോകും. നമ്മൾ പുതിയ നിയമത്തിലുള്ള പഴയ നിയമ ഉദ്ധരണി കോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എവിടെയാണ് ആ പഴയ നിയമ ഉദ്ധരണി എന്ന് പോലും ആൾക്കാർ ചിന്തിച്ച് നോക്കാറില്ല, പോയി വായിച്ചു നോക്കാറില്ല, അങ്ങ് വായിച്ചു പോകാറേ ഉള്ളൂ. അന്നേരം ഒരു സീരിയസ് ആയിട്ട് ദൈവവചനം പഠിക്കുന്ന വ്യക്തിക്ക് ഇതൊക്കെ പ്രാധാന്യമുണ്ട്. മാത്രമല്ല പൗലോസ് ഇത് എഴുതുന്നത് യഹൂദ ന്യായപ്രമാണവും പഴയ നിയമവും ഒക്കെ വ്യക്തമായിട്ട് അറിയാവുന്ന വ്യക്തികളുടെ അടുത്താണ്. ഇത് 7 അധ്യായത്തിൽ പൗലോസ് വിശദീകരിക്കുന്നുണ്ട്. ന്യായപ്രമാണം അറിയുന്നവരടുത്താണ് ഞാൻ സംസാരിക്കുന്നത് പറയുന്നത്. നിങ്ങൾ അറിയുന്നില്ലയോ എന്ന് ചോദിക്കുമ്പോൾ ഇവർക്ക് അറിയാവുന്ന കാര്യം വിശദീകരിക്കുകയാണ്.
അതായത് പഴയ നിയമ ഉദ്ധരണികൾ അവരുടെ അടുത്ത് ഡയറക്റ്റ് പറയുന്നുണ്ടെങ്കിലും അവർക്കത് അറിയാവുന്നതാണ് ആ സാഹചര്യം. പക്ഷെ നമ്മൾക്ക് ഇന്ന് നമ്മളത് വായിച്ചു നോക്കാതെ നമ്മൾ ഉത്തരങ്ങൾ മാത്രം, ആ ഉദ്ധരണികൾ മാത്രം വായിച്ചു പോവുകയാണെങ്കിൽ വീണ്ടും നമുക്ക് ഇത് തെറ്റിപ്പോകാനുള്ള സാധ്യത. അതിന് ഈ അറ്റ്ലീസ്റ്റ് ഈ 3-4 കാര്യങ്ങൾ നമ്മൾക്ക് ബോധ്യമില്ല എങ്കിൽ റോമാലേഖനം 9 വായിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് കംപ്ലീറ്റ് ആയിട്ടും തെറ്റായിട്ടുള്ള ധാരണയിലേക്ക് പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അങ്ങനെ നമുക്ക് ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ഒന്നും അറിയത്തില്ല. നമ്മൾ റോമാലേഖനം നേരെ അങ്ങ് വായിക്കുകയാണെങ്കിൽ നമുക്ക് എങ്ങനെയുള്ളൊരു ധാരണയിലേക്കാണ് എത്തിച്ചേരാനായിട്ട് കഴിയുന്നത് എന്നുള്ളത് ഞാനൊന്ന് പറയാം. നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾ ഇങ്ങനെ തന്നെയാണോ മനസ്സിലാക്കിയിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ അടുത്ത് പറയാം. ഒന്ന് വെച്ച് കഴിഞ്ഞാൽ 9-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ പൗലോസ് പറയാണ്, ദൈവം ജനിക്കുന്നതിന് മുമ്പേ തന്നെ ചില വ്യക്തികളെ രക്ഷയ്ക്കായിട്ടും സ്വർഗത്തിലേക്കും നരകത്തിലേക്കും തിരഞ്ഞെടുക്കുന്നു. അതിന്റെ തെളിവായിട്ട് യാക്കോബിനെ തിരഞ്ഞെടുക്കുന്നു, ഏശാവിനെ ദ്വേഷിക്കുന്നു. മാത്രമല്ല ജനിക്കുന്നതിന് മുമ്പ് തന്നെ ദൈവം ചിലരുടെ അടുത്ത് ഹേറ്റഡ് ഉള്ളവരാണ്, ചിലരുടെ അടുത്ത് ദേഷ്യമുള്ളവരാണ്, ചിലരെ വെറുക്കുന്നവരാണ്. ജനിക്കുന്നതിന് മുമ്പ് തന്നെ ചിലരെ സ്നേഹിക്കുകയും ചെയ്തു. അങ്ങനെ ദൈവം ജനിക്കുന്നതിന് മുമ്പേ സ്നേഹിച്ച വ്യക്തികളെയാണ് ദൈവം സ്വർഗത്തിലേക്ക് തിരഞ്ഞെടുക്കുന്നത്. ബാക്കിയുള്ളവരെ എല്ലാം ദൈവം റിപ്രബേറ്റ്സ് എന്നാണ് ഇവരുടെ സാധാരണ ഈ തിയോളജി പഠിപ്പിക്കുന്നവർ ഉപയോഗിക്കുന്ന വാക്ക്. റിപ്രബേറ്റ്സ് ആയിട്ട് നരകത്തിലേക്ക് തള്ളിയിരിക്കുന്നു. അവർ ചെയ്തതിന്റെ എന്തിന്റെയും പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിലല്ല, അവരുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ഒന്നുമല്ല. അവർ ജനിക്കുന്നതിന് മുമ്പ് തന്നെ നരകത്തിലേക്കും സ്വർഗത്തിലേക്കും ചിലരെ തിരഞ്ഞെടുക്കുകയാണ്. അതാണ് യാക്കോബിനെയും ഏശാവിനെയും തിരഞ്ഞെടുക്കുന്ന ആ വാക്യവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് വായിച്ചാൽ പലർക്കും മനസ്സിലാവും. അവരെ ഹേറ്റ് ചെയ്തതും സ്നേഹിച്ചതും ജനിക്കുന്നതിന് മുമ്പ് തന്നെ. ഇത് കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾക്കും അത് കേൾക്കുമ്പോൾ ഒരു ചോദ്യം ഉണ്ടാവും, അതൊരു അനീതിയാണല്ലോ, അങ്ങനെ ചെയ്യാനായിട്ട് പാടില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ ദൈവത്തിന്റെ മറുപടി ഇതാണ്, അങ്ങനെ ആ ചോദ്യത്തിലൊന്നും പ്രസക്തിയില്ല. എനിക്ക് ചിലയിടത്ത് കരുണ തോന്നണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവരുടെ അടുത്ത് കരുണ തോന്നും, അൺകണ്ടീഷണലി. അവിടെ ഒരു വിഷയമേ അല്ല. അവരുടെ അടുത്ത് കരുണ തോന്നി അവരെ ഞാൻ സ്വർഗത്തിലേക്ക് അങ്ങ് തിരഞ്ഞെടുക്കും. ജനിക്കുന്നതിന് മുമ്പ് തന്നെ അവരെ തിരഞ്ഞെടുക്കും. ചിലയിടത്ത് എനിക്ക് ജനിക്കുന്നതിന് മുമ്പ് തന്നെ ദേഷ്യം തോന്നും, എനിക്ക് കാഠിന്യം തോന്നും, അവരുടെ അടുത്ത് കാഠിന്യവും കാണിക്കും. അത് മോശയുടെയും ഫറവോന്റെയും എക്സാമ്പിൾ കൂടി പൗലോസ് അവിടെ വിശദീകരിക്കുകയാണ്. നേരം ഫറവോന്റെ ഹൃദയത്തെ കഠിനപ്പെടുത്തി മോശയെടുത്ത് ദൈവം കരുണ കാണിച്ചു. അങ്ങനെ ദൈവത്തിന് ഇഷ്ടമാണ് ഇങ്ങനെ ചെയ്യാനായിട്ട്. ദൈവത്തിന്റെ താരാണ് ചോദിക്കാനായിട്ടുള്ളത്. അങ്ങനെ തന്നെ ദൈവം ചെയ്യും. ഇങ്ങനെ വീണ്ടും ഇത് കേൾക്കുമ്പോൾ ഒരാൾക്ക് സ്വാഭാവികമായിട്ടുണ്ടാവുന്ന ചോദ്യമാണ്, അങ്ങനെയാണെങ്കിൽ ദൈവത്തിനോട് ആരാണ് എതിർത്ത് നിൽക്കുന്നത്? അങ്ങനെ ആർക്ക് എതിർത്ത് നിൽക്കാനായിട്ട് കഴിയും? ദൈവത്തിന് ഇഷ്ടമുള്ളതുപോലെ ചിലരെ കഠിനമാക്കുകയും ചിലരെ സ്നേഹിക്കുകയും ചിലരെ ജനത്തിന് മുമ്പേ തിരഞ്ഞെടുക്കുകയും ചിലരെ ജനത്തിന് മുമ്പ് റിപ്രബേറ്റ് ആയിട്ട് തള്ളുകയും ചെയ്യുകയാണെങ്കിൽ ദൈവത്തിന് ഇഷ്ടം പോലെ ചെയ്താൽ ആര് എന്ത് ചെയ്താലും അതിലൊരു വിഷയമില്ലോ എന്ന് ചോദിക്കുമ്പോൾ വീണ്ടും ദൈവത്തിന്റെ ചോദ്യം ഇതാണ്, ഇത് ചോദിക്കാനായിട്ട് നീ ആരാണ്? ഒരു കളിമണ്ണിന് മേൽ കുശവന് അധികാരമില്ലേ? കുശവന് ഇഷ്ടമുള്ള രീതിയിൽ ചിലതിനെ നാശത്തിന് വേണ്ടിയിട്ട് ഉണ്ടാക്കാനായിട്ടും ചിലതിനെ നല്ല കാര്യത്തിന് വേണ്ടി ഉണ്ടാക്കാനായിട്ടും കുശവന് കളിമണ്ണിന്റെ മേൽ അധികാരമുണ്ട്, കളിമണ്ണിന് ചോദിക്കാനായിട്ട് അധികാരമുണ്ട്. അതുകൊണ്ട് മിണ്ടാതിരിക്കുക, നിനക്ക് ദൈവത്തിനോട് ചോദ്യം ചോദിക്കാൻ നീ ആരാണെന്ന് പറഞ്ഞ് വീണ്ടും സൈലൻസ് ചെയ്യുകയാണ്. ദൈവം ഇങ്ങനെയൊക്കെ തന്നെ ചെയ്യും. നിങ്ങൾക്ക് വിശ്വസിക്കണമെങ്കിൽ വിശ്വസിക്കാം, വിശ്വസിക്കാണ്ടെങ്കിൽ വിശ്വസിക്കാതിരിക്കാം. ഇങ്ങനെയാണ് ദൈവത്തിന്റെ രീതി. ഇങ്ങനെ തന്നെ ദൈവം ചെയ്തുകൊണ്ടേയിരിക്കും. ബാക്കി മനുഷ്യൻ ഇതിനെപ്പറ്റി ചോദ്യം ചോദിക്കാനായിട്ടോ അധികാരമില്ല എന്നുള്ളതാണ് നമ്മൾ ഈ അധ്യായം വായിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ മനസ്സിലാവും. എന്നിട്ട് വാക്യങ്ങളെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞു. 15-ാമത്തെ വാക്യത്തിൽ ദൈവത്തിന് കരുണയുള്ളവർക്ക് പോകുന്നു. 18-ാമത്തെ വാക്യത്തിൽ ദൈവം ചിലരെ കഠിനമാക്കുന്നു, ദൈവം ചിലരെ തിരഞ്ഞെടുക്കുന്നു, ചിലരെ ദൈവം റിപ്രബേറ്റ്സ് ആയിട്ട് തള്ളിക്കളയുന്നു. ചോദ്യം ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു സന്ദേശമാണ് ഇതിൽ കൂടി കിട്ടുന്നത്. ദൈവം പരമാധികാരിയാണ്. അതുകൊണ്ട് ഈ ചോദ്യത്തിലൊന്നും പ്രസക്തിയില്ല. നേരെ പലരും എൻ്റെ അടുത്തും പറയാറുണ്ട്, ബൈബിൾ പറയുന്ന അതേ രീതിയിൽ എടുക്കാൻ തയ്യാറല്ലാത്തതുകൊണ്ടാണ് ഇതിനൊക്കെ വ്യാഖ്യാനം ആവശ്യം വരുന്നത്. ഡയറക്റ്റ് വായിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെയാണ്. ദൈവം ചിലരെ സ്നേഹിക്കുന്നു, ചിലരെ ദൈവം ദേഷിക്കുന്നു, ജനനത്തിന് മുമ്പേ സ്നേഹിക്കുന്നു, ജനനത്തിന് മുമ്പേ നരകത്തിലേക്ക് വെച്ചിരിക്കുന്നു. ഇങ്ങനെയൊക്കെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ എനിക്കിത് ആ രീതിയിൽ അക്സെപ്റ്റ് ചെയ്യുന്നതുകൊണ്ട് ബുദ്ധിമുട്ടില്ല. അങ്ങനെ എടുക്കാം. അങ്ങനെ എടുക്കുകയാണ് എങ്കിൽ ഉള്ളൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ പ്രശ്നം ഉള്ളത് കൊണ്ടല്ല അങ്ങനെ എടുക്കാതിരിക്കുന്നത്. അങ്ങനെ എടുക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, അത് കൺസിസ്റ്റന്റ് ആയിരിക്കണം. അങ്ങനെയാണ് എങ്കിൽ റോമാലേഖനത്തിൽ ഈ 9-ാമത്തെ അധ്യായത്തിന്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. 1 മുതൽ 8 വരെയുള്ള അധ്യായം പൗലോസ് വിശദീകരിക്കേണ്ട ആവശ്യമേ ഇല്ല. കാരണം 9-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ദൈവം ജനനത്തിന് മുമ്പേ തന്നെ ചിലരെ ദ്വേഷിക്കുകയും ചിലരെ സ്നേഹിക്കുകയും ചിലരെ നരകത്തിലേക്കും സ്വർഗത്തിലേക്കും തിരഞ്ഞെടുക്കുകയും ദൈവം ചിലരെ ഏകപക്ഷീയമായിട്ട് കഠിനപ്പെടുത്തുകയും ഏകപക്ഷീയമായിട്ട് കരുണ കാണിക്കുകയും ചെയ്യുകയാണ് എങ്കിൽ 1 മുതൽ 8 വരെയുള്ള അധ്യായങ്ങൾക്ക് യാതൊരു പ്രസക്തിയുമില്ല. 9-ാമത്തെ അധ്യായം മാത്രമേ ഉണ്ടാവേണ്ട കാര്യമുള്ളൂ. അതേപോലെ തന്നെ ഇത് മാത്രമല്ല, ബൈബിളിലുള്ള അനേക പുസ്തകങ്ങൾക്ക് പ്രസക്തിയില്ലാതെ. എന്നിട്ട് നമ്മൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത് വളരെ അതിന്റെ വ്യക്തമായിട്ട് നമ്മൾ ഇതുമായിട്ട് ചേർത്ത് തന്നെ പഠിക്കേണ്ട ആവശ്യമുണ്ടെന്ന് പറഞ്ഞിരിക്കുന്നു. എന്നിട്ട് ഞാൻ ഈ മുമ്പോട്ട് വിശദീകരിക്കുമ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും പരിശോധിച്ച് നിങ്ങൾക്ക് അതുമായിട്ട് പരിശോധിച്ച് നിങ്ങൾക്കൊരു ബോധ്യത്തിലെത്താവുന്നതാണ്. ഓക്കെ, ഞാൻ ഈ 9-ാമത്തെ അധ്യായത്തിലേക്ക് കിടക്കാണ്. ഇതുവരെ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് മാത്രമേ പറഞ്ഞുള്ളൂ.
ഞാൻ പറഞ്ഞു 8-ാമത്തെ അധ്യായം വരെ 8-ാമത്തെ അധ്യായത്തിൽ പൗലോസ് പറഞ്ഞു നിർത്തുന്നത് മരണത്തിനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റ് യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവുള്ള ദൈവസ്നേഹത്തിൽ നമ്മെ വേർപിരിക്കാൻ കഴിയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ പൗലോസിന്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു കൺഫെഷനാണ് അവിടെ പറയുന്നത്. എന്നാൽ 9-ാമത്തെ അധ്യായത്തിലേക്ക് തുടങ്ങുമ്പോൾ പൗലോസ് പറയാണ്, ഞാൻ ഇങ്ങനെ ദൈവത്തിൽ നിന്ന് എന്നെ വേർപിരിക്കാൻ ഒരു ശക്തിക്കും കഴിയില്ലെങ്കിൽ പോലും ഞാൻ ദൈവത്തിൽ നിന്ന് വേർപെടാനായിട്ട് തയ്യാറാണ്. ആർക്ക് വേണ്ടിയിട്ട്? ഇസ്രായേൽ എന്ന് പറയുന്ന എൻ്റെ ജാതിക്ക് വേണ്ടി ദൈവത്തിൽ നിന്ന് വേർപെടാനായിട്ട് തയ്യാറാണ്. ഞാൻ ഒരു കാര്യം കൂടി ഇതിന്റെ ഇടയ്ക്ക് ഞാൻ വിട്ടുപോയത് ഒന്നുകൂടി വിശദീകരിക്കുകയാണ്. ഈ 9-ാമത്തെ അധ്യായം നമുക്കൊരു 3 ഭാഗമായിട്ട് തിരിക്കാവുന്നതാണ്. ഈ 3 ഭാഗവും ഇന്ന് വിശദീകരിക്കാനായിട്ട് സമയം ഉണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ കുറച്ച് ഫാസ്റ്റായിട്ട് പോയിട്ടാണെങ്കിൽ തീർക്കാനായിട്ട് ശ്രമിക്കാം. സംശയങ്ങളുണ്ടെന്ന് ചോദിക്കാം. 9-ാമത്തെ അധ്യായത്തിൽ ആദ്യത്തെ 5 വാക്യങ്ങൾ, ആദ്യത്തെ 3 വാക്യങ്ങൾ ആക്ച്വലി പൗലോസിന്റെ ഇസ്രായേലിനെ പറ്റിയുള്ള, ഇസ്രായേൽ എന്ന ജാതിയെ പറ്റിയുള്ള പൗലോസിന്റെ ഭാരമാണ്. അവർക്ക് വേണ്ടി ഞാൻ വേർപെട്ട് നരകത്തിൽ പോകാൻ വരെ തയ്യാറാകുമായിരുന്നു എന്നുള്ള കർത്താവിന്റെ അതേ സ്നേഹം പൗലോസ് അവിടെ എക്സ്പ്രസ് ചെയ്യാം. അതിന്റെ 6 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ ദൈവം ഇസ്രായേൽ എന്ന ജാതിയെ ദൈവത്തിന്റെ പദ്ധതിക്ക് വേണ്ടി വ്യക്തികളിൽ കൂടി തെരഞ്ഞെടുക്കുന്നതാണ്. അബ്രഹാം മുതൽ യാക്കോബ് വരെയുള്ള വ്യക്തികളിൽ കൂടി ഇസ്രായേൽ എന്നുള്ള ജാതിയെ തെരഞ്ഞെടുക്കുന്നതാണ് 6 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ വിശദീകരിക്കുന്നത്. 14 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിൽ 2 വ്യക്തികളിൽ കൂടി എക്സാമ്പിൾസ് ആയിട്ട്, അല്ലെങ്കിൽ അവിടെ എക്സാമ്പിൾ പേഴ്സൺസ് ആയിട്ട് 2 വ്യക്തികളെ കാണിക്കുകയാണ്. ഒന്ന് മോശയെയും ഒന്ന് ഫറവോനെയും. ഈ 2 പേരും ഇസ്രായേലിനെ തന്നെ റെപ്രസെന്റ് ചെയ്യുന്നതാണ്. ഞാൻ മുമ്പോട്ട് പോകുമ്പോൾ വിശദീകരിക്കാം. അതിൽ ദൈവം ഇസ്രായേലിന്റെ അടുത്ത് കരുണയും ഇസ്രായേലിന്റെ അടുത്ത് തന്നെ കാഠിന്യവും കാണിച്ചതിനെ 2 വ്യക്തികളിൽ കൂടി പൗലോസ് വിശദീകരിക്കുകയാണ്. ഇസ്രായേലിന്റെ അടുത്ത് തന്നെ ദൈവത്തിന്റെ അടുത്ത് കരുണ അപേക്ഷിച്ച ഇസ്രായേലിന്റെ ദൈവം കരുണ കാണിച്ചു, അതേപോലെ തന്നെ ദൈവത്തോട് മറുതലിച്ച ഇസ്രായേലിനോട് ദൈവം കാഠിന്യം കാണിച്ചു എന്നുള്ളത് 2 വ്യക്തികൾ എന്നുള്ള എക്സാമ്പിൾസിൽ കൂടി വിശദീകരിക്കുകയാണ് 22 വരെയുള്ള വാക്യങ്ങൾ. 22 മുതൽ 33 വരെയുള്ള വാക്യങ്ങളിൽ ദൈവം ഇസ്രായേലിനെ അങ്ങനെ തന്നെ കഠിനപ്പെടുത്തിക്കൊണ്ട് ഫറവോന്റെ അടിമത്തിൽ നിന്ന് ഇസ്രായേലിനെ വിടുവിച്ചതുപോലെ തന്നെ ഇസ്രായേലിന്റെ കാഠിന്യത്തിൽ കൂടി ജാതികളെ ഈ രക്ഷാ പദ്ധതിയിലേക്ക് കൊണ്ടുവന്നതിനെ പറ്റി വിശദീകരിക്കുകയാണ് 22 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ. അങ്ങനെ ആത്യന്തികമായിട്ട് ദൈവം ചിലരെ കഠിനപ്പെടുത്തിക്കൊണ്ടും ചിലരുടെ കരുണ കാണിച്ചുകൊണ്ടും തന്നെ ദൈവം മനുഷ്യരുടെ പ്രവൃത്തികളുടെ, മനുഷ്യരുടെ റെസ്പോൺസിന് അതീതമായി ദൈവിക പദ്ധതി ഫുൾഫില്ല് ചെയ്യുന്നതിനെ പറ്റിയാണ് വിശദീകരിക്കുന്നത്. ദൈവത്തിന്റെ ശരീരമായിട്ടുള്ള ദൈവത്തിന്റെ സഭ എന്ന് പറയുന്ന ആ ഒരു ബിൽഡിങ്ങിലേക്ക് ഇതിനെ കൊണ്ടുവരുന്നതായിട്ട് ദൈവത്തിന്റെ ആത്യന്തിക പദ്ധതി ദൈവം നിർവഹിക്കുന്നതാണ് 22 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ വിശദീകരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് പെട്ടെന്ന് പിടികിട്ടണമെന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടി ഈ കാര്യങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ടും തിരിച്ച് വായിച്ച് മനസ്സിലാക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ഇനി ഞാൻ 9-ാമത്തെ അധ്യായത്തിലേക്ക് കടക്കുകയാണ്. 9-ാമത്തെ അധ്യായത്തിൽ ഇതുവരെ ഞാൻ പറഞ്ഞത് ബാക്ക്ഗ്രൗണ്ട് ആണ്, ഇത് മനസ്സിലാക്കാൻ വേണ്ടി. നേരം ആദ്യത്തെ വാക്യങ്ങളിൽ പൗലോസ് തന്റെ ആഗണിയാണ് പറയുന്നത്, തന്റെ ഹൃദയത്തിന്റെ ഭാരം. നമ്മൾ കാര്യം മനസ്സിലാക്കണം, ദൈവം ചില ആൾക്കാരെ നരകത്തിലേക്ക് നേരത്തെ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ, യേശാവിനെയും യാക്കോബിനെയും പോലെ ചിലരെ ജനനത്തിലെ തന്നെ സ്നേഹിക്കുകയും ജനത്തിനെ തന്നെ ദേഷിക്കുകയും ചെയ്ത് നരകത്തിലേക്ക് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ ഒരു ഹൃദയഭാരമൊന്നും ദൈവമക്കൾക്ക് തോന്നേണ്ട കാര്യമില്ല. കാരണം ദൈവത്തിന് അവരെ പറ്റി ഭാരമില്ല. ദൈവം അവരെ നരകത്തിന് വേണ്ടിയിട്ട് ക്രോധപാത്രങ്ങളായിട്ട് വെച്ചിരിക്കുകയാണെങ്കിൽ അവരെ പറ്റി എന്തിനാണ്, നശിച്ചു പോകുന്നവരെ പറ്റി എന്തിനാണ് നമുക്ക് ഹൃദയഭാരം ഉണ്ടാകുന്നത്? അന്നേരം ആദ്യം തന്നെ നമുക്ക് മനസ്സിലാവണം, പൗലോസിന്റെ ഹൃദയഭാരം ഇവർക്ക് വേണ്ടിയിട്ടാണ്. കാരണം ആ ജാതിയെടുത്തുള്ള പൗലോസിന്റെ ആ കൺസേൺ ആണ് പൗലോസ് ആദ്യത്തെ അധ്യായങ്ങൾ വിശദീകരിക്കുന്നത്. നേരെ പൗലോസ് പറയാണ്, ഞാൻ പൗലോസ് ഞാൻ സത്യം പറയുന്നത് ഭോഷ്കല്ല എന്ന് പറയുന്നതിന്റെ കാര്യം, പൗലോസിന്റെ ഈ ഹൃദയവേദന യഹൂദ വിശ്വാസികൾ പ്രത്യേകമായിട്ട് മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞു, റോമയിലെ യഹൂദന്മാരും ജാതികളും ചേർന്ന സഭയാണിത്. യഹൂദ വിശ്വാസികൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം പൗലോസിന്റെ യഹൂദൻ ജാതിയെ പറ്റിയുള്ള പൗലോസിന്റെ ഹൃദയത്തിലെ ആ ഒരു ബർഡൻ എന്താണ്. എന്നിട്ട് പറയാം, എനിക്ക് വലിയ ദുഃഖവും ഹൃദയത്തിൽ ഇടപെടാതെ നോവുമുണ്ട് എന്ന് മനസാക്ഷി എനിക്ക് പരിശുദ്ധാത്മാവിൽ സാക്ഷിയായിരിക്കുന്നു. അന്നേരം പൗലോസ് തന്റെ ഹൃദയവേദനയെ പറ്റി ആദ്യത്തെ 2 വാക്യങ്ങൾ വിശദീകരിക്കുകയാണ്. എന്നിട്ട് പറയാണ്, പൗലോസിന്റെ ആ കൺസേൺ എവിടം വരെ എത്തുന്നു എന്ന് പറയാണ്. ജഡപ്രകാരം എന്റെ ചാർച്ചക്കാരായ എന്റെ സഹോദരന്മാർക്ക് വേണ്ടി ഞാൻ തന്നെ ക്രിസ്തുവിനോട് വേർപെട്ട് ശാപഗ്രസ്തനാകുവാൻ ആഗ്രഹിക്കാമായിരുന്നു. അന്നേരം പൗലോസ് പറയാണ്, അവർക്ക് വേണ്ടിയിട്ട് ശാപഗ്രസ്തനാകാൻ ഞാൻ തയ്യാറാകുമായിരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശരിക്കും യേശുക്രിസ്തുവിന്റെ അതേ ഹൃദയഭാരമാണ് അവിടെ കാണുന്നത്. ദൈവം ആരെയും നരകത്തിലേക്ക് നേരത്തെ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഹൃദയഭാരം അവർക്ക് വേണ്ടിയിട്ടുണ്ടാവേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ല.
കർത്താവ് പറയുന്നുണ്ട്, കർത്താവ് കോരസീനെ നിനക്ക് അയ്യോ കഷ്ടം, ബെത്സേദ നിനക്ക് അയ്യോ കഷ്ടം എന്ന് പറഞ്ഞിട്ടുണ്ട്. കോഴി തന്റെ ചിറകിൻ കീഴിൽ നിങ്ങളെ ചേർക്കാൻ തയ്യാറാകുന്ന പോലെ ഞാൻ തയ്യാറായിരുന്നു, എന്നാൽ നിങ്ങൾ നശിച്ചു പോകുകയാണെന്ന് യഹൂദ പട്ടണങ്ങളെ നോക്കി പറയുന്നുണ്ട്. എന്നിട്ട് 10-ാമത്തെ അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ പൗലോസ് വീണ്ടും പറയുന്നുണ്ട്, സഹോദരന്മാരെ, അവർ രക്ഷിക്കപ്പെടണം എന്നുള്ളത് എന്റെ ഹൃദയവാഞ്ചയും അവരോടുള്ള ദൈവത്തിന്റെ അവർക്ക് വേണ്ടി ദൈവത്തോടുള്ള യാചനയുമാകുന്നു. അന്നേരം ദൈവം, ഞാൻ നേരത്തെ പറയാൻ മനസ്സിലാക്കാനായിട്ട് പറയാണ്, ദൈവം ഒരാളെയും നരകത്തിലേക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ അവർ രക്ഷിക്കപ്പെടണമെന്ന് പ്രാർത്ഥിച്ചിട്ട് പോലും കാര്യമില്ല. ഞാൻ പറഞ്ഞ ഈ ഒരു തിയോളജിയുടെ പ്രോബ്ലം എവിടെയാണെന്ന് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കാം. ഓക്കെ, ഞാൻ അതിൽ മുമ്പോട്ട് പോട്ടെ. എന്നിട്ട് ഈ ഒരു ജാതിയെ പറ്റിയുള്ള ഈ ഭാരം പറഞ്ഞതിന് ശേഷം യഹൂദ ജാതിയെ ദൈവം എന്തിനാണ് തെരഞ്ഞെടുത്തതെന്നും ദൈവം അവരെ തെരഞ്ഞെടുത്തത് തന്നെയാണ് എന്നുള്ളത് പൗലോസ് വിശദീകരിക്കുകയാണ്. അവിടെ പറഞ്ഞിരിക്കുകയാണ് എന്താണ് അവരുടെ പ്രത്യേകത, യഹൂദ ജാതിക്കുള്ള പ്രത്യേകതയാണ്. ആ ജാതിയുടെ പ്രത്യേകത ദൈവം മാറ്റിയിട്ടില്ല. ഇന്നും എല്ലാ കാലത്തേക്കും ദൈവം അവർക്ക് കൊടുത്ത ആ ജാതീയ പ്രത്യേകത എന്താണെന്നുള്ളത് പറയാണ്. അവർ ഇസ്രായേല് പുത്രത്വവും തേജസ്സും നിയമങ്ങളും ന്യായപ്രമാണവും ആരാധനയും വാഗ്ദത്തങ്ങളും അവയ്ക്കുള്ളത്. ഇംഗ്ലീഷ് വായിച്ചു കഴിഞ്ഞാൽ അത് കുറച്ചുകൂടി ക്ലിയർ ആണ്. അവിടെ പറയുന്നത് ദേ ആർ ഇസ്രായേലേറ്റ്സ് whom belongs to adoption as son. അന്നേരം ഒരു ജാതി എന്ന നിലയിൽ ദൈവം മക്കളായിട്ട് തിരഞ്ഞെടുത്തത്. അന്നേരം ഇസ്രായേലിനെ പറ്റി പറയുന്നുണ്ട് ഇസ്രായേലിന്റെ ആദ്യജാതൻ എന്ന് പറയുന്നത്. അന്നേരം ഒരു ജനതയെ ദൈവം മക്കളായിട്ട്, വ്യക്തികളെ അല്ല, ജനതയെ തന്നെ മക്കളായിട്ട് തിരഞ്ഞെടുത്തത് ഇസ്രായേലിനെയാണ്. അവർക്കാണ് ദൈവത്തിന്റെ തേജസ് കാണാനായിട്ട് കഴിഞ്ഞത്. അവരുടെ ദേവാലയത്തിലാണ്, ദേവാലയം അവർക്കുള്ളതായിരുന്നു, അവർക്ക് മാത്രമായിരുന്നു ആരാധന ഉണ്ടായിരുന്നത്. യഥാർത്ഥ ദൈവത്തെ ആരാധിക്കാൻ അവർക്ക് മാത്രമായിരുന്നു, അവരിൽ കൂടിയായിരുന്നു ദൈവം അത് വെളിപ്പെടുത്തിയത്. ഞാനിത് പറഞ്ഞ് മനസ്സിലാക്കണം, അവരെ തെരഞ്ഞെടുത്തത് സകല ജാതികളിലേക്കും ആ സന്ദേശം പോകാൻ വേണ്ടിയിട്ടാണ്. പഴയ നിയമത്തിലെ വാക്യങ്ങൾ ഞാൻ എടുക്കുന്നില്ല, അനേകയിടത്ത് പറയുന്നുണ്ട് ഞാൻ നിങ്ങളെ ജാതികൾക്ക് പ്രകാശമായിട്ട് നിയമിച്ചിരിക്കുന്നു. അബ്രഹാമിനെ തെരഞ്ഞെടുക്കുമ്പോൾ പറയുന്നുണ്ട് നിൽ കൂടി സകല ജാതികളും അനുഗ്രഹിക്കപ്പെടാൻ. അന്നേരം ദൈവം അവരെയാണ് തിരഞ്ഞെടുത്തതെങ്കിലും അവരിൽ കൂടി മറ്റുള്ളവരിലേക്ക് ഇത് പോകാനായിട്ടാണ് ദൈവത്തിന്റെ പദ്ധതി ഉണ്ടായിരുന്നത്. നേരെ അവിടെ പറഞ്ഞിരിക്കുകയാണ് അവർ പുത്രന്മാരായിരുന്നു, അവർക്ക് ദൈവത്തിന്റെ തേജസ് ഉണ്ടായിരുന്നു, ഉടമ്പടികൾ കവനൻസ് അവരുടെ അടുത്ത് മാത്രമായിരുന്നു. ദൈവത്തിന്റെ കവനൻസ് ഒരിക്കലും ദൈവം ബാക്കിയുള്ളവരുടെ വെച്ചിട്ടില്ല. ദൈവത്തിന്റെ എല്ലാ കവനന്റ്, ഈവൻ പുതിയ ഉടമ്പടി പോലും ഇസ്രായേൽ ഗ്രഹത്തോടും യഹൂദ ഗ്രഹത്തോടുമാണെന്നാണ് ജെറമ്യാ പ്രവചനം പറഞ്ഞിരിക്കുന്നത്. അതിലേക്ക് നമ്മളെ ആഡ് ചെയ്യാറ്, ഞാൻ അതിന്റെ മുമ്പോട്ട് അത് വിശദീകരിക്കാം. എന്നിട്ട് പറയുന്നത് നിയമങ്ങൾ അവർക്കുള്ളതായിരുന്നു, ആരാധനയും വാഗ്ദത്തങ്ങളും എല്ലാം തന്നെ യഹൂദന്മാരെന്നുള്ള ആ ഒരു എത്നിക് ഗ്രൂപ്പിനായിരുന്നു ദൈവം കൊടുത്തിരുന്നത്. അവരിൽ കൂടി ബാക്കിയുള്ളവരിലേക്ക് അത് പകരപ്പെടാനായിട്ടായിരുന്നു ദൈവത്തിന്റെ ആഗ്രഹം. അൾട്ടിമേറ്റ്ലി ദൈവം യഹൂദനെ തെരഞ്ഞെടുത്തത് നമുക്കറിയാം. പഴയ നിയമം മുഴുവൻ വായിച്ചു കഴിഞ്ഞാൽ അറിയാം, മശിഹ അവരിൽ കൂടി വരികയും അവരിൽ കൂടി സകല ജാതികളും അനുഗ്രഹിക്കും. അതുകൊണ്ടാണ് നിന്റെ സന്തതിയിൽ കൂടി സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും എന്നുള്ള വാഗ്ദത്തം അബ്രഹാമിന് ദൈവം മുൻകൂട്ടി. അന്നേരം ആ സന്തതി എന്ന് പറയുന്ന യേശുക്രിസ്തു. അന്നേരം മശിഹായെ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടിയിട്ട് ദൈവം ആ ഒരു സർവീസിന് വേണ്ടിയിട്ട്, ആ ഒരു പർപ്പസിന് വേണ്ടിയിട്ട് ദൈവം തെരഞ്ഞെടുത്ത ഒരു ജനതയാണ് ഇസ്രായേൽ എന്നുള്ളത് പൗലോസ് വിചാരിക്കുകയാണ്. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് ഇറ്റ്സ് ടോക്കിംഗ് അബൌട്ട് എ കോർപ്പറേറ്റ് ഇലക്ഷൻ ഫോർ എ പെർട്ടിക്കുലർ സർവീസ്. അന്നേരം ഇങ്ങനെ ഇത്രയും പറഞ്ഞു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു എതിർവാദം ഉണ്ടാവുകയാണ്. എതിർവാദം എന്നുള്ളത് അങ്ങനെയാണ് എങ്കിൽ ദൈവത്തിന്റെ പദ്ധതി എല്ലാം വൃഥാവായി പോയി. കാരണം യഹൂദന്മാർ ദൈവത്തെ തള്ളിക്കളഞ്ഞു. ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന, ജാതികൾക്ക് വെളിച്ചമാകാനായിട്ട് ദൈവം വിളിച്ച, രക്ഷകനെ ലോകത്തിന് പരിചയപ്പെടുത്താനായിട്ട് വിളിച്ച ആ യഹൂദ ജാതി ദൈവത്തെ തള്ളിക്കളഞ്ഞു എങ്കിൽ ദൈവത്തിന്റെ പദ്ധതി വൃഥാവായി പോയല്ലോ. അന്നേരം അതിന് പകരമായിട്ടാണല്ലോ ജാതികളെ, അന്നേരം പലരും പഠിപ്പിക്കുന്ന പോലെ ദൈവത്തിന്റെ ഫസ്റ്റ് പ്ലാൻ പൊളിഞ്ഞു പോയി. ഇപ്പൊ ഒരു കാർ കമ്പനിയൊക്കെ ഉണ്ടാകുമ്പോൾ ആദ്യത്തെ പ്രൊഡക്റ്റ് പൊളിഞ്ഞപ്പോൾ അടുത്ത പ്രൊഡക്റ്റിലേക്ക് അവർ പോകുന്ന പോലെ പ്ലാൻ ബി ആയിട്ട് യഹൂദിന് പകരം ജാതികളെ തെരഞ്ഞെടുത്തു എന്നുള്ളതാണല്ലോ അന്നേരം സത്യം. ദൈവത്തിന്റെ പദ്ധതി വൃഥാവായി പോയല്ലോ എന്ന് ചോദിക്കുന്നതിനുള്ള മറുപടിയായിട്ട് പൗലോസ് വിശദീകരിക്കുകയാണ്. അടുത്ത ഒരു പോയിന്റിലേക്ക് പോവാണ്. രണ്ടാമത്തെ ഭാഗത്തേക്ക് വരുമ്പോൾ പറയാണ്, ദൈവത്തിന്റെ വചനം വൃഥാവായിട്ട് പോയിട്ടില്ല, ദൈവത്തിന്റെ വചനം ഒരു കാലത്തും വൃഥാവായി പോവുകയുമില്ല. എന്നിട്ട് പറയാണ് കാരണം എന്താണ്? ദൈവം തെരഞ്ഞെടുക്കുമ്പോൾ ചില വ്യക്തികളിൽ കൂടിയാണ് ദൈവം തെരഞ്ഞെടുപ്പ്. ദൈവം എല്ലാവരെയും ഈ ഒരു പർപ്പസിലേക്ക് തെരഞ്ഞെടുത്തു. ഇസ്രായേലിനെ മുഴുവനായി എല്ലാവരും ഈ പർപ്പസിലേക്ക് വരും എന്ന രീതിയിലല്ല, ദൈവം തെരഞ്ഞെടുത്ത ചില വ്യക്തികളിൽ കൂടിയാണ് ദൈവം ഈ പദ്ധതി മുമ്പോട്ട് കൊണ്ടുപോകുന്നത് എന്നുള്ളത് പൗലോസ് വിശദീകരിക്കുകയാണ്. അവിടെ പറയുകയാണ് ഇസ്രായേലിൽ നിന്ന് ഉത്ഭവിച്ചത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്രായേൽ എന്നുള്ള രാജ്യത്തിൽ നിന്നുള്ള എല്ലാവരും ഇസ്രായേലിയർ, ഈ ദൈവം പറയുന്ന അർത്ഥത്തിലുള്ള ആ ദൈവിക പദ്ധതി ഫുൾഫിൽ ചെയ്യാനായിട്ടുള്ള ഇസ്രായേലിയറായിട്ട് ദൈവം തെരഞ്ഞെടുത്തിട്ടില്ല. അബ്രഹാമിന്റെ സന്തതി ആയതുകൊണ്ട് എല്ലാവരും മക്കളാകുകയില്ല. എന്ന് കഴിഞ്ഞാൽ അബ്രഹാമിന്റെ സന്തതികളെ എല്ലാവരെയും ദൈവം ഈ ഒരു പദ്ധതിക്ക് വേണ്ടി തെരഞ്ഞെടുത്തിട്ടില്ല. അതേപോലെ തന്നെ എല്ലാ ഇസ്രായേലുകളും എല്ലാവരും ഈ ദൈവത്തിൽ വിശ്വസിക്കണം എങ്കിൽ മാത്രമേ ദൈവത്തിന്റെ പദ്ധതി മുമ്പോട്ട് പോകൂ എന്ന് യാതൊരു നിർബന്ധവുമില്ല. ദൈവത്തിന് ഒരു ചുരുക്കം ആൾക്കാരിൽ കൂടി ദൈവത്തിന്റെ പദ്ധതി മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയും. ദൈവത്തിന്റെ പദ്ധതിക്ക് മാറ്റമില്ലാതെ തന്നെ മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയും. നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും, ദൈവത്തിൽ വിശ്വസിച്ച, ദൈവത്തിൽ
അതിനോട് റെസ്പോണ്ട് ചെയ്ത വ്യക്തികൾ കൂടിയാണ് ദൈവത്തിന്റെ പദ്ധതി മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. ദൈവ യഹൂദന്മാരിൽ കൂടി തന്നെയാണ് മുമ്പോട്ട് പിന്നെയും ദൈവം ജാതീയമായിട്ട് യഹൂദന്മാർ യേശുക്രിസ്തുവിനെ തള്ളിക്കളഞ്ഞെങ്കിലും ദൈവം തെരഞ്ഞെടുത്ത 12 യഹൂദന്മാരിൽ കൂടിയാണ് ദൈവസഭയിലേക്ക് കർത്താവ് മുമ്പോട്ട് കൊണ്ടുപോയത്. ആദ്യത്തെ ദൈവസഭ യഹൂദന്മാരുടെ ആയിരുന്നു. ആദ്യത്തെ വിശ്വസിച്ച 3000 പേരുടെ കൂട്ടർ യഹൂദന്മാർ മാത്രമായിരുന്നു. അവരിലേക്കാണ് ദൈവം ജാതികളെ കൊണ്ടുവരുന്നത്. അതായത് ദൈവത്തിന്റെ പദ്ധതി ഒരിക്കലും വൃഥമായി പോകുന്നില്ല. ചിലർ അവിശ്വസിച്ചു എന്ന് പറഞ്ഞ് ദൈവത്തിന്റെ പദ്ധതി വൃഥമായി പോകുന്നില്ല. അത് 3-ാമത്തെ അധ്യായത്തിൽ വീണ്ടും പൗലോസ് അവിടെ തന്നെ പറയുന്നുണ്ട്, ചിലർ വിശ്വസിച്ചില്ല എന്ന് പറഞ്ഞ് ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്ക് നീക്കം വരും. ഒരു നാളുമില്ല. ദൈവം തന്നിൽ വിശ്വസിക്കുന്ന തന്റെ പദ്ധതിയിലേക്ക് വന്ന ആൾക്കാരിൽ കൂടി ദൈവം ആ പദ്ധതി മുമ്പോട്ട് തന്നെ കൊണ്ടുപോകും. അന്നേരം ദൈവം ചില വ്യക്തികളെ തെരഞ്ഞെടുക്കുകയാണെന്ന് പറയാം. ദൈവം തെരഞ്ഞെടുത്ത വ്യക്തികൾ ആരൊക്കെയാണ്? അത് അബ്രഹാം മുതൽ ദൈവം താഴേക്ക് തെരഞ്ഞെടുപ്പിന്റെ ഡീറ്റെയിൽസ് കൊണ്ടുവരിക. അന്നേരം അബ്രഹാമിനെയാണ് ദൈവം തെരഞ്ഞെടുക്കുന്നത്. അന്നേരം അബ്രഹാമിനെ തെരഞ്ഞെടുക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അബ്രഹാമിനെ സ്വർഗത്തിലേക്ക് തെരഞ്ഞെടുത്തു, ബാക്കിയുള്ളവരെ നരകത്തിലേക്ക് തെരഞ്ഞെടുത്തു എന്നുള്ള അർത്ഥത്തിലല്ല. അന്നേരം അബ്രഹാമിലൂടെ ഒരു ലോത്ത് ഉണ്ടായിരുന്നു. ലോത്തിനെ ദൈവം ഈ ദൈവിക പദ്ധതിയിലേക്ക് തെരഞ്ഞെടുത്തില്ല. ഇല്ലെങ്കിൽ മശിഹ വരുവാൻ വേണ്ടിയിട്ടുള്ള ദൈവത്തിന്റെ ജാതിയായിട്ടുള്ള ഇസ്രായേൽ കൂടി ദൈവത്തെ വെളിപ്പെടുത്താനായിട്ടുള്ള ആ പദ്ധതിയിലേക്ക് ലോത്ത് വന്നില്ല. എന്നാൽ ലോത്ത് നശിച്ചു പോയോ? ലോത്ത് നശിച്ചു പോയില്ല. ലോത്തിനെ പറ്റി പത്രോസ് പറയുന്നുണ്ട്, ലോത്ത് നീതിമാനായിരുന്നു എന്ന് പറയുന്നു. അന്നേരം ലോത്തും നീതിമാനായിരുന്നു, പക്ഷെ ദൈവിക പദ്ധതിയിൽ ലോത്തില്ലായിരുന്നു. ദൈവിക പദ്ധതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്ഷയ്ക്ക് വേണ്ടിയുള്ള പദ്ധതിയല്ല, ഈ പർപ്പസിന് വേണ്ടി. ദൈവത്തിന് അങ്ങനെ തെരഞ്ഞെടുക്കാനായിട്ട് കഴിയും. ചില പർപ്പസിന് വേണ്ടി തെരഞ്ഞെടുക്കാനായിട്ട് കഴിയും. അത് മുമ്പോട്ട് പൗലോസ് ചെയ്തിരിക്കുന്നു. അന്നേരം പറയാണ് അബ്രഹാമിനെ ദൈവം തെരഞ്ഞെടുക്കുന്നു. അബ്രഹാമിന്റെ മക്കളിൽ നിന്ന് തന്നെ ഇസ്മായിലിനെ ദൈവം തെരഞ്ഞെടുക്കുന്നില്ല ഈ പദ്ധതിക്ക് വേണ്ടിയിട്ട്. ഇസഹാക്കിനെ ദൈവം തെരഞ്ഞെടുക്കും. അതാണ് പറഞ്ഞിരിക്കുന്നത്, ഇസഹാക്കിൽ നിന്ന് ജനിക്കുന്നവരെല്ലാം നിന്റെ സന്തതിയിൽ നിന്ന് വിളിക്കപ്പെടുമെന്ന് പറയുന്നു. അന്നേരം വീണ്ടും പറയാണ്, അങ്ങനെ ഒരു ഫിസിക്കലി ജനിച്ചവരെ അല്ല ദൈവം അതിൽ നിന്നും ദൈവിക പദ്ധതിക്ക് വേണ്ടി വാഗ്ദത്ത പ്രകാരം തെരഞ്ഞെടുത്ത വ്യക്തികൾ കൂടിയാണ് ദൈവത്തിന്റെ പദ്ധതി മുമ്പോട്ട് പോകുന്നത് എന്ന് പറയുന്നത്. അതിന്റെ അർത്ഥം ജഡപ്രകാരം ജനിച്ച മക്കളല്ല ദൈവത്തിന്റെ മക്കൾ എന്ന് പറഞ്ഞാൽ ദൈവിക പദ്ധതിയിലുള്ള ദൈവത്തിന്റെ മക്കൾ. ജഡപ്രകാരം ജനിച്ച വാഗ്ദത്ത പ്രകാരം ജനിച്ച മക്കളെ അത്ര സന്തതിയുണ്ട്. അന്നേരം ഇസ്മായിൽ നിന്നും ഇസ്ഹാക്കിൽ നിന്നും, അന്നേരം ഇസ്മായിലും ഇസ്ഹാക്കും മാത്രമല്ല ദൈവത്തിന് അബ്രഹാമിന് കെത്തൂറയിൽ വേറെ മക്കളുണ്ടായിരുന്നു. ഈ മക്കളെ ആരെയും തന്നെ ദൈവം ദൈവിക പദ്ധതിക്ക് വേണ്ടിയിട്ട് ഈ ഞാൻ നേരത്തെ ഇപ്പോൾ വിശദീകരിച്ചുകൊണ്ടിരിക്കുന്ന ദൈവിക പദ്ധതിക്ക് വേണ്ടിയിട്ട് തെരഞ്ഞെടുത്തവരല്ല. അതുകൊണ്ട് തന്നെ അവരെല്ലാവരും നശിച്ചു പോയി എന്നോ നശിച്ചു പോയില്ല എന്നോ അവിടെ അർത്ഥമാക്കുന്നില്ല. ദൈവത്തിന്റെ പദ്ധതിയിൽ കെത്തൂറയുടെ മക്കളോ ഹാഗാറിന്റെ മകനോ വന്നില്ല, മറിച്ച് വാഗ്ദത്ത പ്രകാരമുള്ള ഇസ്ഹാക്ക് മാത്രമാണ്. എന്നാൽ ഇസ്ഹാക്കിൽ നിന്ന് വരുന്ന 2 മക്കൾ ഉണ്ട്. അവിടെ അടുത്ത വാക്യത്തിൽ പറയാണ്, അത്രയുമല്ല റിബേക്കയും നമ്മുടെ പിതാവായ ഇസ്ഹാക്കിന് ഏകനാനുഗ്രഹിച്ചു. എന്നാൽ ഇവിടെ വരുമ്പോഴേക്കും ഒരു ഭാര്യയിൽ നിന്ന് 2 മക്കളിലേക്ക് വരിക. ആ കാര്യം വീണ്ടും ചുരുക്കാൻ അവിടെ പറഞ്ഞിരിക്കുകയാണ്. അവിടെയാണ് നമുക്ക് ഏറ്റവും തെറ്റിദ്ധാരണ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു വാക്യം കിടക്കുന്നത്. അവിടെ പറഞ്ഞിരിക്കുകയാണ്, കുട്ടികൾ ജനിക്കുകയോ ഗുണമാകട്ടെ ദോഷമാകട്ടെ ഒന്നും പ്രവർത്തിക്കുകയോ ചെയ്യും മുമ്പേ തിരഞ്ഞെടുപ്പിൻ പ്രകാരമുള്ള ദൈവത്തിന്റെ നിർണയം പ്രവൃത്തികൾ നിമിത്തമല്ല വിളിച്ചവന്റെ ഇഷ്ടം മൂലം തന്നെ വരേണ്ടതിന് മൂത്തവനെ ഇളയവനെ സ്നേഹിക്കുമെന്ന് അവിടെ ഒരാളി ചെയ്തു. ഞാൻ യാക്കോബിനെ സ്നേഹിച്ചു, ഏശാവിനെ ദേഷിച്ചിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറയാം. അന്നേരം ഇവിടെ പൗലോസ് വിശദീകരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, കുട്ടികൾ ജനിക്കുന്നതിന് മുമ്പേ ദൈവം ഒരു വ്യക്തിയെ ദൈവത്തിന്റെ പദ്ധതിക്ക് വേണ്ടിയിട്ട് യാക്കോബിനെ തിരഞ്ഞെടുക്കുകയാണ്, ഏശാവിനെ അല്ല അവിടെ തിരഞ്ഞെടുത്തതെന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഗുണമാകട്ടെ ദോഷമാകട്ടെ അവന്റെ പ്രവൃത്തികളുടെ ഒന്നും നമ്മൾ പറഞ്ഞ് വായിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന്റെ ഈ തെരഞ്ഞെടുപ്പ് ഒന്നും തന്നെ മനുഷ്യന്റെ പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിലല്ല, ദൈവം പരമാധികാരത്തിൽ ദൈവത്തിന്റെ പദ്ധതിയിലേക്ക് വരാൻ വേണ്ടിയിട്ട് ചിലരെ തിരഞ്ഞെടുക്കും. അങ്ങനെ തിരഞ്ഞെടുത്ത വ്യക്തിയാണ് യാക്കോബ് എന്ന് പറയുന്നത്. അവിടെ പറഞ്ഞിരിക്കുകയാണ്, ആ യാക്കോബിൽ കൂടി ദൈവം ഇസ്രായേൽ എന്നുള്ള ജാതിയെ തെരഞ്ഞെടുക്കുന്നതാണ് 11, 12, 13 വാക്യങ്ങൾ കൂടി വിശദീകരിക്കും. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചേക്കണം. യാക്കോബിനെ തെരഞ്ഞെടുത്തതിൽ കൂടി യാക്കോബിൽ കൂടി ഇസ്രായേൽ എന്നുള്ള ജാതിയെ തെരഞ്ഞെടുക്കുന്നതാണ് ഈ വാക്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അന്നേരം ജനിക്കുന്നതിന് മുമ്പ് തന്നെ യാക്കോബിനെ ആ പദ്ധതിയിലേക്ക് ദൈവം തെരഞ്ഞെടുത്തു. യാക്കോബ് ആ പദ്ധതിയിലേക്ക് വരുന്നു. അതിൽ കൂടി ദൈവം ഇസ്രായേൽ എന്നുള്ള ജാതിയെ തെരഞ്ഞെടുത്തു. അന്നേരം 12-ാമത്തെ വാക്യവും 13-ാമത്തെ വാക്യവും ശരിക്കും ഇസ്രായേൽ എന്നുള്ള ജാതിയെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. ഇല്ലെങ്കിൽ ഇസ്രായേൽ എന്നുള്ള ജാതിയെ പറ്റിയും ഏദോം എന്നുള്ള ജാതിയെ പറ്റിയുമാണ് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയാണ് നമുക്കത് മനസ്സിലാക്കാനായിട്ട് കഴിയും? നമുക്ക് അതിന്റെ ബാക്ക്ഗ്രൗണ്ടിലോട്ട് തന്നെ നമുക്ക് പോകാം. ഉൽപ്പത്തി പുസ്തകം 25-ാമത്തെ, ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ ഈ വാക്യങ്ങൾ വായിക്കുമ്പോൾ അതിന്റെ ഒറിജിനലിൽ അല്ലെങ്കിൽ ആ റഫറൻസ് എവിടെയാണ് കൊടുത്തിരിക്കുന്നത് വായിച്ചെങ്കിൽ മാത്രമേ ഇത് മനസ്സിലാകൂ. ഉൽപ്പത്തി പുസ്തകം 25-ാമത്തെ അധ്യായം 25-ാമത്തെ അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യത്തിലാണ് ഈ സംഭവം വരുന്നത്. ഉൽപ്പത്തി പുസ്തകം 25-ന്റെ 23-ൽ ഇവിടെ റെബേക്ക ദൈവത്തിന്റെ ഒരു കർത്താവിന്റെ അടുത്ത് പോയി ഒരു ചോദ്യം ചോദിക്കുമ്പോൾ റെബേക്ക അടുത്ത് ദൈവം പ്രവചന രൂപത്തിൽ ഒരു കാര്യം പറയണം. അവിടെ പറഞ്ഞിരിക്കുകയാണ് 23-ാമത്തെ വാക്യം, യഹോവ അവളോട് 2 ജാതികൾ നിന്റെ ഗർഭത്തിലുണ്ട്. അന്നേരം പറയുകയാണ്, നിന്റെ ഗർഭത്തിലുള്ള 2 വ്യക്തികളല്ല, 2 ജാതികളാണ്. ദൈവം മുമ്പോട്ട്
പറയുന്നത് 2 ജാതികൾ നിന്റെ ഗർഭത്തിലുണ്ട്, 2 വംശങ്ങൾ നിന്റെ ഉദരത്തിൽ നിന്ന് തന്നെ പിരിയും, ഒരു വംശം മറ്റേ വംശത്തിലും ശക്തിപ്പെടും, മൂത്തവൻ ഇളയവനെ സേവിക്കും. എന്നിട്ട് ഈ മൂത്തവൻ ഇളയവനെ സേവിക്കും എന്നുള്ളത് ആ ജാതികളെ പറ്റി പറയുന്ന റെഫറൻസ്, അല്ലാതെ വ്യക്തികളെ പറ്റി പറയുന്നത്. പറഞ്ഞു കഴിഞ്ഞാൽ ഏശാവ് ഒരിക്കൽ പോലും യാക്കോബിനെ സേവിച്ചതായിട്ട് ബൈബിളിൽ വാക്യമേ ഇല്ല. തിരിച്ച് ശരിക്കും യാക്കോബ് ഏശാവിനെ നമസ്കരിക്കുന്നതായിട്ടും യാക്കോബ് ഏശാവിന് കീഴ്പ്പെടാൻ തയ്യാറാണെന്ന് പറയുന്നതായിട്ടും കാണുന്നുണ്ട്. വ്യക്തികളെ പറ്റിയല്ല, കാരണം ആ റെഫറൻസ് തന്നെ 2 ജാതികളെ പറ്റിയാണ്. മാത്രമല്ല പൗലോസ് പറഞ്ഞു വരുന്നത് 2 ജാതികളെ തിരഞ്ഞെടുക്കുന്നതിനെ പറ്റിയാണ് തുടക്കം മുതൽ പറഞ്ഞു വരുന്നത്. ഇസ്രായേൽ എന്നുള്ള ജാതിയെ ദൈവം എങ്ങനെ തിരഞ്ഞെടുത്തു എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഇതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, 2 ജാതികൾ നിന്റെ ഗർഭത്തിലുണ്ട്, 2 വംശങ്ങൾ നിന്റെ ഉദരത്തിൽ നിന്ന് വരും, ഒരു വംശം മറ്റേതിന് ശക്തിപ്പെടും, ആ ഒരു വംശം മറ്റേ വംശത്തെ സേവിക്കും എന്നുള്ള ദൈവത്തിന്റെ റെഫറൻസ് ആണ്. എന്നിട്ട് ഞാൻ ഒന്നാമത്തെ കാര്യം, നമ്മൾ ഈ റോമാലേഖനം വായിക്കുമ്പോൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ട 2-3 ചോദ്യങ്ങളുണ്ട് ഈ വിഷയത്തിൽ. അത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പ്രൊഫസി എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽസിനെ പറ്റിയുള്ളതാണോ നേഷൻസിനെ പറ്റിയുള്ളതാണോ എന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം. വ്യക്തിപരമായിട്ടുള്ള ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ പറഞ്ഞിരിക്കുന്നത് വ്യക്തിപരമായിട്ടുള്ള സാൽവേഷനെ പറ്റിയാണോ അതോ ഒരു കോർപ്പറേറ്റ് ഇലക്ഷനെ പറ്റിയാണോ? അതൊരു കോർപ്പറേറ്റ് ഇലക്ഷനെ പറ്റിയും ഒരു പദ്ധതിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യത്തെ അധ്യായം വായിക്കുമ്പോൾ തന്നെ ചിന്തിച്ചു. രണ്ടാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പ്രൊഫസി എന്ന് പറഞ്ഞിരിക്കുന്നത് വ്യക്തികളെ പറ്റിയുള്ളതല്ല, ആ വംശങ്ങളെ പറ്റിയുള്ള പ്രൊഫസിയാണ്. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്, ഞാൻ നേരത്തെ വായിച്ചതുപോലെ 2 ജാതികൾ 2 വംശങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്നു. മൂന്നാമത്തെ ഒരു ചോദ്യമാണ് ഇവിടെ വരുന്നത്, യാക്കോബിനെ സ്നേഹിച്ച് ഏശാവിനെ ദേഷിച്ചു എന്ന് എഴുതിയിരിക്കുന്നു. ഇവിടെ പറഞ്ഞിരിക്കുന്ന ദേഷ്യവും സ്നേഹവും എന്ന് പറയുന്നത് 2 വ്യക്തികളുടെ അടുത്തുള്ളതാണ്. യാക്കോബ് എന്ന് പറഞ്ഞ വ്യക്തിയെ ദൈവം ജനിക്കുന്നതിന് മുമ്പേ സ്നേഹിക്കുകയും ഏശാവ് എന്ന വ്യക്തിയെ ദൈവം ജനിക്കുന്നതിന് മുമ്പേ ദ്വേഷിക്കുകയും ചെയ്തു. പലർക്കും തെറ്റിദ്ധാരണ ഉണ്ടാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വാക്യം എവിടെ നിന്നാണെന്ന് പോലും പലർക്കും അറിയത്തില്ല. ഞാൻ പലയിടത്തും സംസാരിക്കുമ്പോൾ ചോദിച്ചിട്ടുണ്ട്, ഈ വാക്യം എവിടെ നിന്നാണ്? എന്നിട്ട് അവരും പറയുന്നത് ഉൽപ്പത്തിയിലെ വാക്യമാണെന്നാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഉൽപ്പത്തിയിൽ ഇങ്ങനെ വാക്യമേ ഇല്ല. ഏശാവിനെ പറ്റിയോ യാക്കോബിനെ പറ്റിയോ ജനിക്കുന്നതിന് മുമ്പോ ജനിച്ചതിന് ശേഷമോ ദൈവം ഇങ്ങനെ പറഞ്ഞിട്ടില്ല. ദൈവം ഇത് പറയുന്നത് എവിടെ? ദൈവം ഇവിടെ പറയുന്നത് മലാഖി പ്രവചനത്തിൽ. ഉൽപ്പത്തിയും മലാഖിയും തമ്മിൽ 1500 വർഷത്തെ വ്യത്യാസമുണ്ട്. ഒന്ന് തുടക്കത്തിലെ പുസ്തകം, ഒന്ന് അവസാനത്തെ പുസ്തകം. ആ ഏശാവ് മരിച്ച് 1500 വർഷങ്ങൾക്ക് ശേഷം ദൈവം പറയുന്ന ഒരു കാര്യമാണ്. ആ കോണ്ടെക്സ്റ്റ് വായിച്ചു. ഞാൻ ഈ കോണ്ടെക്സ്റ്റിലേക്ക് പോകാത്ത നിങ്ങൾക്ക് പോയി വായിക്കാവുന്നതേ ഉള്ളൂ. മലാഖി പ്രവചനം 1-ാമത്തെ അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യത്തിലാണ് ഇസ്രായേൽ എന്നുള്ള ജാതിയെ തുടർച്ചയായി എതിർത്തുകൊണ്ടിരുന്ന, നശിപ്പിക്കാൻ ശ്രമിച്ച ഏദോം എന്നുള്ള ജാതിയെ പറ്റിയുള്ള ദൈവത്തിന്റെ പ്രവചനമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്താണ്? ഞാൻ യാക്കോബിനെ സ്നേഹിച്ചു, ഏശാവിനെ ദേഷിച്ചു. അല്ല, വ്യക്തിപരമല്ല. കാരണം വ്യക്തികൾ ജീവിച്ചിരുന്നില്ല, വ്യക്തികൾ മരിച്ചുപോയി. മാത്രമല്ല യാശാവ്, ഏദോം നിന്റെ സഹോദരനാണ്, ഏദോമിനെ ദേഷിക്കരുതെന്ന് ദൈവം പലയിടത്തും പറയുന്നുണ്ട്. എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവം അബ്രഹാമിനെ ബ്ലസ് ചെയ്തിട്ട് പറയുന്നുണ്ട്, നിന്നെ ശപിക്കുന്നവർ ശപിക്കപ്പെടും, നിന്നെ അനുഗ്രഹിക്കുന്നവർ അനുഗ്രഹിക്കപ്പെടും. എന്തിനാ? ദൈവം ഇസ്രായേലിനെ എതിർത്ത ജാതികളിലുള്ള ദൈവത്തിന്റെ കോമൺ ആയിട്ടുള്ള ആ ഒരു കാര്യമാണ് ഇവിടെ യേശാവിനെ പറ്റി പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഞാൻ പറഞ്ഞതിന്റെ കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറയാണ്, ഇവിടെ 2 പറഞ്ഞ് ഈ വാക്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് ഇസ്രായേൽ എന്നുള്ള ജാതിയെ തിരഞ്ഞെടുക്കുന്നതിന്റെയും അതേപോലെ തന്നെ ഏദോം എന്നുള്ള ജാതിയെ പറ്റിയാണ്. ഇസ്രായേലിനുള്ള ജാതിയെ ദൈവം തിരഞ്ഞെടുത്തതിനെ വിശദീകരിക്കുന്ന വാക്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. മൂന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ വ്യക്തിപരമല്ല ഈ പ്രവചനങ്ങൾ എന്നുള്ളത് നമ്മൾ കണ്ടു, ജാതികളെ പറ്റിയുള്ളതാണെന്ന് കണ്ടു. ഈ ദേഷിച്ചു സ്നേഹിച്ചു എന്ന് പറയുന്നതും വ്യക്തികളെ പറ്റിയുള്ളതല്ല, വർഷങ്ങൾക്ക് ശേഷം, നൂറ്റാണ്ടുകൾക്ക് ശേഷം ജാതികളെ പറ്റി അവരുടെ പ്രവൃത്തിയുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ പറയുന്നു. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ദേഷിക്കുക സ്നേഹിക്കുക എന്നുള്ളതിന്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ പകയ്ക്കുക, ഇല്ലെങ്കിൽ പരിപൂർണമായിട്ട് അവരെ നശിപ്പിക്കാൻ വേണ്ടി ദേഷിക്കുക എന്നുള്ള അർത്ഥത്തിലല്ല. നമ്മൾ ആ വാക്ക്, ഞാൻ അതിന്റെ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. പുതിയ നിയമത്തിലൊക്കെ വായിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ കർത്താവിനെ സ്നേഹിക്കുന്നവർ അപ്പനെയും അമ്മയെയും പകയ്ക്കണം എന്ന് പറയുന്ന അതേ പദമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അന്നേരം അവിടെ പകയ്ക്കുക, യേശാവിനെ പകച്ചു എന്ന് എഴുതിയിരിക്കുന്നത്, യേശാവിനെ ദേഷിച്ചു എന്ന് എഴുതിയിരിക്കുന്നതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ദൈവിക പദ്ധതിയിൽ നിന്നും യേശാവ് മാറിപ്പോയി എന്നും ദൈവത്തിന്റെ പദ്ധതിയിലേക്ക് യേശാവിന്റെ, ഇല്ലെങ്കിൽ ഏദോമിനേക്കാൾ മുകളിൽ ഒരേ ഉദരത്തിൽ നിന്ന് വന്ന 2 വ്യക്തികൾ, ഒരു വ്യക്തിയെ ദൈവം തെരഞ്ഞെടുത്തു എന്നുള്ളതുമാണ് ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് പൗലോസ് വിശദീകരിക്കുന്നത്. ഈ കോണ്ടക്സ്റ്റിലും പഴയ നിയമ റെഫറൻസിലും അത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ വ്യക്തിപരമായിട്ട് ജനിക്കുന്നതിന് മുമ്പ് ചിലരെ ദൈവം ദേഷിക്കുന്നില്ല. ദൈവം അങ്ങനെ ദേഷിക്കുന്നുവെങ്കിൽ ദൈവം സ്നേഹമാണെന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. ബൈബിൾ അങ്ങനെ പഠിപ്പിക്കുന്നുമില്ല. ദൈവം ലോകത്തെ സ്നേഹിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് പൗലോസിനും അവരുടെ അടുത്ത് സ്നേഹമുണ്ടെന്ന് പറഞ്ഞിരിക്കുന്നത്. അതായത് ദൈവം വ്യക്തികളെ സ്നേഹിക്കുകയോ വ്യക്തികളെ ദേഷിക്കുകയോ ചെയ്യുന്നു എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നില്ല. ദൈവം ഈ ഒരു കോണ്ടെക്സ്റ്റിൽ
ഒരു ജാതിയെ മറ്റേ ജാതിയേക്കാൾ മുകളിൽ തിരഞ്ഞെടുത്തു ദൈവിക പദ്ധതിക്ക് വേണ്ടിയിട്ട്. അതാണ് പൗലോസ് ഇവിടെ വിശദീകരിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എങ്ങനെയാണ് നിങ്ങൾക്ക് ഇത് എന്തെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് സംശയങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അനുസരിച്ച് ഞാൻ പറഞ്ഞത് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വിശദീകരിച്ച് പോകുന്നില്ല. വളരെ ചുരുക്കമായിട്ടാണ് വിശദീകരിച്ച് പോകുന്നത്, കാരണം ഈ ക്ലാസ് തീർക്കേണ്ടത്. എന്നാലും സ്വാഭാവികമായിട്ടും ഇങ്ങനെ പറയുമ്പോൾ അടുത്തൊരു ചോദ്യം ചോദിക്കാനായിട്ട് സാധ്യത, ദൈവം അങ്ങനെ ഒരു ജാതിയെ വേറൊരു ജാതിയുടെ മുകളിൽ ദൈവിക പദ്ധതിക്ക് വേണ്ടിയിട്ടാണെങ്കിലും തിരഞ്ഞെടുക്കുന്നത് നീതിയാണ്. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. നീതിയാണോ, അതൊരു അനീതിയല്ലേ എന്നുള്ളൊരു ചോദ്യം അടുത്ത ചോദ്യം വരാനായിട്ട് സാധിക്കും. ആദ്യത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവത്തിന്റെ പദ്ധതി വൃഥാവായി പോയല്ലോ, ഇസ്രായേൽ തള്ളിപ്പോയെങ്കിൽ, ഇസ്രായേൽ ദൈവത്തെ തള്ളിക്കളഞ്ഞുവെങ്കിൽ ദൈവത്തിന്റെ പദ്ധതി വൃഥാവായി പോയല്ലോ എന്നുള്ള ചോദ്യമാണ് പൗലോസ് വിശദീകരിക്കുന്നത്. ഇല്ല, ദൈവത്തിന്റെ പദ്ധതി വൃഥാവായി പോയിട്ടില്ല. ദൈവം തെരഞ്ഞെടുത്ത വ്യക്തികൾ കൂടി ദൈവത്തിന്റെ പദ്ധതി മുമ്പോട്ട് തന്നെ കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കുന്നു. ഇന്നും അത് മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ അടുത്ത ഒരു കൗണ്ടർ ചോദ്യമാണ്, അത് അനീതിയല്ലേ? ദൈവത്തിന് ഒരു ജാതിയെ അങ്ങനെ തിരഞ്ഞെടുക്കാനായിട്ട് കഴിയുമോ? ബാക്കിയുള്ളവർക്ക് മുകളിൽ തിരഞ്ഞെടുക്കാനായിട്ട് കഴിയുമോ? നമ്മൾ കാര്യം മനസ്സിലാക്കണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ജാതിയെ ദൈവം തിരഞ്ഞെടുത്തത് മറ്റുള്ളവർക്ക് ബ്ലെസ്സിങ് ആയി തീരാനാണ്. ഞാനൊരു ഉദാഹരണം പറയാം. ഞാനിപ്പം എൻ്റെ വീട്ടില് 3 മക്കളുണ്ട്. എനിക്കൊരു രീതിയിൽ ഒരു കാര്യം ചെയ്യാം. എനിക്കൊരു സാധനം, ഒരു വീട്ടിലെ പിള്ളേർക്ക്, കുട്ടികൾക്ക് 3 പേർക്കും കുറച്ച് ചോക്ലേറ്റ് വാങ്ങിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞിട്ട് എനിക്ക് വേണമെങ്കിൽ 3 പേർക്കും ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അത് നീതിയാണ്, അല്ലെ? എന്നാൽ അതിൽ ഒരു വ്യക്തിക്ക് മാത്രം ആ ചോക്ലേറ്റ് കൊടുക്കുകയാണെങ്കിൽ അത് അനീതിയാണ്. എന്നാൽ ഞാനത് ഒരു വ്യക്തിക്ക് കൊടുത്തിട്ട് ബാക്കി 2 പേർക്കും ഡിവൈഡ് ചെയ്യാനായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ അത് നീതി തന്നെയാണ്, അനീതിയല്ല. അതായത് ദൈവം, നമ്മൾ ഈ ബാക്ക്ഗ്രൗണ്ട് മനസ്സിലാക്കണം. അത് മുമ്പോട്ട് പോകുമ്പോഴും പൗലോസ് വിശദീകരിക്കുന്നുണ്ട്. ദൈവം ഇസ്രായേൽ എന്നുള്ള ജാതിയെ തെരഞ്ഞെടുത്തത് അവർക്ക് മാത്രമായിട്ട് ദൈവത്തെ വെളിപ്പെടുത്താനായിട്ടോ അവർക്ക് മാത്രമായിട്ട് ദൈവത്തെങ്കിലേക്ക് വരാനായിട്ടോ അല്ല. ദൈവം അവരിൽ കൂടി ദൈവത്തിനെ കൊണ്ടുവന്ന് ലോകത്തിന്റെ ബ്ലെസ്സിങ് ആവാൻ വേണ്ടിയിട്ടാണ് അവരെ തിരഞ്ഞെടുത്തത്. അല്ലെങ്കിൽ അവരിൽ കൂടി അത് മറ്റുള്ളവരിലേക്ക് പകരാനായിട്ടാണ് ദൈവം തിരഞ്ഞെടുത്തത്. അങ്ങനെ ദൈവത്തിന് തിരഞ്ഞെടുക്കാനായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട്, ദൈവത്തിന് പരമാധികാരമുണ്ട്. ദൈവം ഇന്ത്യക്കാരെ അതിനുവേണ്ടി തിരഞ്ഞെടുത്തില്ല, ദൈവം ചൈനക്കാരെ അതിനുവേണ്ടി തിരഞ്ഞെടുത്തില്ല, ദൈവം അമേരിക്കൻസിനെ അതിനുവേണ്ടി തിരഞ്ഞെടുത്തില്ല, ദൈവം തിരഞ്ഞെടുത്ത ഇസ്രായേലിനെ തന്നെയാണ്. അത് വളരെ കൃത്യമാണ്. അതിൽ അനീതി ഉണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അനീതി ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പൗലോസ് വീണ്ടും ഈ ഒരു ചോദ്യം, ഈ അനീതി ഉണ്ടോ എന്നുള്ള ചോദ്യം 2 ഭാഗത്തു നിന്ന് വരാം. ഞാൻ പറഞ്ഞു, റോമാസഭയിൽ യഹൂദന്മാരും ജാതികളുണ്ട്. 2 പേർക്കും ഈ ചോദ്യം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഒന്ന്, യഹൂദനൊരു ചോദ്യം ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഈ യഹൂദനെയാണ് ദൈവിക പദ്ധതിയിലേക്ക് തിരഞ്ഞെടുത്തതെങ്കിൽ ജാതിയെ കൂടി അതിലേക്ക് കൊണ്ടുവരുന്നതിൽ അനീതിയല്ലേ ഉള്ളൂ. ഇല്ലെങ്കിൽ യഹൂദനിലെ ദൈവത്തെ തള്ളിക്കളഞ്ഞ്, യഹൂദനെ ദൈവം തള്ളിക്കളഞ്ഞിട്ട് ഒരു ചുരുക്കം പേരിൽ കൂടി ദൈവിക പദ്ധതി മുമ്പോട്ട് കൊണ്ടുപോയി ജാതിയെ അതിലേക്ക് കൊണ്ടുവരുന്നതിൽ, വിഗ്രഹാരാധികളായിട്ടുള്ള, ദൈവത്തെ അറിയാത്ത, ദൈവത്തെ അന്വേഷിക്കാത്ത, ദൈവത്തിന്റെ പുറകെ ഒന്നും പോകാത്ത ജാതികളെ അതിലേക്ക് കൊണ്ടുപോയതിൽ അനീതി ഉണ്ടോ എന്ന് യഹൂദന് ചോദിക്കാം. ജാതീയ വ്യക്തിക്ക് ചോദിക്കാം, ദൈവത്തിന് ഒരു ജാതിയെ മാത്രമായിട്ട് ഈ ഒരു പർപ്പസിന് വേണ്ടി തിരഞ്ഞെടുത്തതിൽ അനീതിയില്ലേ എന്ന് ചോദിക്കാം. അതിനുള്ള മറുപടിയാണ് അടുത്തതായിട്ടുള്ള ഭാഗത്തിലേക്ക്. ആദ്യത്തെ ഭാഗം ഞാൻ പറഞ്ഞത് വിശദീകരിച്ച് മനസ്സിലായി. അടുത്ത ഭാഗത്തിൽ ദൈവത്തിന്റെ ഭാഗത്ത് അനീതിയുണ്ടോ? ഒരു നാളുമില്ല എന്ന് പറഞ്ഞിട്ട് പറയാണ്, എനിക്ക് കരുണ തോന്നണം എന്നുള്ളവനോട് എനിക്ക് കരുണ തോന്നുകയും എനിക്ക് കനിവ് തോന്നണം എന്നുള്ളവനോട് കനിവ് തോന്നുകയും ചെയ്യും എന്ന് അവൻ മോശയോട് അരുളിച്ചു. ഈ 15ാമത്തെ വാക്യവും പലർക്കും ഇതിന്റെ റെഫറൻസ് അറിയത്തില്ല. ഇതിന്റെ റെഫറൻസ് എന്താണ്? പൗലോസ് ഒരു സംഭവത്തിലേക്ക് ഇവരെ കൊണ്ടുപോകാം. എന്താണ് ആ സംഭവം? ഞാൻ അതിന്റെ വാക്യങ്ങളിലേക്ക് പോകുന്നില്ല, നിങ്ങൾക്ക് വായിച്ചു കഴിഞ്ഞാൽ അറിയാം. പുറപ്പാട് പുസ്തകം അതിന്റെ 33ാമത്തെ അധ്യായം, ആക്ച്വലി അത് 31 മുതൽ 33 വരെ തുടർന്നിരിക്കുന്ന ഒരു സംഭവമാണ്. ഇസ്രായേൽ ജനം, ദൈവം തെരഞ്ഞെടുത്ത ഇസ്രായേൽ ജനം വിഗ്രഹാരാധികളായി മാറുന്നു. കാളക്കുട്ടി ആരാധിച്ച് വിഗ്രഹാരാധികളായി മാറിപ്പോകുന്നു. അന്നേരം ദൈവത്തിന്റെ ജഡ്ജ്മെന്റ് അവരുടെ മേൽ വരാനായിട്ട് പോകും. ദൈവം നീതിയോടെ അവരെ ന്യായം വിധിക്കേണ്ടതാണ്. ദൈവം നീതിയോടെ ന്യായം വിധിക്കുമെന്ന് പറഞ്ഞിട്ട് ദൈവം പറയാണ്, ഞാൻ ഇവരെ എല്ലാവരെയും നശിപ്പിക്കുമെന്ന് പറയുകയാണ്. നിങ്ങൾക്ക് പിന്നീട് പോയിട്ട് ആ റെഫറൻസുകൾ വായിച്ചു നോക്കിയാൽ മതി. നിങ്ങൾക്ക് ഞാൻ അത്ര ഡീറ്റെയിൽ ആയിട്ട് ഞാൻ സ്പൂൺ ഫീഡ് ചെയ്യുന്ന പോലെ ഞാൻ വിശദീകരിച്ചു തരാത്താണ്, വാക്യങ്ങളിലേക്ക് പോയി നിങ്ങൾക്ക് വായിക്കാവുന്നതാണ്. അന്നേരം അവിടെ മോശ എന്ത് ചെയ്യുന്നു? മോശ ഇസ്രായേൽ ജനത്തിന്റെയും ദൈവത്തിന്റെയും നടുവിൽ നിന്നിട്ട് മോശ അപേക്ഷിക്കുകയാണ്, ഈ ജനത്തോട് കരുണയുണ്ടാകും, ഈ ജനത്തെ നശിപ്പിക്കരുത് എന്ന് കരുണയ്ക്ക് വേണ്ടിയിട്ട് അപേക്ഷിക്കുക. അന്നേരം ദൈവത്തിന് നീതിയോടെ ന്യായം വിധിക്കും. ഇല്ലെങ്കിൽ നീതിയെ കവിയുന്ന കരുണ ദൈവത്തിന് കാണിക്കാനായിട്ട് കഴിയും. അന്നേരം നമ്മൾ കാര്യം മനസ്സിലാക്കണം, ഈ കരുണ എന്ന് പറയുന്നത് നീതിക്കെതിരല്ല. ഞാനത് വിശദീകരിക്കാനായിട്ട് സമയമില്ല. കർത്താവ് ഒരു എക്സാമ്പിൾ കൂടി തന്നെ പറഞ്ഞു. ദൈവം ചില ആൾക്കാരെ കൂലിക്ക് വിളിക്കുന്നതിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ചിലയിടത്ത് ദൈവം അവർക്ക് പറഞ്ഞ കൂലി കൊടുത്തു, ചിലർക്ക് അവർ അർഹിക്കാത്ത കരുണ കൊടുത്തു. അന്നേരം കരുണ എന്ന് പറയുന്നത് നീതി എക്സീഡ് ചെയ്യുന്നതാണ്, നീതിക്കെതിരല്ല. ഞാൻ പറഞ്ഞത് മനസ്സിലാക്കണം. കരുണ കാണിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരുണ കാണിക്കേണ്ട ആവശ്യമില്ല ദൈവത്തിന് ആരെടുത്തും.
ദൈവത്തിന്റെ കരുണയ്ക്ക് ചോദിച്ചാൽ പോലും കരുണ കാണിക്കേണ്ട ഒരു ആവശ്യമില്ല. ദൈവത്തിന് നീതിയോടെ എല്ലാവരെയും ന്യായീകരിക്കാനായിട്ട് കഴിയും. എന്നാൽ ദൈവത്തിന്റെ സന്നിധിയിൽ കരുണയ്ക്ക് വേണ്ടിയിട്ട് ഒരു വ്യക്തി അപേക്ഷിക്കുകയാണെങ്കിൽ ദൈവത്തിന് നീതിയെ എക്സീഡ് ചെയ്യുന്ന കരുണ അവരുടെ അടുത്ത് കാണിക്കാനായിട്ട് കഴിയും. നമുക്കറിയാം, പരീശന്റെയും ചുങ്കക്കാരന്റെ ഉപമയിൽ ചുങ്കക്കാരൻ പറയുന്നത് എന്താണ്? ദൈവമേ, പാപിയായ എന്നോട് കരുണയുണ്ടാകണമേ എന്ന് പറയുക. അന്നേരം കരുണ ഒരാൾ ചോദിക്കുമ്പോൾ, കരുണയ്ക്ക് വേണ്ടിയിട്ട് ഒരു ജാതിക്ക് വേണ്ടിയിട്ട് ഒരു വ്യക്തി അപേക്ഷിക്കുമ്പോൾ, ദൈവം ആ നീതി എക്സീഡ് ചെയ്തുകൊണ്ട് നീതിയെ ഓപ്പോസിറ്റ് അല്ലെങ്കിൽ അനീതി കാണിക്കാതെ തന്നെ കരുണ കാണിക്കുന്നതാണ്. അന്നേരം ആ വിഗ്രഹാരാധികളായി പോയ ഇസ്രായേലിന്റെ അടുത്ത് ദൈവം കരുണ കാണിച്ചു വീണ്ടും അവരെ നിലനിർത്തും. ഇത് ഇസ്രായേലിന് ഈ ചോദ്യകർത്താവിനുള്ളൊരു മറുപടിയാണ്. ദൈവം ജാതികളെയും അങ്ങനെ തന്നെ കരുണ കാണിച്ചിട്ടാണ് കൊണ്ടുവന്നത്. ദൈവം വിഗ്രഹാരാധി ഈ യഹൂദന്മാരത്ത് പറയാണ്, നിങ്ങളുടെ ഓടിയതുകൊണ്ടോ നിങ്ങൾ അധ്വാനിച്ചതുകൊണ്ടോ ഒന്നുമല്ല നിങ്ങൾ ഇപ്പോൾ ദൈവത്തിന്റെ കരുണയിൽ നിലനിൽക്കുന്നത്. ഇപ്പോൾ ദൈവത്തിന്റെ കരുണയിൽ തള്ളിക്കളയപ്പെടാത്തതായി ആദിയെ പരിപൂർണമായിട്ട് ദൈവം തള്ളിക്കളയാത്തത് ദൈവത്തിന്റെ കരുണയാണ്. അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് പഴയ നിയമത്തിൽ കാണിച്ചത്. ദൈവത്തിനെ നശിപ്പിക്കാൻ കഴിയാമായിരുന്നിട്ടും ദൈവം എക്സീഡ് ചെയ്യുന്ന കരുണ കാണിച്ചു. ഈ കരുണ തന്നെ ജാതികളുടെത്തും കാണിക്കാനായിട്ട് ദൈവത്തിന് കഴിയും എന്നുള്ളത് പൗലോസ് അവിടെ വിശദീകരിക്കണം. നമ്മൾ ഈ 11-ാമത്തെ അധ്യായത്തിന്റെ അവസാനത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അതാണ് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ 30-ാമത്തെ വാക്യം അതിന്റെ കോണ്ടക്സ്റ്റിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് എങ്കിലും പറയാണ്, തങ്ങൾക്ക് ലഭിച്ച കരുണയാൽ അവർക്ക് കരുണ ലഭിക്കേണ്ടതിന് അവരും ഇപ്പോൾ അനുസരിക്കാതിരിക്കുന്നു. ദൈവം എല്ലാവരോടും കരുണ ചെയ്യേണ്ടതിന് എല്ലാവരെയും മനസ്സിൽ അടച്ചിരിക്കുന്നു. 11-ാമത്തെ അധ്യായത്തിന് 32-ാമത്തെ വാക്യം. എന്നിട്ട് ദൈവത്തിന്റെ ജ്ഞാനത്തെ പറ്റി പറയാം. അന്നേരം ദൈവം ഇസ്രായേലിന്റെ അടുത്ത് പറയുകയാണ്, എനിക്ക് കരുണ തോന്നണം എന്ന് തോന്നിയത് കൊണ്ടാണ് നിന്റെ അടുത്ത് എനിക്ക് കരുണ തോന്നിയത്. ഇതേ കരുണ എനിക്ക് മറ്റുള്ളവരിലേക്കും അവർക്കും കാണിച്ചു കൊടുക്കാനായിട്ട് കഴിയും എന്നുള്ളതാണ്. അല്ലാതെ ജനിച്ചപ്പോഴേ നരകത്തിലേക്ക് പോയവരുടെ എനിക്ക് കരുണയൊന്നുമില്ല, ചിലരെ ജനിച്ചപ്പോഴേ സ്വർഗത്തിലേക്ക് തിരഞ്ഞെടുത്ത് അവരടുത്ത് മാത്രം എനിക്ക് കരുണയൊന്നുണ്ടോ എന്നുള്ള അർത്ഥത്തിൽ തന്നെ ഇവിടെ പറഞ്ഞു. നിങ്ങൾ ആ കോണ്ടക്സ്റ്റ് വായിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് ഇച്ഛിക്കുന്നവനാലും അല്ല ഓടുന്നവനാലും കരുണ തോന്നുന്ന ദൈവത്താൽ എത്ര സാധ്യമാണ്. അന്നേരം പൗലോസ് പറയുകയാണ്, യഹൂദന്മാരത്ത് പറയാണ്, നിങ്ങൾ ഓടിയതുകൊണ്ടോ ഇച്ഛിച്ചതുകൊണ്ടോ ഒന്നുമല്ല, നിങ്ങളും നശിച്ചു പോകാവുന്നവരായിരുന്നു. ഒരു എക്സാമ്പിൾ കൂടി കാണിക്കുകയാണ്, ദൈവത്തിന്റെ കരുണ കാരണം നിങ്ങൾ ഇപ്പോൾ നിലനിൽക്കുന്നു. ഈ കരുണ തന്നെ ജാതികളിലേക്കും എക്സ്റ്റെൻഡ് ചെയ്യാൻ എനിക്ക് കഴിയും. നിങ്ങൾക്ക് അതിനെ ചോദ്യം ചെയ്യാൻ കഴിയില്ല. അത് ദൈവത്തിന്റെ അനീതിയല്ല, ദൈവത്തിന്റെ നീതി തന്നെയാണെന്ന് പറഞ്ഞിരിക്കുക. നേരം യഹൂദനെ നിലനിർത്തുന്നതും ജാതി അതിലേക്ക് കൊണ്ടുവരുന്നതും ദൈവത്തിന്റെ നീതിയാണെന്നുള്ളത്. അടുത്തൊരു എക്സാമ്പിളിലേക്ക് ദൈവം പോകും. അതായത് ഇതൊക്കെ ഞാൻ പറഞ്ഞില്ല, ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് മനസ്സിലാക്കിയില്ലെങ്കിൽ ഒട്ടും മനസ്സിലാക്കാൻ കഴിയാത്ത കാര്യം. അടുത്തതായിട്ട് പൗലോസ് മോശയെടുത്ത് കരുണ കാണിച്ചതുപോലെ ഒരു വ്യക്തിയെടുത്ത് കാഠിന്യം കാണിക്കുന്നു എന്ന് പറയാം. അന്നേരം അതാരാണ്? അത് ഫറവോനാണ്. അന്നേരം ഇവിടെയും ഇത് ഹ്യൂമൻ എക്സാമ്പിൾസ് ആണ്, ഇസ്രായേലിനെ റെപ്രസെന്റ് ചെയ്യുന്ന എക്സാമ്പിൾസ് തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അന്നേരം ഇവിടെ അടുത്തതായിട്ട് പറഞ്ഞിരിക്കുന്നത് ഫറവോനെ പറ്റിയാണ്. അവിടെ ഫറവോനെ പറ്റി പറയുമ്പോൾ പറയാണ്, ഇതിനായിട്ട് തന്നെ ഞാൻ നിന്നെ നിർത്തിയിരിക്കുന്നത്, നിന്നിൽ എന്റെ ശക്തി കാണിക്കേണ്ടതിനും എന്റെ നാമം സർവ്വഭൂമിയിലും മഹത്വപ്പെടുത്തേണ്ടതിനും തന്നെ എന്ന് തിരുവെഴുത്തിൽ ഫറവോനോട് അരുളി ചെയ്യുന്നു. ഈ ഫറവോന്റെ കാര്യത്തിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ഫറവോനും ഇതേപോലെ തന്നെ ദൈവത്തോട് എതിർത്ത് നിന്ന വ്യക്തിയാണ്. പക്ഷേ ദൈവം ഫറവോന്റെ അടുത്ത്, നമ്മളത് ഡീറ്റെയിൽ ആയിട്ട് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. ആ സംഭവങ്ങളിലേക്ക് ഞാൻ വീണ്ടും പോകുന്നില്ല, വിശദീകരിക്കേണ്ട അധ്യായങ്ങളായതുകൊണ്ട്. ദൈവം ഫറവോന്റെ അടുത്ത് ദീർഘക്ഷമയാണ് കാണിക്കുന്നത്. ദൈവം കരുണയല്ല അവിടെ കാണിക്കുന്നത്, ദൈവം ദീർഘക്ഷമയാണ് കാണിക്കുന്നത്. നമ്മൾ താഴേക്ക് വരുമ്പോൾ പറയുന്നുണ്ട്, ദൈവം ദീർഘക്ഷമയോടെ ആ ക്രോധപാത്രങ്ങളെ സഹിച്ചു എന്ന് പറയുന്നതുമായിട്ട് ബന്ധപ്പെട്ടു. എന്താണ് ദൈവം ഫറവോന്റെ ദീർഘക്ഷമ കാണിച്ചത്? ഫറവോൻ 7 പ്രാവശ്യം, നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ 7 പ്രാവശ്യം ദൈവത്തിനെതിരെ തന്റെ ഹൃദയം കഠിനമാക്കി ഫറവോന്റെ കാര്യം വായിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, അവിടെ പറയുന്ന 3 പദങ്ങളുണ്ട്. ഒന്ന്, ഫറവോൻ തന്റെ ഹൃദയത്തെ കഠിനമാക്കി. 2, ഫറവോന്റെ ഹൃദയം കഠിനമായി. 3-ാമത്തെ പ്രാവശ്യം ദൈവം ഫറവോന്റെ ഹൃദയത്തെ കഠിനപ്പെടുത്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ, വാക്യങ്ങളിലേക്ക് ഞാൻ പോകാതെ നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. ദൈവം ഫറവോന്റെ അടുത്ത് ദീർഘക്ഷമ കാണിക്കുകയാണ്, ഫറവോൻ മാനസാന്തരപ്പെടാനായിട്ട്, അല്ലെങ്കിൽ ദൈവത്തിന്റെ അടുത്തിലേക്ക് മടങ്ങി വരാനായിട്ട്, മാനസാന്തരപ്പെടാനായിട്ട് ദൈവം അവസരങ്ങൾ നീട്ടി കൊടുക്കും തോറും ഫറവോൻ തന്റെ ഹൃദയത്തെ കഠിനപ്പെടുത്തും. അങ്ങനെ ഫറവോൻ ഹൃദയം കഠിനപ്പെടുത്തുമ്പോൾ ദൈവം അതിന്റെ പ്രതികരണമായിട്ട് ഫറവോന്റെ ഹൃദയത്തെ കഠിനപ്പെടുത്തുകയും, അങ്ങനെ ഫറവോന്റെ ഹൃദയത്തെ കഠിനപ്പെടുത്തിക്കൊണ്ട് ദൈവം ഇസ്രായേൽ ജനതയെ അവിടെ ഒന്ന് വിടുവിക്കുകയും ചെയ്തു. ഈ ഫറവോനെ ഇസ്രായേലിന്റെ റെപ്രസെന്റേറ്റീവായിട്ട് ഇവിടെ കാണിച്ചിട്ട് പൗലോസ് പറയാണ്, ദൈവത്തോട് കരുണ ചോദിച്ച ഇസ്രായേൽ ജനത്തോട് ദൈവം കരുണ കാണിച്ച പോലെ തന്നെ ദൈവത്തോട് ഹൃദയം കഠിനപ്പെടുത്തിയ ഇസ്രായേൽ ജനത്തിനെ
ദൈവം ഹൃദയ കാഠിന്യത്തിനായിട്ട് വിട്ടുകൊടുത്തു. ഈ രണ്ട് കാര്യങ്ങളിൽ കൂടി ദൈവത്തിന്റെ പദ്ധതി ദൈവം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതാണ് 18ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ തനിക്ക് മനസ്സുള്ളവനോട് അവൻ കരുണ കാണിക്കുന്നു, തനിക്ക് മനസ്സുള്ളവനെ അവൻ കഠിനമാക്കുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തോടുള്ള റെസ്പോൺസുമായിട്ട് ബന്ധപ്പെട്ട് ദൈവത്തിന് ഒരു വ്യക്തിയെടുത്ത് കാരുണ്യം കാണിക്കാം, ദൈവത്തിന് ഒരു വ്യക്തിയെ കഠിനമാക്കാം. ദൈവം ഏകപക്ഷീയമായിട്ട് കഠിനപ്പെടുത്തി എന്നല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിന്റെ അടുത്ത് ഫറവോൻ ഒരിക്കൽ പോലും കരുണയ്ക്ക് വേണ്ടിയിട്ട് അപേക്ഷിച്ചിട്ടില്ല. ദൈവം ഒരിക്കൽ പോലും ഫറവോൻ മാനസാന്തരപ്പെട്ട് ദൈവത്തിന്റെ മടങ്ങി വരുന്നില്ല. ദൈവം ഫറവോൻ ഹൃദയം കഠിനപ്പെടുത്തി കണ്ണെ മുമ്പോട്ട് പോകുമ്പോൾ ദൈവം ആ കഠിനപ്പെടുത്തലിന് വിട്ടുകൊടുക്കും. നമ്മൾ പഴയ നിയമവും പുതിയ നിയമവും വായിച്ചു കഴിഞ്ഞാൽ ദൈവം ഇങ്ങനെ തന്നെയാണ് എല്ലായ്പ്പോഴും ഇടപെടുന്നത് നമുക്ക് മനസ്സിലാകാനായിട്ട് കഴിയും. ദൈവത്തിന്റെ വചനത്തോട് നമ്മൾ റെസ്പോണ്ട് ചെയ്യുമ്പോഴാണ് നമ്മുടെ അടുത്ത് റെസ്പോണ്ട് ചെയ്യുന്നത്. നമ്മൾ എബ്രായ ലേഖനത്തിലേക്ക് വരുമ്പോൾ പറയുന്നുണ്ട്, ഇന്ന് നിങ്ങൾ ദൈവത്തിന്റെ വചനം കേൾക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തെ കഠിനപ്പെടുത്തരുത്. വാണിംഗ് ആണ്, ഫറവോന്റെ വാണിംഗ് ആയിട്ട് വെച്ചിരിക്കുകയാണ്. അന്നേരം ദൈവം ഫറവോന്റെ ഹൃദയത്തെ കഠിനപ്പെടുത്തുന്നതും അനീതിയല്ല. ദൈവം ആത്യന്തികമായിട്ട് ദൈവം ജനിച്ചപ്പോൾ തന്നെ ആ വ്യക്തിയെ കഠിനപ്പെടുത്തല്ല. ഇതിനെ എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു ജുഡീഷ്യൽ ഹാർഡനിങ് എന്നാണ് ഇതിനെ പറയുന്നത്. എന്ന് പറഞ്ഞാൽ ദൈവത്തോട് എതിർക്കുന്ന ഒരു വ്യക്തി ഓട്ടോമാറ്റിക്കലി ഹൃദയം കഠിനപ്പെട്ടു പോവാണ്. പക്ഷെ എന്ത് ചെയ്യുന്നു? ദൈവം ഇങ്ങനെ കഠിനപ്പെടുത്തുന്നതിൽ കൂടി തന്നെയും ദൈവത്തിന്റെ പദ്ധതി ഫുൾഫിൽ ആകുന്നു. അതായത് ഇസ്രായേൽ ദൈവത്തിനെതിരെ ഹൃദയം കഠിനപ്പെടുത്തിയപ്പോൾ നമ്മൾ താഴേക്ക് വായിക്കുമ്പോൾ പറയുന്നുണ്ട്, ഇസ്രായേലിന്റെ ഹൃദയം കഠിനപ്പെട്ടിരിക്കുന്നു. എന്നാൽ ആ ഹൃദയ കാഠിന്യത്തിൽ നിൽക്കുമ്പോൾ തന്നെ ദൈവം ഇസ്രായേലിലെ ചില വ്യക്തികൾ കൂടി ദൈവം ജാതികളെ തിരഞ്ഞെടുക്കുകയും ജാതികളിലേക്ക് ദൈവത്തിന്റെ പദ്ധതി കൊണ്ടുപോവുകയും ചെയ്യുന്നതാണ് പൗലോസ് ഇവിടെ വിശദീകരിക്കുന്നത്. അന്നേരം പൗലോസ് ഫറവോന്റെ ഹൃദയം ദൈവം ഫറവോന്റെ ഹൃദയം കഠിനപ്പെടുത്തിയത് ഇസ്രായേൽ ദൈവത്തോട് മറുതലിച്ചപ്പോൾ ഇസ്രായേലിനെ ദൈവം കാഠിന്യപ്പെടുത്തിയതിന്റെ റെപ്രസെന്റേഷനാണ്. നീതിപൂർവം തന്നെയാണ് ദൈവം അത് ചെയ്യുന്നത്. അന്നേരം ഇത് പറയുമ്പോഴാണ് മൂന്നാമത്തെ ഒരു ചോദ്യം വരുന്നത്. അന്നേരം നിങ്ങൾ ഈ ചോദ്യത്തിന്റെ പുറകുള്ള ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും. മൂന്നാമത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ പദ്ധതിയാണല്ലോ ഈ ദൈവം കരുണ കാണിക്കുന്നതിൽ കൂടിയും കാഠിന്യം കാണിക്കുന്നതിൽ കൂടിയും ദൈവത്തിന്റെ ആത്യന്തികമായിട്ടുള്ള പദ്ധതിയിലേക്ക് ദൈവം കൊണ്ടുപോവുകയാണ്. ദൈവം മനുഷ്യൻ എങ്ങനെ പ്രവർത്തിച്ചാലും ദൈവം അവരിൽ കൂടി തന്നെ ദൈവത്തിന്റെ പദ്ധതി ഫുൾഫിൽ ചെയ്യും. അതായത് ഹൃദയം കഠിനപ്പെട്ട ഫറവോനെ കഠിനപ്പെടുത്തിക്കൊണ്ട് ഇസ്രായേലിനെ ആ പെസഹ നാളിൽ വിടുവിച്ചതുപോലെ യേശുക്രിസ്തു ഹൃദയം കഠിനപ്പെടുത്തിയ ഇസ്രായേലിനെ കഠിനപ്പെടാൻ വിട്ടുകൊണ്ട് ആ ജാതികളെ ദൈവം രക്ഷിച്ചു, അല്ലെങ്കിൽ ജാതികളെ ദൈവിക പദ്ധതിയിലേക്ക് കൊണ്ടുവന്നു എന്നത് പൗലോസ് വിശദീകരിക്കുമ്പോൾ ഒരു വ്യക്തി ചോദിക്കുകയാണ്, അങ്ങനെയാണെങ്കിൽ പിന്നെ അവൻ കുറ്റം പറയുന്നത് എന്ത്? ആരവന്റെ ഇഷ്ടത്തോട് എതിർത്ത് നിൽക്കുന്നു എന്ന് നീ ചോദിക്കുക. അന്നേരം ഒരു വ്യക്തി ചോദിക്കുകയാണ്, അങ്ങനെയാണെങ്കിൽ പിന്നെ എന്താണ്? എങ്ങനെയായാലും ദൈവത്തിന്റെ പദ്ധതി നിവർത്തിക്കപ്പെടുന്നുണ്ട്. ഞാൻ ഹൃദയം കഠിനപ്പെടുത്തിയാലും ദൈവത്തിന്റെ പദ്ധതി നിവർത്തിക്കപ്പെടും. ഞാൻ കരുണ എടുത്ത് കാണിച്ചാലും ആത്യന്തികമായിട്ട് ദൈവത്തിന്റെ പദ്ധതി ദൈവം ഇതിൽ കൂടി നിവർത്തിക്കുന്നു എന്ന് ഒരു വ്യക്തി ആർഗ്യൂ ചെയ്യുകയാണെങ്കിൽ അവന്റെ അടുത്ത് ദൈവത്തിന്റെ മറുപടിയാണ് അടച്ചാട്ടുക. അന്നേരം വീണ്ടും പൗലോസ് ഇതൊരു വേറൊരു സംഭവത്തിലേക്ക് കൊണ്ടുപോകാണ്. യെരമ്യാ പ്രവചനത്തിലേക്ക് പോവാണ്. അന്നേരം പൗലോസ് ആദ്യം ഇവരുടെ ഒരു മറുചോദ്യം ചോദിക്കുകയാണ്. ഈ ചോദ്യം ചോദിക്കുന്ന വ്യക്തിയെടുത്ത് ഒരു മറുചോദ്യം ആദ്യം ചോദിക്കുക. അത് എല്ലാവർക്കും മനസ്സിലാകേണ്ട ഒരു മറുചോദ്യമാണ്, മനസ്സിലാകേണ്ട ഒരു കാര്യമാണ്. അവിടെ പറയുന്നത്, അയ്യോ മനുഷ്യ, ദൈവത്തോട് പ്രത്യുത്തരം പറയുന്ന നീ ആര്? മെനഞ്ഞിരിക്കുന്നത് മെനഞ്ഞവനോട് നീ എന്നെ ഇങ്ങനെ ചമച്ചത് എന്ത് എന്ന് ചോദിക്കുമോ എന്ന് ചോദിക്കാം. അന്നേരം ഒന്നാമത്തെ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദൈവം മെനയുന്നവനും മനുഷ്യൻ മെനയപ്പെടുന്നവനും, അല്ലെങ്കിൽ ദൈവം കുശവനും മനുഷ്യർ കളിമണ്ണും. അന്നേരം ദൈവത്തിന് എങ്ങനെ വേണമെങ്കിലും ഒരു മനുഷ്യന്റെ മേൽ പ്രവർത്തിക്കാനായിട്ടുള്ള അധികാരം ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ദൈവത്തിന് ഒരു മനുഷ്യനെ ഏത് രീതിയിലും ഉപയോഗിക്കാനായിട്ടുള്ള അധികാരമുണ്ട്. അങ്ങനെയുള്ള ഒരു അധികാരമുള്ള വ്യക്തിയാണ് ദൈവം. ദൈവത്തിന് ആ പരമാധികാരം ഉണ്ട്. ഇതാണ് പൗലോസ് ആദ്യം പറയാനായിട്ട് ശ്രമിക്കുന്നത്. കുശവന്റെ അടുത്ത് കളിമണ്ണിന് ചോദിക്കാനായിട്ടുള്ള അധികാരം ഇല്ലാത്തതുപോലെ, അല്ലെ അങ്ങനെ ചോദിക്കാൻ കഴിയാത്തതുപോലെ, ഒരു പിണ്ടത്തിൽ നിന്നും ഒരു പാത്രത്തെ മാനത്തിനും ഒരു പാത്രത്തെ അപമാനത്തിനും ഉണ്ടാക്കാനായിട്ട് ദൈവത്തിന് അധികാരം. ഈ അപമാനം എന്നുള്ള വാക്ക് കറക്റ്റ് ട്രാൻസ്ലേഷൻ അല്ല, ഇംഗ്ലീഷ് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. ഓർ ഡസ് നോട്ട് ദ പോട്ടർ ഹാവ് ദ റൈറ്റ് ഓവർ ദ ക്ലേ ടു മേക്ക് ദ സെയിം ലംപ് ഓഫ് വൺ വെസൽ ഫോർ ഹോണറബിൾ യൂസ് ആൻഡ് അനദർ ഫോർ കോമൺ യൂസ്. രണ്ട് വാക്കാണ്. കോമൺ യൂസ് എന്നുള്ളതാണ് ഈ ഹീനകാര്യം എന്നുള്ളത് മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്തത്. അന്നേരം ഒരേ പിണ്ടത്തിൽ നിന്നും രണ്ട് രീതിയിൽ പാത്രങ്ങൾ ഉണ്ടാക്കാൻ, ഒന്ന് മാനപാത്രമായിട്ടും ഒന്ന് കോമൺ യൂസ് ആയിട്ടും, ഹോണറബിൾ യൂസിനായിട്ടും കോമൺ യൂസിനായിട്ടും ഉണ്ടാക്കാൻ ഒരു കുശവന് അധികാരമില്ലേ? തീർച്ചയായിട്ടും ആ അധികാരം അങ്ങനെ ദൈവത്തിന് ചെയ്യാനായിട്ട് കഴിയും. ഇതാദ്യം മനസ്സിലാക്കാം. എന്നാൽ രണ്ടാമത്തെ ഭാഗം നമുക്ക്
വളരെയധികം തെറ്റിദ്ധരിക്കപ്പെട്ട അനേകം വാക്യങ്ങളെ പോലെ ഒരു വാക്യം. ഇത് യെരമ്യാ പ്രവചനത്തിലേക്കാണ് പൗലോസ് വിരൽ ചൂണ്ടുന്നത്. നമ്മൾ ആ യെരമ്യാ പ്രവചനം അതിന്റെ 18-ാമത്തെ അധ്യായം ആണെന്ന് തോന്നുന്നു. യെരമ്യാ പ്രവചനം 18-ന്റെ 6-ാമത്തെ വാക്യം. അതിലേക്ക് നമുക്ക് ആ വാക്യം ഒന്ന് വേണമെങ്കിൽ എടുത്തുനിന്ന് വായിക്കാം. അത് വളരെ പ്രാധാന്യമുള്ള വാക്യമായതുകൊണ്ട് നമുക്ക് ആ വാക്യത്തിലേക്ക് ഒന്ന് പോകാം. യെരമ്യാ പ്രവചനം 18-ാമത്തെ അധ്യായത്തിൽ ദൈവം ഒരു കുശവന്റെ അടുക്കലേക്ക് ചെല്ലാനായിട്ട് യെരമ്യാവിനെ പറയുന്നു. അന്നേരം ഇത് ഈ ഇസ്രായേൽ ജാതിയെ പറ്റി തന്നെ പറയുന്നതാണ്. എവിടെ പറഞ്ഞിരിക്കുകയാണ്? യഹോവയുടെ അരുളപ്പാട് എന്തെന്നാൽ 6-ാമത്തെ വാക്യം, ഇസ്രായേൽ ജനമേ, അന്നേരം അവിടെ പറഞ്ഞിരിക്കുകയാണ് കുശവന്റെ കയ്യിൽ ചെന്നപ്പോൾ അവൻ ചക്രത്തിന് മേൽ വേല ചെയ്തുകൊണ്ടിരുന്നു. അവൻ കളിമണ്ണ് കൊണ്ട് ഉണ്ടാക്കിയ പാത്രം അവന്റെ കയ്യിൽ ചീത്തയായിപ്പോയി. എന്നാൽ കുശവൻ അവന് തോന്നിയതുപോലെ മറ്റൊരു പാത്രമായി ഇരിക്കുന്നു. യഹോവയുടെ അരുളപ്പാട് നിൽക്കുന്നുണ്ടെന്നാൽ ഇസ്രായേൽ ഗൃഹമേ, ഈ കുശവൻ ചെയ്തതുപോലെ എനിക്ക് നിന്നോട് ചെയ്യുവാൻ കഴിയുകയില്ലയോ എന്ന് യഹോവയുടെ അരുളപ്പാട്. ഇസ്രായേൽ ഗൃഹമേ, കളിമണ്ണ് കുശവന്റെ കയ്യിൽ ഇരിക്കുന്നത് പോലെ നിങ്ങൾ എന്റെ കയ്യിൽ ഇരിക്കുന്നു. ഞാനൊരു ജാതിയെക്കുറിച്ചോ ഒരു രാജ്യത്തെക്കുറിച്ചോ അതിനെ പറിച്ച് ഇടിച്ച് നശിപ്പിക്കുമെന്ന് അരുളി ചെയ്തിട്ട് അങ്ങനെ അരുളി ചെയ്ത ജാതി തന്റെ ദുഷ്ടത വിട്ട് തിരിയുന്നുവെങ്കിൽ അതിനോട് ചെയ്യുവാൻ താൻ നിരൂപിച്ച ദോഷത്തെക്കുറിച്ച് അനുതപിക്കും. അന്നേരം പൗലോസ് ഇവിടെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇസ്രായേൽ ജാതി ദൈവത്തിന്റെ കയ്യിൽ ഒരു കളിമണ്ണ് പോലെയാണ്. ഒരു കളിമണ്ണിനെ കുശവന് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാനായിട്ട് കളിമണ്ണിന് കഴിയും. എന്നാൽ ദൈവം എന്താണ് ചെയ്യുന്നത്? ദൈവം ചെയ്യുന്നത് ഈ കളിമണ്ണിൽ കൂടി പ്രവർത്തിക്കുന്നു. ദൈവത്തോട് റെസ്പോണ്ട് ചെയ്യുന്ന വ്യക്തികളെ ദൈവത്തിന്റെ മാനപാത്രമായിട്ടും, ദൈവത്തോട് റിബല് ചെയ്യുന്ന വ്യക്തികളെ ദൈവത്തിന് കഠിനപ്പെടുത്തി ദൈവത്തിന്റെ കോമൺ യൂസിനായിട്ടും ഉപയോഗിക്കാനായിട്ട് കഴിയും. അന്നേരം ഇവിടെയും ഒരു മനുഷ്യന്റെ റെസ്പോൺസ് അനുസരിച്ചിട്ടാണ് ദൈവം മെനയുന്നത്. അന്നേരം ദൈവം ചിലരെ നേരത്തെ തന്നെ ക്രോധപാത്രമായിട്ടും ദൈവം നേരത്തെ തന്നെ കരുണാപാത്രമായിട്ടും സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നു എന്നല്ല. ദൈവത്തിന്റെ ആത്യന്തികമായിട്ടുള്ള പദ്ധതി, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രീ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത്, കുശവന്റെ പ്രീ ഡെസ്റ്റിനേഷൻ ഈ കളിമണ്ണിനെ മൊത്തം ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം ഉണ്ടാക്കാൻ പറ്റും. അതാണ് പൗലോസ് യെരമ്യാ പ്രവചനത്തിൽ നിന്ന് എടുത്തു കൂട്ടിയത്. യെരമ്യാ പ്രവചനം വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. ദൈവത്തിന്റെ പദ്ധതി ഇതായിരുന്നു. ഇസ്രായേൽ ജനമേ, നിങ്ങളെ കുറിച്ചുള്ള പദ്ധതി ഇതായിരുന്നു. എന്നാൽ നിങ്ങൾ എന്റെ കയ്യിൽ ഇണങ്ങിയ പാത്രമായി മാറിയില്ല. ഇത് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പൗലോസ് വീണ്ടും വിശദീകരിക്കുന്നുണ്ട്. തിമോത്തിയോസിന്റെ ലേഖനം 2 തിമോത്തിയോസ് അതിന്റെ 2-ാമത്തെ അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യം. അവിടെ പറഞ്ഞിരിക്കുകയാണ്, എന്നാൽ ഒരു വലിയ വീട്ടിൽ പൊന്നും വെള്ളിയും കൊണ്ടുള്ള സാമാനങ്ങളുണ്ട്, മരവും മണ്ണും കൊണ്ടുള്ളവയുമുണ്ട്. ചിലത് മാന്യകാര്യത്തിനും ചിലത് ഹീനകാര്യം. ഇവിടെയും ഹീനകാര്യം എന്ന് പറഞ്ഞിരിക്കുന്നത് കോമൺ യൂസ് എന്നാണ് മലയാളത്തിൽ ഇംഗ്ലീഷ് വായിച്ചു കഴിഞ്ഞാൽ. Therefore, അവിടെ പറഞ്ഞിരിക്കുകയാണ്, now in a large house there are not only gold and silver vessels but are vessels of wood and earthenware and some honor and some for common use. ഒന്ന് നല്ല വേലയ്ക്ക് വേണ്ടി ഇതൊന്ന് ഓണർ ഡിസോണർ എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല, എന്ന് പറഞ്ഞാൽ ചിലതിന് വേണ്ടി. എങ്ങനെയാണ് ഉണ്ടാവുന്നത്? അവിടെ പറഞ്ഞിരിക്കുകയാണ്, അവിടെ വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും, അതിനോട് റെസ്പോണ്ട് ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് ഇരിക്കുന്നത്. അവിടെ പറഞ്ഞിരിക്കുന്നത്, ഇവയെ വിട്ടകന്ന് 20-ാമത്തെ, ഇവയെ വിട്ടകന്ന് തന്നെത്താൻ വെടിപ്പാക്കുന്നവൻ വിശുദ്ധനും ഉദ്യോഗസ്ഥനും ഉപയോഗമായി നല്ല വേലയ്ക്കൊക്കെയും ഒരുങ്ങിയിരിക്കുന്ന മാനപാത്രമായി. അന്നേരം ദൈവം ഇവിടെയും പറയുന്നത്, ദൈവം എന്താണ് പറഞ്ഞിരിക്കുന്നത്? ദൈവം ചിലരെ ജനിക്കുന്നതിന് മുമ്പേ ക്രോധപാത്രമായിട്ടും കരുണാപാത്രമായിട്ടും സൃഷ്ടിക്കുന്നതല്ല. ദൈവത്തിന്റെ പ്രവൃത്തിയോടുള്ള പ്രതികരണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ദൈവം ചിലരെ ക്രോധപാത്രമായിട്ടും ചിലരെ പാനപാത്രമായിട്ടും. അത് നമുക്കിത് മലയാളത്തിൽ വായിച്ചു കഴിഞ്ഞാൽ അത് അത്ര ക്ലിയർ ആവത്തില്ല. അടുത്ത വാക്യം ആണ് നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കും. എന്ന് പറഞ്ഞാൽ ഈ മലയാളത്തിലെ ചില ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞാൽ വായിച്ചു കഴിഞ്ഞാൽ ഒരാൾക്ക് മനസ്സിലാകുന്നത് പോലെ അല്ല എഴുതി വെക്കുന്നത്. എന്നാൽ ഇവിടെ 9:12 ഇങ്ങനെയാണ്, 9:22 ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, എന്നാൽ ദൈവം തന്റെ കോപം കാണിക്കുവാനും ശക്തി വെളിപ്പെടുത്തുവാനും യഹൂദന്മാരിൽ നിന്നും മാത്രമല്ല ജാതികളിൽ നിന്നും വിളിച്ച് തേജസ്സിനായി മുന്നൊരുക്കിയ കരുണാപാത്രങ്ങളായ നമ്മൾ തന്റെ തേജസ്സിന്റെ ധനം വെളിപ്പെടുത്തുവാനും ഇച്ഛിച്ചിട്ട് നാശയോഗ്യമായ കൗപാത്രങ്ങളെ വളരെ ദീർഘക്ഷമയോടെ സഹിച്ചുവെങ്കിൽ എന്ത് എന്ന് നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ്ലി വായിച്ചു കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാവും. പലയിടത്തും ഇങ്ങനത്തെ ഒരു വളരെ മനസ്സിലാകാത്ത രീതിയിലുള്ള ട്രാൻസ്ലേഷൻ. ഞാനതിന് ഒരു മലയാളത്തിലെ ഒരു ലളിതമായിട്ടുള്ള ട്രാൻസ്ലേഷൻ വായിക്കാം. BSA ട്രാൻസ്ലേഷൻ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. 9:22 ഇങ്ങനെയാണ്, ദൈവം തന്റെ കോപം പ്രകടമാക്കുവാനും ശക്തി വെളിപ്പെടുത്തുവാനും ദൈവം ആഗ്രഹിച്ചു എങ്കിലും, എന്നാലും ദൈവം പറയാണ്, ദൈവത്തോട് ഹൃദയം കഠിനമാക്കിയ ഫറവോനെ അടുത്ത് ദൈവം ദീർഘക്ഷമ കാണിച്ചതുപോലെ ദൈവത്തോട് ഹൃദയം കഠിനമാക്കി
തന്നെത്താൻ ക്രോധപാത്രങ്ങളായി തീർന്നു. ദൈവം ക്രോധപാത്രങ്ങളായിട്ട് അവരെ സൃഷ്ടിച്ചു എന്ന് അവിടെ എഴുതിയിട്ടില്ല. തന്നെത്താൻ ദൈവത്തോടുള്ള റെസ്പോൺസിൽ ഹൃദയം കഠിനപ്പെടുത്തി ക്രോധപാത്രമായ അവരുടെ മേൽ തന്റെ കോപം പ്രകടിക്കാനും ശക്തി വെളിപ്പെടുത്തുവാനും ദൈവം ആഗ്രഹിച്ചു എങ്കിലും നാശയോഗ്യമായി തീർന്ന, എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ പ്രതികരണത്തിൽ കൂടി നാശയോഗ്യമായി തീർന്ന കോപപാത്രങ്ങളോട് അവൻ നിരന്തരം ക്ഷമയുള്ളവനായി തീർന്നു. ദൈവം ദീർഘക്ഷമയുള്ള. എന്നാൽ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം, ദൈവം ചിലരെ ക്രോധപാത്രമായി ഉണ്ടാക്കി അവരെ നശിപ്പിക്കാനായിട്ട് ഉണ്ടാക്കി എന്നല്ല പറഞ്ഞിരിക്കുന്നത്. ദൈവത്തോടുള്ള പ്രതികരണത്തിൽ ക്രോധപാത്രമായി തീർന്ന ജനതയോട് ദൈവം ദീർഘക്ഷമ കാണിച്ചു വന്നു. ദൈവം ചിലരെ ക്രോധപാത്രമായിട്ട് സൃഷ്ടിച്ചെങ്കിൽ പിന്നെ ദീർഘക്ഷമയുടെ ആവശ്യം പോലും ഇല്ല, അല്ലെ? എന്തിനാണ് അവർ ദീർഘക്ഷമ? ദൈവം ദീർഘക്ഷമ കാണിക്കുന്നത് അവർ മാനസാന്തരപ്പെടണം. റോമാലേഖനത്തിന് മുമ്പ് തന്നെ പറയുന്നു, പൗലോസ് 2-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്, ദൈവത്തിന്റെ ദീർഘക്ഷമ നിന്നെ മാനസാന്തരത്തിലേക്ക് നയിക്കുന്നു, നീ അറിയുന്നില്ല. ദൈവത്തോട് റിബൽ ചെയ്യുന്ന, ദൈവത്തോട് എതിർക്കുന്ന യഹൂദനടുത്താണ് ആ ചോദ്യം ചോദിക്കുന്നത്. റോമാലേഖനം 2-ാമത്തെ അധ്യായത്തിൽ യഹൂദനടുത്ത് പറയുമ്പോൾ പറയുന്നതാണ്, ദൈവത്തിന്റെ ദയ നിന്നെ മാനസാന്തരത്തിലേക്ക് നയിക്കുന്നു എന്നറിയാതെ നീ അവന്റെ ദയ, ക്ഷമ, ദീർഘശാന്തി എന്നിവയുടെ ഐശ്വര്യം നിരസിക്കുന്നു. എന്നാൽ നിന്റെ കാഠിന്യത്താലും അനുതാപമില്ലാത്ത ഹൃദയത്താലും നീ ദൈവത്തിന്റെ നീതിയുള്ള വിധി വെളിപ്പെടുത്തും കോപ ദിവസത്തേക്ക് നിനക്ക് തന്നെ കോപം ചെലുത്തിച്ചു വയ്ക്കുന്നു. അന്നേരം മനുഷ്യന്റെ ദൈവത്തോടുള്ള, പ്രത്യേകിച്ച് ഇസ്രായേലിന്റെ ദൈവത്തോടുള്ള ഹൃദയ കാഠിന്യത്തെയാണ് ഇവിടെ കാണിക്കുന്നത്. ആ ഹൃദയ കാഠിന്യം മുമ്പോട്ട് പോകുമ്പോൾ ദൈവം ദീർഘക്ഷമയുള്ളവനാണ്. ദൈവം അവനെ നശിപ്പിക്കാതെ നീണ്ടു പോകുന്നെങ്കിൽ ദൈവം അവർ വീണ്ടും അങ്ങോട്ട് മുമ്പോട്ട് പോകുകയാണെങ്കിൽ ദൈവം അവരുടെ ഹൃദയത്തെ കഠിനപ്പെടുത്തിക്കൊണ്ട് ദൈവം ആ പദ്ധതിയിലേക്ക് കരുണാപാത്രങ്ങളായിട്ട് നമ്മളെ യഹൂദന്മാരിൽ നിന്നും ജാതികളിൽ നിന്നും ചെല്ലെത്തണം. അന്നേരം ദൈവത്തിന്റെ ആത്യന്തികമായിട്ടുള്ള ഉദ്ദേശം ചിലരെ ക്രോധപാത്രമായിട്ടാക്കുക എന്നുള്ളതല്ല. ദൈവത്തിന്റെ ആത്യന്തികമായിട്ടുള്ള ഉദ്ദേശം, ദൈവത്തിന്റെ പ്രീഡെസ്റ്റിനേഷൻ എന്നുള്ള വാക്ക് ഉപയോഗിക്കാമെങ്കിൽ ഇവരെ എല്ലാവരെയും ദൈവത്തിന്റെ പദ്ധതിയിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചു. എന്നാൽ ആ പിണ്ടത്തിൽ തന്നെ ചിലര് ദൈവത്തോട് എതിർത്തു, ദൈവത്തിന്റെ ക്രോധത്തിന്റെ പാത്രമായിട്ട് അവർ തന്നെ മാറി. ദൈവത്തെ ദീർഘക്ഷമ കാണിച്ചുകൊണ്ടേയിരുന്നു. ബാക്കിയുള്ളവർ അങ്ങനെ ദീർഘക്ഷമ കാണിച്ചുകൊണ്ടിരുന്നിട്ടും അവർ മാനസാന്തരപ്പെടുമ്പോൾ ദൈവം അവരെ കാഠിന്യത്തിലേക്ക് തന്നെ വിട്ടുകൊടുത്തുകൊണ്ട് ദൈവം മാനപാത്രങ്ങളായിട്ട് ജാതികളിൽ നിന്നും യഹൂദന്മാരിൽ നിന്നും നമ്മളെ തെരഞ്ഞെടുത്തു. അത് ദൈവത്തിന്റെ ദീർഘക്ഷമയാണ്. അതിന് നിനക്കെന്താണ് പ്രശ്നമെന്നാണ് ദൈവം ഈ യഹൂദന്റെ അടുത്ത് ചോദിക്കുന്നത്. അന്നേരം യഹൂദനായിട്ടുള്ള ഒരു വ്യക്തിയുടെ ചോദ്യത്തിന്റെ മറുപടിയായിട്ടാണ് ഈ കാര്യങ്ങൾ. അടുത്ത 25 മുതൽ 29 വരെയുള്ള വാക്യങ്ങളിൽ 4 പ്രവചനങ്ങൾ ദൈവം പഴയ നിയമത്തിൽ നിന്ന് എടുക്കുകയാണ്. ഞാൻ അതിന്റെ റെഫറൻസിലേക്ക് പോകുന്നു. എനിക്ക് എന്നെ ടൈമിൽ ഓൾറെഡി ടൈം കഴിഞ്ഞുകൊണ്ട് ഞാൻ എനിക്ക് അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ കുറച്ചുകൂടി വിശദീകരിക്കാം. അന്നേരം ആദ്യത്തെ 2 അധ്യായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാതികളെ ദൈവം വിളിക്കുന്നു. ജാതികളെ ദൈവിക പദ്ധതിയിലേക്ക് കൊണ്ടുവരുന്ന കാര്യം പഴയ നിയമത്തിൽ തന്നെ റെഫർ ചെയ്യാണ്. എന്റെ ജനമല്ലാത്തവയെ ഞാൻ എന്റെ ജനമെന്നും പ്രിയമല്ലാത്തവളെ പ്രിയെന്നും വിളിക്കും. നിങ്ങൾ എന്റെ ജനമല്ല എന്ന് അവരോട് പറഞ്ഞ ഇടയിൽ നിന്ന് അവർ ജീവനുള്ള ദൈവത്തിന്റെ മക്കൾ എന്ന് വിളിക്കപ്പെടുമെന്ന് ഹോശേയ പ്രവചനത്തിലും എഴുതിയിരിച്ചു. 2 പ്രവചനത്തിൽ കൂടി പഴയ നിയമത്തിൽ തന്നെ ദൈവം ജാതികളെ ഈ ദൈവിക പദ്ധതിയിലേക്ക് ചേർക്കുന്നു എന്നുള്ളത് ദൈവത്തിന്റെ പഴയ നിയമ പ്രവചനമാണ്. അല്ലാതെ ദൈവത്തിന്റെ പുതിയ നിയമത്തിലെ ഒരു പുതിയ കണ്ടുപിടുത്തമൊന്നുമല്ല. ദൈവത്തിന്റെ പ്ലാൻ ബി അല്ല ജാതികൾ എന്നുള്ളത്. ദൈവത്തിന്റെ ജനത്വമായിട്ട് അവരെയും ചേർക്കാനായിട്ട് ദൈവത്തിന്റെ പഴയ നിയമത്തിൽ തന്നെ പ്ലാൻ ഉണ്ടായിരുന്നു പറയാണ്. അടുത്ത ഇസ്രായേലിനെ പറ്റി പറയാണ്. ഇസ്രായേൽ ഹൃദയം കഠിനപ്പെടുത്തുന്നതുകൊണ്ട്, ദൈവത്തോട് മറുതലിക്കുന്നുണ്ട്. ഇസ്രായേൽ ഒരു ശേഷിപ്പിൽ കൂടിയാണ് ദൈവം ഈ പദ്ധതി കൊണ്ടുപോകുന്നത് പറയുന്നത്. എന്നാൽ ഇസ്രായേലിനെ കുറിച്ച്, ഇസ്രായേൽ മക്കളുടെ എണ്ണം കടൽക്കരയിലെ മണൽ പോലെ ആയിരുന്നാലും ഒരു ശേഷിപ്പത്ത് രക്ഷിക്കപ്പെടും. കർത്താവ് ഭൂമിയിൽ തന്റെ വചനം നിവർത്തിച്ച് ക്ഷണത്തിൽ നിവർത്തിക്കുമെന്നും സൈന്യങ്ങളുടെ യഹോവ നമുക്ക് സന്തതിയെ ശേഷിപ്പിച്ചില്ലെങ്കിൽ നാം സോദോമിനെ പോലെയാകുമായിരുന്നു, ഗോമോറയ്ക്ക് സദൃശ്യമാകുമായിരുന്നു എന്ന് യെശയ്യാവ് മുറുക്കും കൂടി പറഞ്ഞു. അന്നേരം 2 പ്രവചനങ്ങൾ പഴയ നിയമത്തിൽ നിന്ന് ജാതികളെ ഈ ദൈവിക പദ്ധതിയിലേക്ക് കൊണ്ടുവരുന്നതിനെ പറ്റിയും, 2 പ്രവചനങ്ങൾ പഴയ നിയമത്തിൽ നിന്നും ഹൃദയം കഠിനപ്പെടുത്തിയ ഇസ്രായേൽ ജനത്തെ കഠിനപ്പെടാൻ വിട്ടുകൊണ്ട് അതിൽ നിന്ന് തന്നെ ഒരു ശേഷിപ്പിനെ ദൈവം മുമ്പോട്ട് കൊണ്ടുവരുമെന്നും ആ ശേഷിപ്പ് കൂടി ദൈവത്തിന്റെ പദ്ധതി മുമ്പോട്ട് കൊണ്ടുപോകും എന്നുള്ള പ്രവചനം പറയാം. എന്നിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഈ അധ്യായം മുഴുവൻ തന്നെ ദൈവിക പദ്ധതിയെ പറ്റി 2 ജാതികളെ അല്ലെങ്കിൽ 2 യഹൂദനെയും ജാതികളെയും പറ്റിയുള്ള ദൈവിക പദ്ധതിയെ പറ്റി പറയുന്നു. അല്ലാതെ ഇൻഡിവിജ്വലെ പറ്റിയല്ല. ഇൻഡിവിജ്വൽ വ്യക്തികളെ റെപ്രസെന്റേറ്റീവ്സ് ആണ് കാണിച്ചിരിക്കുന്നത്. അല്ലാതെ ദൈവം ചില വ്യക്തികളിൽ ഇങ്ങനെ കാണിക്കുന്നു എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടില്ല. നമുക്ക് ആ അധ്യായം മനസ്സിലായില്ലെങ്കിൽ നമുക്ക് ഈ കാര്യങ്ങൾ ഒന്നും മനസ്സിലാവും. നമ്മൾ നേരെ ഓപ്പോസിറ്റ് ആണ് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. എന്നിട്ട് പറയാണ്, അവസാനം പൗലോസ് കൺക്ലൂഡ് ചെയ്യാം, ആകയാൽ നാം എന്തു പറയേണ്ടു? നീതിയെ പിന്തുടരാത്ത ജാതികൾ നീതി പ്രാപിച്ചു, വിശ്വാസത്താലുള്ള നീതി തന്നെ. അന്നേരം ഒരു നീതിയെ പിന്തുടരാത്ത, ഒരു നീതി പ്രവൃത്തിയും ചെയ്യാത്ത ജാതികൾ എന്ത് ചെയ്തു? ദൈവത്തിന്റെ കരുണയുടെ പാത്രങ്ങളായി തീർന്നു. വിശ്വാസത്താലുള്ള നീതിയിൽ അവർ പ്രാപിച്ചു. നീതിയുടെ പ്രമാണം പിന്തുടർന്നു എന്ന് പറഞ്ഞാൽ ന്യായപ്രമാണം പിന്തുടർന്ന ഇസ്രായേൽ ആ പ്രമാണം കാണിച്ചു തന്ന ആ പ്രമാണത്തിൽ എത്തിയില്ല, അല്ലെങ്കിൽ യേശുക്രിസ്തുവിലേക്ക് എത്തിയില്ല. എന്തുകൊണ്ട്?
അവർ വിശ്വാസത്താലല്ല പ്രവൃത്തികളാൽ അന്വേഷിച്ചുകൊണ്ട് തന്നെ അവർക്ക് ഇടർച്ചക്കല്ലിൽ മേൽ തള്ളി. അന്നേരം യേശുക്രിസ്തു എന്ന ഇടർച്ചക്കല്ല് അവർക്ക് പ്രവൃത്തികൾ കൂടി നീതീകരിക്കപ്പെടാൻ ശ്രമിച്ച ഇസ്രായേലിന് തടങ്കൽ പാറയായി തീർന്നു. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട ഇസ്രായേലിനും ജാതികൾക്കും യേശുക്രിസ്തു മൂലക്കല്ലായി തീർന്നു. അങ്ങനെ ആ മൂലക്കല്ലിൽ കൂടി ദൈവസഭ ഇസ്രായേലിനെയും ജാതിയെയും ഇസ്രായേലിനെയും ചേർത്ത് ദൈവസഭയെ ബിൽഡ് ചെയ്യുന്നു എന്നുള്ളതാണ് 33-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇത് തന്നെയാണ് പത്രോസ് ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇതാ ഞാൻ സിയോനിൽ ഇടർച്ചക്കല്ലും തറങ്കല്ലും വെച്ചിരിക്കുന്നു, അവനിൽ വിശ്വസിച്ചു പോകുന്നു ലജ്ജിക്കുകയില്ല എന്ന് എഴുതിയിരിക്കുന്നു. അന്നേരം ഈ കല്ല് തന്നെ യേശുക്രിസ്തു ഇത് യഹൂദന്മാരുടെ അടുത്ത് പറഞ്ഞാണ്. മത്തായിയുടെ സുവിശേഷം 22-ാമത്തെ അധ്യായത്തിൽ വരുമ്പോൾ ഒരു ഉപമയിൽ കൂടി കർത്താവ് പറഞ്ഞാണ്, ദൈവം ഇസ്രായേലിലേക്ക് വന്നു, ഇസ്രായേൽ അവനെ തള്ളിക്കളഞ്ഞു, അപ്പോൾ ആ വീട് പറഞ്ഞവർ തള്ളിക്കളഞ്ഞു. ആ കല്ല് തന്നെ മൂലക്കല്ലായി ചിലർക്ക് ഇടർച്ചക്കല്ലായി. ചില ദൈവം അതിൽ കഠിനപ്പെടാനായിട്ട് വിട്ടുകൊടുത്തു. ദൈവം ചിലരെ വിശ്വസിച്ചവരെ ആ പണിയുടെ ഭാഗമാക്കി ദൈവത്തിന്റെ സഭയെ ബിൽഡ് ചെയ്തു. ഇതാണ് പൗലോസ് റോമാലേഖനം 9-ാമത്തെ അധ്യായത്തിൽ വിശദീകരിച്ചിരിക്കുന്നത്. അല്ലാതെ റോമാലേഖനം 9-ാമത്തെ അധ്യായത്തിൽ ദൈവം ചില വ്യക്തികളെ നരകത്തിലേക്കോ സ്വർഗത്തിലേക്കോ തെരഞ്ഞെടുത്തു വന്നു, ദൈവം ചിലരെ സ്വർഗത്തിൽ നേരത്തെ തന്നെ ഹൃദയം കഠിനമാക്കി നശിക്കാനായിട്ട് ക്രോധഭാഗപരമായിട്ട് സൃഷ്ടിച്ചു വന്നോ, ദൈവം ഇങ്ങനത്തെ ഒന്നും അർത്ഥമൊന്നുമില്ല. നിങ്ങളിത് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. എന്റെ വാക്കുകൾ നിർത്തട്ടെ. ഞാൻ കുറച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് വിശദീകരിക്കേണ്ട അധ്യായമാണ്. ഞാൻ ചുരുക്കം വാക്കുകൾ വിശദീകരിച്ചത് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം, ഞാനത് ക്ലാരിഫൈ ചെയ്യാം. തുടർന്നുള്ള അധ്യായങ്ങൾ അടുത്ത ദിവസങ്ങളിൽ ചെയ്യും. ബ്രദറെ, പിന്നെ ഇത് പറഞ്ഞതില് നമ്മുടെ ഈ ദൈവിക പദ്ധതികൾക്ക് വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പിനെ പറ്റിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് പറഞ്ഞല്ലോ. അപ്പം ഇതിന്റെ ലാസ്റ്റിലെ ഭാഗങ്ങളൊക്കെ എല്ലാം പറഞ്ഞിരിക്കുന്നത്. ഇപ്പം 27-ാമത്തെ വാക്യത്തിലായാലും ഇസ്രായേലിലെ മക്കളുടെ എണ്ണം കടൽക്കരയിലെ മണൽ പോലെ ആയിരുന്നാലും ശേഷിപ്പത്രേ രക്ഷിക്കപ്പെട്ടു, അത് രക്ഷയെപ്പറ്റി പറയുന്നു. പിന്നെ താഴോട്ട് വരുമ്പോൾ നീതി പ്രാപിച്ച കാര്യം, ഇതെല്ലാം രക്ഷയെപ്പറ്റി തന്നെ പറയുന്ന ഭാഗങ്ങളാണല്ലോ. അപ്പൊ പിന്നെ അങ്ങനെ പദ്ധതിയാണെന്ന് പറയാൻ പറ്റുന്നത്? ഈ ആത്യന്തികമായിട്ട് ഈ പദ്ധതിയിൽ കൂടി ദൈവം രക്ഷിക്കപ്പെടുത്തുക തന്നെയാണ് ചെയ്യുന്നത്. അൾട്ടിമേറ്റ്ലി ഈ പദ്ധതിയിൽ കൂടി ദൈവം ചെയ്യുന്നതാണ്. ദൈവം ചെയ്യുന്നത് ഈ പദ്ധതിയിൽ കൂടി രക്ഷ തന്നെയാണ്. ജാതികളുടെയും ഇസ്രായേലിന്റെയും ജാതീയമായിട്ടുള്ള രക്ഷയാണ് ആത്യന്തികമായിട്ട് ഇതിൽ കൂടി ഉദ്ദേശിക്കുന്നത്. വ്യക്തികളുടെ രക്ഷയാണ് വിശ്വാസത്തിൽ കൂടി. എന്നിട്ട് എങ്ങനെയാണ് ഇവർ രക്ഷിക്കപ്പെടുന്നത്? വിശ്വാസത്തിൽ കൂടിയാണ് രക്ഷിക്കപ്പെടുന്നത്. എന്നിട്ട് വിശ്വാസത്താലുള്ള നീതിയിലേക്ക് വരാൻ വേണ്ടിയിട്ട് ദൈവം ഒരു ജനതയെ തെരഞ്ഞെടുത്തു എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അന്നേരം ഈ ദൈവത്തിന്റെ പദ്ധതി ആത്യന്തികമായിട്ട് എന്താണ്? ആത്യന്തികമായിട്ട് ദൈവത്തിന്റെ പദ്ധതി എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെടുക എന്നുള്ളതാണ് തന്നെയാണ് അവസാനമായിട്ട് ദൈവത്തിന്റെ പദ്ധതി എന്ന് പറഞ്ഞിരിക്കുന്നത്. അതിലേക്ക് ദൈവം ഒരു പദ്ധതി ചില വ്യക്തികളിൽ കൂടി ഒരു ജനതയിൽ കൂടി നിർവഹിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ ഈ വ്യക്തികൾ ആദ്യം പറഞ്ഞിരിക്കുന്നത് തന്നെ രക്ഷയിലേക്ക് തെരഞ്ഞെടുക്കുന്നതല്ല. ദൈവിക പദ്ധതി ചില വ്യക്തികൾ കൂടി, അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ്, ഇസ്രായേൽ എന്നുള്ള പദ്ധതിയിൽ കൂടി ആ ജാതിയിൽ കൂടി ദൈവത്തിന്റെ പദ്ധതി മുമ്പോട്ട് കൊണ്ടുവരുന്നു. അതിൽ ദൈവത്തിന്റെ പദ്ധതിയിൽ വന്ന വ്യക്തികൾ കർത്താവിൽ വിശ്വസിക്കുന്നതിൽ കൂടി രക്ഷിക്കപ്പെടുന്നു. അന്നേരം അൾട്ടിമേറ്റ്ലി രക്ഷയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പക്ഷെ പറഞ്ഞു വരുന്നത് രക്ഷയിലേക്ക് തെരഞ്ഞെടുക്കുന്നു എന്നുള്ളതല്ല. രക്ഷയിലേക്ക് വിശ്വാസത്തിൽ വരാൻ വേണ്ടിയിട്ട് ഈ പദ്ധതിക്ക് വേണ്ടി ദൈവം ആ പദ്ധതി നിവർത്തിക്കാനായിട്ട് ഒരു ജാതിയെ തെരഞ്ഞെടുത്തു എന്നാണ് പറഞ്ഞത്. മനസ്സിലായോ? വിശ്വാസത്തിൽ കൂടിയാണ് രക്ഷ എന്നുള്ളതാണ് ഇവിടെ അൾട്ടിമേറ്റ് പൗലോസ് പറഞ്ഞു നിർത്തുന്നത്. എന്താണ്? എങ്ങനെയാണ് ഒരു വ്യക്തി രക്ഷിക്കപ്പെടുന്നത്? വിശ്വാസ മാർഗത്തിൽ കൂടി മാത്രമാണ്, ന്യായപ്രമാണത്തിൽ കൂടിയല്ല. വിശ്വാസ മാർഗത്തിൽ കൂടി, വിശ്വസിക്കുന്നതിൽ കൂടിയാണ് രക്ഷിക്കപ്പെടുന്നത്. അങ്ങനെ ആ വിശ്വാസ മാർഗത്തിലേക്ക്, യേശുക്രിസ്തുവിലുള്ള വിശ്വാസ മാർഗത്തിലേക്ക്, രക്ഷയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ദൈവിക പദ്ധതിയിലേക്ക് ദൈവം ചില ആൾക്കാരെ തെരഞ്ഞെടുക്കുന്നു, ചില വ്യക്തികളെ അടുത്ത് കരുണ കാണിക്കുന്നു, ചിലയിടത്ത് കഠിനത കാണിച്ചുകൊണ്ട് ആ ആത്യന്തികമായിട്ടുള്ള പദ്ധതി നിർവഹിക്കുന്നു എന്നുള്ളതാണ് പൗലോസ് പറഞ്ഞത്. അല്ല, ദൈവത്തിന് വേറൊരു പദ്ധതിയുമില്ല. ആത്യന്തികമായിട്ട് ദൈവത്തിന് ആൾക്കാരെ രക്ഷിക്കുക എന്നുള്ളത് തന്നെയാണ് ദൈവത്തിന്റെ പദ്ധതി. വിശ്വാസം മൂലം നീതീകരിക്കുക എന്നുള്ളത് തന്നെയാണ് ദൈവത്തിന്റെ പദ്ധതി. ഇസ്രായേലിനെയും ജാതിയെയും അതിനു വേണ്ടിയിട്ടുള്ള ദൈവത്തിന്റെ പർപ്പസ് എങ്ങനെയാണ് എന്നുള്ളത് വിശദീകരിക്കുകയാണ്. അതുപോലെ ബ്രദറെ, ഈ 139-ാമത്തെ സങ്കീർത്തനത്തിന്റെ 13-14 വാക്യങ്ങളില്, നീയല്ലോ എന്റെ അന്തരംഗങ്ങളെ നിർമ്മിച്ചത്, എന്റെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് നീ എന്നെ മെടഞ്ഞു, ഭയങ്കരവും അതിശയകരവുമായി എന്നെ സൃഷ്ടിച്ചിരിക്കാൻ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യും. അപ്പം അതുപോലെ തന്നെ ജെറമ്യ 1:5 അത് പറയുന്നുണ്ട്, നമ്മളെ ജനിക്കുന്നതിന് മുമ്പേ തെരഞ്ഞെടുത്തു എന്നുള്ളൊരു കാര്യം. ഇത് ഈ പറയുന്ന പോലുള്ള തെരഞ്ഞെടുപ്പ് ദൈവിക പദ്ധതിയിലേക്കുള്ള തെരഞ്ഞെടുപ്പാണോ എന്നുള്ളതാണ്. അത് വായിച്ചു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും. യെരമ്യാവിനെ തെരഞ്ഞെടുക്കുന്ന പ്രവാചകനായിട്ടാണ് തെരഞ്ഞെടുക്കുന്നത്. ഒരു ദൈവിക പർപ്പസിന് വേണ്ടിയിട്ടാണ് തെരഞ്ഞെടുക്കുന്നത്. ഈവൻ പൗലോസിനെ തെരഞ്ഞെടുക്കുന്നതിനെ പറ്റി പൗലോസ് ഗലാത്യലേഖനത്തിൽ പറയുന്നുണ്ട്, അമ്മയുടെ ഉദരം മുതൽ. ഇവിടെയെല്ലാം നമ്മൾ വായിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ രക്ഷിക്കപ്പെടാൻ വേണ്ടിയിട്ട് ദൈവം ലോകസ്ഥാപനത്തിന് മുമ്പ് ചില തെരഞ്ഞെടുക്കുന്നതല്ല, ദൈവിക പദ്ധതിക്ക് വേണ്ടിയിട്ട് ചില തെരഞ്ഞെടുക്കുന്നു. ആ പദ്ധതിക്ക് വേണ്ടിയിട്ടുള്ള തെരഞ്ഞെടുപ്പാണ് ഇവിടെയും പറഞ്ഞിരിക്കുന്നത്. യാക്കോബിനെയും അബ്രഹാമിനെയും ഇസാഖിനെയും ഇവിടെ എല്ലാം ഒരു സർവീസിന് വേണ്ടി ദൈവം തെരഞ്ഞെടുക്കുന്നുണ്ട്. അതില്ലാന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷെ നശിച്ചു പോകാൻ വേണ്ടിയിട്ടും
നിത്യജീവനായിട്ടും ദൈവം ചിലരെ ലോകസ്ഥാപനത്തിന് മുമ്പേ തെരഞ്ഞെടുക്കുന്നു എന്നുള്ളതാണ് ചോദ്യം. അങ്ങനെയുള്ളൊരു തെരഞ്ഞെടുപ്പ് അല്ല ഇവിടെയും പറഞ്ഞിരിക്കുന്നത്. ഈ പറഞ്ഞിരിക്കുന്ന യെരമ്യാവിനെ തെരഞ്ഞെടുക്കുന്നതിനെ പറ്റി പറഞ്ഞിരിക്കുന്നു, പൗലോസിനെ തെരഞ്ഞെടുക്കുന്നതിനെ പറ്റി പറഞ്ഞിരിക്കുന്ന എല്ലാം ഒരു പദ്ധതിക്ക് വേണ്ടിയിട്ടാണ്. ഈവൻ യൂദായം തെരഞ്ഞെടുത്ത് അങ്ങനെ ഒരു പദ്ധതിക്ക് വേണ്ടിയിട്ടാണ്. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, അവര് യൂദായം തെരഞ്ഞെടുത്ത് നശിക്കാൻ വേണ്ടിയിട്ടല്ല. അങ്ങനെ ആ തെരഞ്ഞെടുപ്പ് ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ് ദൈവം തെരഞ്ഞെടുക്കുന്നത്. ആ പർപ്പസിന് വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികൾ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചാൽ നീതീകരിക്കപ്പെടുകയും രക്ഷിക്കപ്പെടുകയും ചെയ്യും. ഇല്ലെങ്കിൽ ആ വ്യക്തിക്ക് നശിച്ചു പോകാനായിട്ട് സാധ്യത. അന്നേരം ദൈവം ഇതേപോലെ പദ്ധതിക്ക് വേണ്ടി തെരഞ്ഞെടുക്കുന്നതിനെ പറ്റിയാണ് അവിടെയും പറയുന്നത്, ഈ പറഞ്ഞ വാക്യങ്ങളിലും പറഞ്ഞിരിക്കുന്നത്. അന്നേരം ഈ രണ്ട് തരത്തിലുള്ള തെരഞ്ഞെടുപ്പ് നമ്മൾ മനസ്സിലാക്കണം. ദൈവിക പർപ്പസ് ഫുൾഫിൽ ചെയ്യാനായിട്ട് ദൈവം ചില ജാതികളെയും വ്യക്തികളെയും ദൈവം തെരഞ്ഞെടുക്കുന്നുണ്ട്. പലതരത്തിലുള്ള തെരഞ്ഞെടുപ്പാണ് പഴയ നിയമത്തിൽ വായിച്ചു കഴിഞ്ഞാൽ. ഈ തെരഞ്ഞെടുപ്പുകളെല്ലാം തെരഞ്ഞെടുപ്പ് എന്ന് കേൾക്കുമ്പോൾ തന്നെ അത് രക്ഷക്കാരുടെ തെരഞ്ഞെടുപ്പാണെന്ന് നമ്മൾ ചിന്തിക്കുമ്പോഴുള്ള പ്രശ്നമേ ഉള്ളൂ. അങ്ങനെയുള്ള തെരഞ്ഞെടുപ്പല്ല ബൈബിൾ പറഞ്ഞിരിക്കുന്നത്. ഈ പറഞ്ഞിരിക്കുന്ന വാക്യങ്ങളെല്ലാം തന്നെ ആ ദൈവിക പർപ്പസ് ഫുൾഫിൽ ചെയ്യാനായിട്ടുള്ള തെരഞ്ഞെടുപ്പാണ്. ഓക്കെ, അതുപോലെ തന്നെ ബ്രദറെ, ഈ പിന്നെ നമ്മുടെ എബ്രായ ലേഖനം 12:16 പറഞ്ഞിരിക്കുന്നത്, ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം വിറ്റുകളഞ്ഞ യേശാവിനെ പോലെ അഭക്തനായി തീരുകയും ചെയ്യാതിരിക്കുവാൻ കരുതിക്കൊള്ളുക. അപ്പം അതുപോലെ തന്നെ ഈ യേശാവിനെ പറ്റിയുള്ള കാര്യങ്ങൾ കനാന്യരിൽ നിന്ന് കല്യാണം കഴിച്ച കാര്യമൊക്കെ നമ്മൾ ഉൽപ്പത്തി വായിക്കുന്നുണ്ട്. അപ്പം ശരിക്കും ഒരു ദൈവികമായിട്ടുള്ള വഴിയിലല്ല യേശാവ് ജീവിച്ചതെന്ന് നമുക്കറിയാൻ പറ്റുന്നുണ്ട്. പക്ഷെ ആ ഒരു കാരണം കൊണ്ടല്ല തള്ളിക്കളഞ്ഞെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇവിടുത്തെ റെഫറൻസ് അങ്ങനെ പറയുന്നുണ്ട്. ഇപ്പൊ ബ്രദർ പറഞ്ഞ പോലെ മലാഖിയിലും ഇതിലൊക്കെ പറയുന്നുണ്ട്. പക്ഷെ നമുക്ക് വ്യക്തിപരമായിട്ട് തള്ളിക്കളഞ്ഞില്ല എന്ന് പറയാൻ പറ്റുമോ? ഇത് ജനതയായിട്ടുള്ള യേശാവിന്റെ റെസ്പോൺസുമായിട്ട് ബന്ധപ്പെട്ട് ദൈവം യേശാവിന്റെ അടുത്ത് അങ്ങനെ പ്രവർത്തിച്ചിട്ടുണ്ട്. അങ്ങനെയില്ല ഞാൻ പറയുന്നില്ല. പക്ഷെ അത് ദൈവം ജനിക്കുന്നതിന് മുമ്പേ അവനെ നശിക്കാനായിട്ട് തീരുമാനിച്ചുകൊണ്ടല്ല അങ്ങനെ സംഭവിച്ചത്. അവന്റെ പ്രതികരണവുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് ആ കാര്യം നടക്കുന്നത്. എബ്രായ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്. അന്നേരം അതൊന്നും ഇവിടെ പൗലോസ് റെഫർ ചെയ്യുന്നില്ല. പൗലോസ് റെഫർ ചെയ്യുമ്പോൾ ഞാനതാ പറഞ്ഞിരിക്കുന്നത്, അബ്രഹാമിനെ തെരഞ്ഞെടുത്തു എന്ന് പറയുമ്പോൾ ലോത്തിനെ തെരഞ്ഞെടുത്തില്ല എന്ന് പറഞ്ഞാൽ ലോത്ത് നശിച്ചു പോയി എന്നുള്ള അർത്ഥമില്ല. രക്ഷയ്ക്ക് വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പാണെങ്കിൽ അബ്രഹാമിനെ മാത്രമേ തെരഞ്ഞെടുത്തുള്ളൂ. കെത്തൂറായിൽ നിന്നുള്ള മക്കളും ലോത്തും ഒക്കെ ഇല്ലെങ്കിൽ അബ്രഹാമിന്റെ സഹോദരന്മാരെല്ലാം നശിച്ചു പോയി നമ്മൾ പറയേണ്ടി വരും. ഇല്ലെങ്കിൽ അബ്രഹാമിനോട് കൂടെ പുറപ്പെട്ടു വന്ന ലോത്ത്. പക്ഷെ ലോത്ത് നീതിയിരിക്കപ്പെട്ടു. അതേപോലെ തന്നെ ഇസ്മായേൽ, കെത്തൂറായിൽ നിന്നുള്ള മക്കൾ, അവരുടെ കാര്യം അവിടെ പറയുന്നില്ല. അവർ രക്ഷിക്കപ്പെട്ടോ രക്ഷിക്കപ്പെട്ടില്ലയോ എന്നുള്ളത് അവിടുത്തെ റെഫറൻസ് അല്ല. അതേപോലെ തന്നെ ഇസ്മായിലിന്റെ കാര്യവും ഏശാവിന്റെ കാര്യവും. എബ്രായ ലേഖനത്തിലേക്ക് വരുമ്പോൾ ഏശാവിന്റെ പ്രതികരണവുമായിട്ട് ബന്ധപ്പെട്ട് അവൻ ദൈവത്തിൽ നിന്ന് മാറിപ്പോവുകയും ചെയ്യുന്നുണ്ട്. അന്നേരം അതും പ്രതികരണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് രക്ഷയിൽ നിന്ന്, ഇല്ലെങ്കിൽ എന്ത് പറഞ്ഞിരിക്കുന്നത്, പ്രതിഫലം ലഭിക്കുന്ന ആ ദൈവിക പദ്ധതിയിൽ നിന്നും രക്ഷയിൽ നിന്നും തള്ളിക്കളയപ്പെട്ടു പോകുന്നത് പ്രവൃത്തിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ദൈവിക പദ്ധതിയിലേക്കുള്ള തെരഞ്ഞെടുപ്പിനെ പറ്റി മാത്രമാണ് ഈ റോമാലേഖനം 9-ാമത്തെ അധ്യായത്തിൽ പറയുന്നത്. ക്ലിയർ ആണ്. താങ്ക് യു. ഹലോ ജനു ബ്രദർ, കേൾക്കുന്നുണ്ടോ? കേൾക്കാം. ഈ മലാക്കിയില് 1 തൊട്ട് 5 വരെയില് അവിടെ മലാക്കിയുടെ ആൾക്കാര് ദൈവത്തിനെടുക്ക പിന്നെ പിറുപിറുക്കയാണ്, ദൈവം ഇവരെ സ്നേഹിക്കുന്നില്ലെന്ന് പറഞ്ഞ് ഇസ്രായേൽ മക്കള്. അപ്പം ദൈവം തിരിച്ചു പറയാണ്, ഞാൻ ജേക്കബിനെ സ്നേഹിച്ചു, ഈസാവിനെ ഞാൻ വെറുത്തു. അപ്പൊ ഇവര് ചോദിക്കുന്നത് തിരിച്ച്, അപ്പം അത് എക്സ്പ്ലെയിൻ ചെയ്യാണ്. ഇവരെ രണ്ടുപേരെയും ചിതറിച്ച് കളഞ്ഞയാണ്, ഇസ്രായേലിനെയും ഈസാവിനെയും ചിതറിച്ച് കളഞ്ഞാണ്. പക്ഷേ ജേക്കബ് ഇസ്രായേലിന് തിരിച്ചു വരാനും അമ്പലം പണിയാനും ഇവരെ തിരിച്ച് രാജ്യത്തിൽ വരാനായിട്ടും ദൈവം സഹായിച്ചു. പിന്നെ ഈസാവ് പറഞ്ഞു ഞങ്ങളെ ദൈവം ശിക്ഷിച്ചു. എന്നിട്ട് അവർ 4 പറയാണ് ഞങ്ങൾ വന്നത് പണിയും. അപ്പൊ ദൈവം പറയാണ്, ഞാൻ ഇവരെ എത്ര പണിഞ്ഞു കഴിഞ്ഞാലും ഇവരെ ഇടിച്ചു കളയും. അതായത് ഇവർക്ക് പണിയാനായിട്ട് കൃപ കിട്ടത്തില്ല, ഇവരെ ഇടിച്ചു കളയും. എന്നിട്ട് 4-ന്റെ അവസാനം പറയാണ്, ഇവരുടെ സ്ഥലം വിൽ ബി കോൾഡ് ദ ടെറിട്ടറി ഓഫ് വിക്കഡ്നെസ്. അതായത് ആൻഡ് ദ പീപ്പിൾ അഗെയിൻസ്റ്റ് ഹൂം ദ ലോർഡ് ഹാവ് ഇൻഡിജിനേഷൻ ഫോർ എവർ. അതായത് ദൈവത്തിന്റെ കോപം നിത്യമായിട്ടും, ഈ ഏദോമിന് നിത്യമായിട്ടും ദൈവത്തിന്റെ കോപവും ഹേറ്റഡും ഇതുകൊണ്ട്. പക്ഷെ മറ്റവർക്ക് രണ്ടുപേരും ഒരേപോലെ ഡിസ്പോസ് ആണെങ്കിലും ഈ ഇസ്രായേൽ അവർക്ക് ദൈവത്തിന്റെ കൃപ കിട്ടി, ദൈവത്തിന്റെ സ്നേഹം കിട്ടി തിരിച്ചു വരാനും. അപ്പം ദൈവം പറയാണ്, രണ്ടുപേരുടെ എക്സാമ്പിൾ പറയാണ്, രണ്ടുപേരും ഈക്വൽ ആയിട്ടുള്ള. പക്ഷെ നിങ്ങൾക്ക് ദൈവം തിരിച്ചു വരാനും ഇതെല്ലാം ദൈവത്തിന്റെ കൃപയിലാണ് നടക്കുന്നത്. പക്ഷെ മറ്റവർക്ക് അവർക്ക് ദൈവം അവരെ പണിയാൻ നോക്കിയാലും ഞാൻ ചിതറിച്ചു കളയുന്നു, അവരെ നശിപ്പിച്ചുകൊണ്ടേ ഇരിക്കും, എന്റെ കോപം നിത്യമാണെന്ന് പറയുന്നു. അപ്പം ഇതിൽ തന്നെ അതായത് ഇത് 2 നേഷൻസിനെയാണ്, ഒരു 2 പേരെയല്ല, ദൈവത്തിന്റെ ഒരു ഇത് കാണുന്നില്ലേ, സ്പെഷ്യൽ ഇത് കാണുന്നില്ലേ? ജേക്കബിന്റെ അടുത്ത് ഒരു ദൈവം
ഇത് രണ്ട് ജാതികളെ പറ്റിയാണ്, രണ്ട് നേഷൻസിനെ പറ്റിയാണ്. അത് ആ ദൈവത്തിന്റെ പ്രയോജനമാണ്. അതെ അത് 1500 വർഷങ്ങൾക്ക് ശേഷമാണ് ഇത് പറയുന്നത്, ഈ ഏശാവും യാക്കോബും ജനിച്ചതിന് ശേഷം, മരിച്ചതിന് ശേഷം. എന്നിട്ട് അതെ ഇവിടെ ഈ ദൈവം നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ അബ്രഹാമിനോട് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിന്നാൽ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും. എന്നിട്ട് പറയുന്നുണ്ട്, നിന്നെ ദേഷിക്കുന്നവരെ ഞാൻ ദേഷിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും എന്നുള്ളത് പറയുന്നുണ്ട്. എന്നാൽ ഈ ഏശാവിന്റെ ജാതി ഏതോം, നമ്മൾ അതിന്റെ ചരിത്രം വായിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, ഏതോം എല്ലാ കാലത്തും ഇസ്രായേലിനെ നശിപ്പിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടേയിരുന്നു. ദൈവത്തിന്റെ പദ്ധതിയിലുള്ള ദൈവിക പദ്ധതി ഫുൾഫിൽ ചെയ്യാനായിട്ട് ദൈവം തെരഞ്ഞെടുത്ത ഈ ജാതിയെ നശിപ്പിക്കാനായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ശ്രമിച്ചുകൊണ്ടിരുന്ന ഒരു ജാതിയാണ് ഏതോം എന്ന് പറയുന്നത്. ഏതോം അതേപോലെ തന്നെ മുമ്പോട്ട് വായിക്കുമ്പോൾ ഏതോമിന്റെ സന്തതി, സെയീർ പർവ്വതത്തിനെ പറ്റിയുള്ള എഹെസ്കേൽ പ്രവചനത്തിലൊക്കെ ആ പ്രവചനം കാണുന്നുണ്ട്. അന്നേരം ദൈവിക പദ്ധതിയോട് എതിർത്ത് നിന്ന ഒരു ജാതിയെടുത്തുള്ള ഒരു റെസ്പോൺസാണ്, ദൈവത്തിന്റെ റെസ്പോൺസാണ് ഇവിടെ മലാക്കിയിലും കാണുന്നത്. ദൈവത്തിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട, ദൈവത്തിന്റെ പദ്ധതിക്ക് വേണ്ടിയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയെടുത്ത് എതിർക്കുന്ന വേറൊരു ജാതിയോടുള്ള ദൈവത്തിന്റെ റെസ്പോൺസാണ്. ഞാൻ പറഞ്ഞല്ലോ, ദൈവം ഒരു ജാതിയെ തെരഞ്ഞെടുത്തു എന്നുള്ളത് സത്യം തന്നെയാണ്. അതിനെ ദൈവത്തിന്റെ പരമാധികാരത്തിലെ തെരഞ്ഞെടുപ്പാണ്, അവരുടെ പ്രവൃത്തി കൊണ്ടുള്ള തെരഞ്ഞെടുപ്പല്ല, രക്ഷയ്ക്ക് വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പല്ലെന്ന് മാത്രമേ ഉള്ളൂ. ആ ജാതിയെ ദൈവിക പദ്ധതിക്ക് വേണ്ടി തെരഞ്ഞെടുത്തപ്പോൾ, ആ ജാതിയിൽ കൂടി യേശുക്രിസ്തു വരേണ്ടിയപ്പോൾ, ആ ജാതിയെ നശിപ്പിച്ച് കളയാനായിട്ട് ശ്രമിക്കുന്ന എല്ലാവരുടെ ദൈവം അത് ചെയ്യുന്നുണ്ട്. അത് ഇവരുടെ അടുത്ത് മാത്രമല്ല. നമ്മൾ വായിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, പിന്നെ ഒരു ജാതിയെ പരിപൂർണമായിട്ട് ഇപ്പൊ സമൂഹത്തിന്റെ അടുത്ത് പറയുന്നുണ്ടല്ലോ, അമാലേക്കരെ നശിപ്പിക്കാനായിട്ട് പറയുന്നുണ്ട്. അമാലേക്കരുടെ അടുത്തുള്ള ഇതേപോലെ തന്നെ അമാലേക്കരുടെ അടുത്തും എനിക്ക് നിരന്തരമായിട്ട് വൈര്യമുണ്ടെന്ന് പറയുന്നു. അവരുടെ അടുത്ത് എല്ലാ കാലത്തും എനിക്ക് യുദ്ധമുണ്ടെന്ന് പറയുന്നു. എന്നിട്ട് എന്താണ് അവിടെ പറയുന്നതിന്റെ കാര്യം? അവിടെ ദൈവിക പദ്ധതിക്ക് വേണ്ടിയിട്ട് എതിർത്ത് നിൽക്കുന്ന ഒരു ജാതിയെടുത്തുള്ള ദൈവത്തിന്റെ റെസ്പോൺസ് ആണ് ഇവിടെ പറയുന്നത്. അല്ലാതെ അവരെ ജനിക്കുന്നതിന് മുമ്പേ അവരെ നശിപ്പിക്കാനായിട്ട് ദൈവം തീരുമാനിച്ചെന്നോ, ദൈവം നശിപ്പിക്കാനായിട്ട് ഒരു ജാതിയെ വെച്ചിരിക്കുന്നു എന്നൊന്നും അവിടെ അർത്ഥം. അല്ല അപ്പം ജനിക്കുമെന്ന് മുമ്പേ തന്നെ ജേക്കബിനെ ദൈവം സ്നേഹിച്ചു, ഈസാവിന് അല്ല. അപ്പൊ ഫോർ നോളജിൽ ദൈവം ഇല്ല, ജനിക്കുന്നതിന് മുമ്പേ അല്ലല്ല. ഇപ്പം ഇവിടെ പറയുന്നുണ്ട് they'll be called the അല്ലല്ല, ഞാൻ പറയുന്നതല്ല, ടെറിട്ടറി ഓഫ് വിക്കഡ്നെസ് അല്ലെ. ഒരു റീസൺ ഞാൻ അല്ല, എന്തായാലും ദൈവം പറയുന്നുണ്ട്, ജേക്കബിന് ഞാൻ ജനിക്കുന്നതിന് മുമ്പ് പിന്നെ സ്നേഹിച്ചു, ഈസാവിനെ ഞാൻ വെറുത്തു, ഹേറ്റഡ്. ദൈവം ജനിക്കുന്നതിന് മുമ്പ് യാക്കോബിനെ സ്നേഹിച്ചു, ഏശാവിനെ വെറുത്തു എന്ന് എവിടെ പറയുന്നത്? വാസ് നോട്ട് ജേക്കബ് ബ്രദർ സേസ് ജേക്കബ് ഐ ലവ്, ഈസാവ് ഐ ഹേറ്റഡ്. ജനിക്കുന്നതിന് മുമ്പാണെന്ന് എവിടെ പറയുന്നത് ഞാൻ ചോദിച്ചത്. അയ്യോ, അത് റോമൻസിൽ എന്താണ് ഞാൻ നോക്കട്ടെ. റോമൻസ് കൊട്ടേഷൻ ആണ്, റോമൻസ് ഒരു റെഫറൻസ് കോട്ട് ചെയ്യാം. അതോ ഞാനതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്, റോമൻസ് ഒരു റെഫറൻസ് കോട്ട് ചെയ്യും. നമ്മൾ ആ റെഫറൻസ് എവിടാണെന്ന് നോക്കിയാലേ നമുക്ക് മനസ്സിലാവത്തുള്ളൂ. ജനിക്കുന്നതിന് മുമ്പ് യാക്കോബിനെ സ്നേഹിച്ചു എന്ന് ഏശാവിനെ ദേശീയ വാക്യമില്ല. ജനിച്ച് മരിച്ച 1500 വർഷങ്ങൾക്ക് ശേഷം പറയുന്ന ഒരു വാക്യമാണിത്. അത് ആ ഒരു ദൈവിക പദ്ധതിയെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പൗലോസ് എടുത്ത് റെഫർ ചെയ്യുകയാണ്. ഞാനതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്, ഇപ്പം എനിക്ക് കരുണയുള്ളവനോട് എനിക്ക് കരുണ തോന്നുന്നു എന്ന് പൗലോസ് പറഞ്ഞിരിക്കുന്നതും ഒരു റെഫറൻസ് കോട്ട് ചെയ്യാം. റെഫറൻസ് കോട്ട് ചെയ്യുമ്പോൾ റെഫറൻസ് എന്താണെന്ന് വായിച്ചു കഴിഞ്ഞാൽ അവിടെ ഉദ്ദേശിക്കുന്നത് മനസ്സിലാവത്തുള്ളൂ. ഞാനതുകൊണ്ടാണ് ആദ്യം പറഞ്ഞത്, ഇവിടെ എങ്ങും പറഞ്ഞതിന്റെ ഓപ്പോസിറ്റ് നമുക്ക് മനസ്സിലാവുന്നതിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ റെഫറൻസ് നോക്കാത്തതുകൊണ്ടാണ്. ജനിക്കുന്നതിന് മുമ്പേ യാക്കോബിനെ ദൈവം സ്നേഹിച്ചു എന്നും ജനിക്കുന്നതിന് മുമ്പേ ദൈവം ഏശാവിനെ ദേഷിച്ചു എന്നും ബൈബിൾ വാക്യമേ ഇല്ല, ബൈബിൾ പറയുന്നേ ഇല്ല. ജനിച്ച് മരിച്ച് 1500 വർഷങ്ങൾക്ക് ശേഷം രണ്ട് ജാതികളുടെ അടുത്ത് പറയുന്ന കാര്യമാണ്. അതിനുള്ള റീസൺസും ഉണ്ട്. റീസൺസ് നമ്മൾ പഴയ നിയമം മുഴുവൻ വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. ഏദോമിന്റെ അടുത്ത് ദൈവം എന്തിനാണ് അങ്ങനെ പ്രവർത്തിക്കുന്നത്, അമാലേക്കരുടെ അടുത്ത് ദൈവം എന്തിനാണ് അങ്ങനെ പ്രവർത്തിക്കുന്നത്, കനാന്യരുടെ അടുത്ത് ദൈവം എന്തിനാണ് അങ്ങനെ പ്രവർത്തിക്കുന്നത്. ഇതിനൊക്കെ ഒരു റീസൺ ഉണ്ട്. ആ റീസണിന്റെ കാരണം കൊണ്ട് തന്നെയാണ്. എന്നിട്ട് നമ്മൾ ആ റെഫറൻസ് എവിടെ നിന്നാണെന്ന് വായിക്കാതെ നമ്മൾ നേരെ കോട്ട് ചെയ്യുന്നിടത്തുനിന്ന് വായിക്കുമ്പോൾ ഉള്ള പ്രശ്നമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, ഈ ഒരു രീതിയിൽ തെറ്റിദ്ധാരണ ഉണ്ടാകാനുള്ള കാര്യം നമ്മൾ ആ റെഫറൻസിലോട്ട് പോകാത്തതുകൊണ്ടാണ്. അല്ല, അപ്പൊ ഇവർക്ക് ദേഷ്യം വന്ന് ജനിച്ചതിന് ശേഷമാണോ ഇത് ജേക്കബിനെ സ്നേഹിക്കുകയും ഈസാവിനെ വെറുതെയും? അതാണോ? അങ്ങനെയാണോ മലാഖിയിലല്ലേ പറയുന്നത്? മലാഖിയിൽ പ്രയോഗിക്കുമ്പോൾ അവര് ജനിച്ച 1500 വർഷങ്ങൾ കഴിഞ്ഞു. ആ രണ്ട് ജാതികളെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ജേക്കബ് ഏശാവ് എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മൾ മനസ്സിലാക്കണം, രണ്ട് വ്യക്തികളെ പറ്റിയാണ് പലയിടത്തും പറയുന്നത്. എത്രയോ ഇടത്ത് പറയുന്നുണ്ട്. ഏതോം എന്ന് പറയുന്ന ഏശാവിന്റെ പേരാണ്. ഏതോം എന്ന് റെഫർ ചെയ്യുന്നത് വ്യക്തിയായിട്ടുള്ള ഏശാവിനെ പറ്റിയാണ്. പഴയ നിയമം മുഴുവൻ വായിച്ചു നോക്കൂ. പലയിടത്തും ഏതോമിനെ ഞാൻ നശിപ്പിക്കും, ഏതോമിന്റെ വാസസ്ഥലം ഞാൻ നശിപ്പിക്കും, എസ്കേൽ പ്രവചനത്തിൽ പറയുന്നുണ്ട്, പലയിടത്തും പറയുന്നുണ്ട്. അത് ആ ജാതിയെ പറ്റിയാണ് പറയുന്നത്. ആ ജാതിയെ പറ്റിയാണ് മലാഖി പ്രവചനത്തിലും പറയുന്നത്. ആ ജാതിയെ പറ്റി തന്നെയാണ് റോമാലേഖനത്തിലും പറയുന്നത്. കാരണം ആ ജാതിയുടെ തെരഞ്ഞെടുപ്പിനെ പറ്റിയാണ് പൗലോസ് പറഞ്ഞു വരുന്നത്.
എന്നിട്ട് നമ്മൾ ആ തെരഞ്ഞെടുപ്പ് അവിടെ ആ ഒരു കോണ്ടക്സ്റ്റ് ജാതികളെ പറ്റിയാണ് എന്നുള്ള അർത്ഥത്തിൽ തന്നെ വായിച്ചെങ്കിൽ മാത്രമേ ഇതിന്റെ അർത്ഥം മനസ്സിലാകത്തുള്ളൂ. അത് ഞാൻ വിശദീകരിച്ചതുകൊണ്ട് ഈ പറഞ്ഞിരിക്കുന്നത് വ്യക്തിപരമാണോ, ഇൻഡിവിജ്വൽ ആണോ, ഒരു ജാതിയെ പറ്റിയാണോ, അത് അൺകണ്ടീഷണലി ഉള്ള എന്ന് പറഞ്ഞാൽ ജനിക്കുന്നതിന് മുമ്പുള്ള സ്നേഹമാണോ, അതോ ആ ജാതിയുടെ പ്രതികരണവുമായിട്ട് ബന്ധപ്പെട്ട് ദൈവം പറയുന്നത് എന്ന് വായിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവും. അപ്പൊ ബ്രദറെ മറ്റേ ഈ ജനിക്കുന്നതിന് മുമ്പേ ഒന്നുള്ളത് ദൈവം പറഞ്ഞത് എൽഡർ വൺ ഷെൽ സെർവ് ദ യങ്ങർ. അതാണ് ജനിക്കുന്നതിന് മുമ്പേ ചെയ്യുന്നു. എൽഡർ വൺ ഷാൽ സെർവ് ദ യങ്ങർ എന്ന് പറയുന്നതിന് തൊട്ടു മുകളിലുള്ള വാക്യങ്ങൾ എന്താണ് അവിടെ പറയുന്നത്? For the children not yet been born nor have done any good. അല്ല, അവിടെ അല്ല ഞാൻ പറയുന്നത്. അതിന്റെ That the purpose of God according to election might റെഫറൻസ് not അല്ല ഞാൻ പറയുന്നത്. അല്ലല്ല ബ്രദർ, ഞാൻ പറയുന്നത് റോമാലേഖനത്തിലെ reference reference അല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് റോമാലേഖനത്തിൽ കോട്ട് ചെയ്യപ്പെടുന്നതിന്റെ ഒറിജിനൽ എന്താണ് പറയുന്നത് നമ്മൾ വായിക്കാതെ റോമാലേഖനത്തിലെ കൊട്ടേഷൻ മാത്രം വായിക്കുമ്പോൾ ഉള്ളൊരു പ്രശ്നമേ ഉള്ളൂ. ഇവിടെ എൽഡർ വൺ ഷാൽ സെർവ് ദ യങ്ങർ എന്ന് പറയുന്ന വാക്യം എവിടാണ് വരുന്നത്? ഞാനത് ഈ ക്ലാസ് എടുത്തപ്പോൾ ഞാൻ ആദ്യമേ വിശദീകരിച്ചത്. ആ വാക്യത്തിലേക്ക് തന്നെ പോയി നമുക്കത് എടുത്തു കഴിഞ്ഞാൽ എടുക്കാം. അവിടെ എന്താ പറയുന്നത്? ഞാനത് വായിച്ചിരുന്നു. Genesis 25:23. അവിടെ എന്താ പറയുന്നത്? two nations are in your womb and two people will be separated from your body and one people എന്ന് പറഞ്ഞാൽ അവിടെ രണ്ട് ജാതികൾ, രണ്ട് വംശങ്ങൾ, ഒരു വംശം മറ്റേതിലും ശക്തിപ്പെടും, മൂത്തവൻ ഇളയവനെ ചെയ്യും എന്ന് പറയുമ്പോൾ അവിടെ തന്നെ ദൈവം മുമ്പോട്ട് ജാതികളെ തന്നെയാണ്. റെഫറൻസ് ഇസ് ഗോസ് ടു ദ നേഷൻസ്. രണ്ട് വംശങ്ങളെ പറ്റിയാണ് പറയുന്നത്. അതങ്ങനെ തന്നെയാണ്. ഏശാവ് ഒരിക്കലും യാക്കോബിനെ സേവിച്ചിട്ടില്ല വ്യക്തിപരമായിട്ട്. ജാതികളാണ് മുമ്പോട്ട് പോകുമ്പോഴാണ് വരുന്നത്. ഇവിടെ നേഷൻസിനെ പറ്റിയാണ് പ്രവചനം മുഴുവൻ. ആ പറഞ്ഞിരിക്കുന്ന രണ്ട് പ്രവചനവും സ്നേഹിച്ചു ദേഷിച്ചു എന്ന് പറയുന്നത് ജാതികളെ പറ്റിയാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ജാതികളെ പറ്റി തന്നെ. അത് വ്യക്തികൾ കൂടിയാണ് തെരഞ്ഞെടുത്തത്. അതാണ് പൗലോസ് പറഞ്ഞു വരുന്നത്. പൗലോസ് അവിടെ ഒരു ഇൻഡിവിജ്വൽ രക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള തെരഞ്ഞെടുപ്പോ സ്നേഹമോ ഒന്നും അല്ല പറഞ്ഞു വരുന്നത്. അത് തുടങ്ങുന്നത് തന്നെ ആ ഇസ്രായേൽ എന്നുള്ള ജാതിയെ പറ്റിയുള്ള പൗലോസിന്റെ കൺസേൺ പറഞ്ഞിട്ട് പറയുന്ന കാര്യങ്ങളാണ് ഇത് മുഴുവൻ. ഇതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ടും അതിന്റെ ഞാൻ പറഞ്ഞില്ല, ഈ 3 കാര്യങ്ങൾ ഇത് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ഈ അധ്യായം നമുക്ക് മനസ്സിലാക്കൂ. ഒന്ന്, ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട്, പൗലോസ് പറയുന്ന ബാക്ക്ഗ്രൗണ്ട് മനസ്സിലാക്കും, എന്താണ് പറയുന്നത്. 2, ഇതിലെ റഫറൻസുകൾ നമ്മൾ പഴയ നിയമത്തിൽ പോയി എന്താണ് പറയുന്നത് എന്നുള്ളത് നോക്കണം. 3, ഈ അപ്പുറത്തെ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻ ആൻസർ ആണ്. ക്വസ്റ്റ്യൻ എന്താണെന്നുള്ളത് മനസ്സിലാക്കും. ഇത് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്നതിന്റെ എന്താണെന്നുള്ളത് പിടിക്കും. ഇല്ലെങ്കിൽ നമുക്ക് ഈ രീതിയിലാണ് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പൊ ഈ റോമൻസ് 9:13 ജേക്കബ് ഐ ലവ് ഈസാവ്, അത് 1500 വർഷത്തിന് ശേഷമുള്ള ആണ് അവര് ജേക്കബിനെ ലവ് ചെയ്ത് ഈസാവിനാണ് ഉദ്ദേശിക്കുന്നത്. അതെ, ഏശാവ് ജേക്കബ് എന്ന് പറയുന്ന രണ്ട് ജാതികളെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. ആ ജാതികളെ പറ്റിയുള്ള കാര്യം. ശരി ബ്രദർ, ഓക്കെ, താങ്ക് യു. ബ്രദർ, ഈ കോർപ്പറേറ്റ് ഇലക്ഷൻ കൊണ്ട് നമുക്ക് അത് രക്ഷയ്ക്ക് അഡ്വാൻറ്റേജ് ഒന്നും ഉണ്ടാക്കുന്നില്ലല്ലോ, അല്ലേ? അങ്ങനല്ലേ? പ്രത്യേകമായിട്ട് അഡ്വാൻറ്റേജ് ഒന്നും ഇല്ല. അത് ഒരു ജനതയെ തെരഞ്ഞെടുക്കുന്നു എന്നുള്ള അർത്ഥത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിന്റെ പദ്ധതി എങ്ങനെയാണ്? ദൈവത്തിന്റെ പദ്ധതിയിൽ നിന്ന് ഇസ്രായേലിനെ ദൈവം തള്ളിക്കളഞ്ഞിട്ടില്ല. ഇതൊരു ചോദ്യമാണ്. ഇസ്രായേലിന് ദൈവത്തിന്റെ പദ്ധതി വൃഥാവായി പോയോ? ദൈവം ഒരു തെരഞ്ഞെടുത്ത ഒരു ജനത, ഈ പറഞ്ഞിരിക്കുന്ന പുത്രത്വവും തേജസ്സും ന്യായപ്രമാണവും ആരാധനയും നിയമങ്ങളും ഒക്കെ ദൈവം കൊടുത്ത് ലോകത്തിന് വെളിച്ചമായിട്ട് ദൈവം തെരഞ്ഞെടുത്ത ആ ജനതയെ ദൈവം തള്ളിക്കളഞ്ഞു എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് പൗലോസ് അവിടെയുള്ള റോമാ സഭയിലുള്ള ആൾക്കാരുടെ വിശദീകരിക്കുകയാണ്. ഇല്ല, ആ ഇലക്ഷനിൽ ആ ജാതി, ആ നേഷൻ, ആ ഇലക്ഷൻ ഇപ്പോഴും നിലനിൽക്കുന്നു. അതിലേക്ക് ജാതികളെയും കൊണ്ടുവന്നു. ജാതികളെ കൊണ്ടുവന്നില്ല, യോധകളെ അക്സെപ്റ്റ് ചെയ്യുക ദൈവം തെരഞ്ഞെടുത്തു എന്നുള്ളത് യഹൂദന്മാർക്ക് ബുദ്ധിമുട്ടാണ്. യഹൂദന്മാരെ തെരഞ്ഞെടുത്തു എന്നുള്ളത് ജാതികൾക്കും ബുദ്ധിമുട്ടാണ്. ഈ പ്രശ്നം ഇവിടെ സോൾവ് ചെയ്യാനായിട്ടാണ് പൗലോസ് ഈ കോർപ്പറേറ്റ് ഇലക്ഷനെ പറ്റി പറഞ്ഞിരിക്കുന്നത്. കോർപ്പറേറ്റ് ഇലക്ഷൻ ഫോർ ദ പർപ്പസ് ഓഫ് ഗോഡ്. ഇൻഡിവിജ്വൽ ഇലക്ഷൻ രക്ഷയ്ക്ക് വേണ്ടിയുള്ളതാണ്. അങ്ങനത്തെ ഒരു കാര്യമേ അല്ല ഇവിടെ. കോർപ്പറേറ്റിലുള്ള ആൾക്കാർക്ക് പ്രത്യേകമായിട്ടുള്ള അഡ്വാൻറ്റേജ് ഒന്നുമില്ല. എല്ലാവരെയും പോലെ ഈ രക്ഷയ്ക്ക് അവരും വിശ്വസിച്ചാൽ അവർക്ക് രക്ഷയുണ്ട്. അതാണ് പറഞ്ഞിരിക്കുന്നത്. വിശ്വാസത്താൽ അതിൽ നിന്ന് ആ എലക്ട് ചെയ്ത ജനതയിൽ നിന്ന് തന്നെ വിശ്വാസത്തിലേക്ക് വരുന്ന വ്യക്തികളെ ദൈവം ആ ശേഷിപ്പായിട്ട് തെരഞ്ഞെടുക്കുന്നു, വിശ്വസിക്കുന്നവരെ. അതുപോലെ തന്നെ വിശ്വസിക്കുന്ന ജാതികളെയും ചേർക്കുന്നു. അങ്ങനെ ദൈവത്തിന്റെ പദ്ധതി മുമ്പോട്ട് കൊണ്ടുപോകുന്നു.